അന്ത്യദിനങ്ങളിൽ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും മനുഷ്യനെ കൊല്ലുന്നൊരു കാലം. വെളിപ്പാട് 13:15 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിന് കൊടുപ്പാൻ അധികാരം ലഭിച്ചു. കമ്പ്യൂട്ടറിന് തലച്ചോറ് കൊടുത്തുകൊണ്ട് ഇന്ന് ഏറ്റവും നൂതനമായി ChatGPT കഴിഞ്ഞ് റോബോട്ടിന് തലച്ചോറ് കൊടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സാത്താൻ്റെ പ്രതിമ ഞങ്ങളുടെ ലാപ്ടോപ്പിൽ തെളിഞ്ഞു വരാൻ കാലമായി. അവൻ മനുഷ്യനെ നോക്കുന്നൊരു കാലം വരാറായി. എന്നാൽ സാത്താൻ്റെ പ്രതിമ വരികയും അവൻ നോക്കുകയും ചെയ്യുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ഇൻ്റർനെറ്റ്, മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്നൊരു കാലം വരാറായി. അതുകൊണ്ട് ആ ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി പിശാചിന് മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. കാടൽ ജിൻസൺ രാജ അപ്പൻ, അമ്മ, പെങ്ങൾ, വീട്ടിലെ ബന്ധുവിനെയും കൊന്ന് തീയടിച്ചു. അത് കഴിഞ്ഞ ശേഷം വട്ടിയൂർക്കാവിൽ ആര്യ, അത് കഴിഞ്ഞിട്ട് ദേവി, പാമ്പാടിക്കാരൻ നവീൻ അരുണാചൽ പ്രദേശിൽ പോയി മരിച്ചു. കാലിലും കയ്യിലും കാലിൽ 666 3 പേരെയും കൊത്തിവെച്ചു. പിശാചിൻ്റെ നമ്പരും എഴുതിയ അവർ ലോകം മാറ്റി വിട്ടത്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇനി സംഭവിക്കുന്നത് എന്താ? അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഇൻ്റർനെറ്റ്, മർഡറും അതുപോലെ തന്നെ സത്താൻ ഹല്ലേലൂയ മനുഷ്യനെ കൊല്ലുന്നൊരു കാര്യം. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. അതിനെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കും. അതിൻ്റെ ബ്ലൂ ബ്രെയിൻ, നിർമ്മിത ബുദ്ധി. എന്നാൽ ആ മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ഇന്നത്തെ നിർമ്മിത ബുദ്ധി കഴിഞ്ഞ് ഏറ്റവും നിർണായകമായി മനുഷ്യനെ കവറേജ് ചെയ്യാനുള്ളൊരു തലം വരുമ്പോൾ ആ നിർമ്മിത ബുദ്ധി വെളിപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റവരെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. വെളിപ്പാട് 6:1-2 റോബോട്ടും കമ്പ്യൂട്ടറും എവിടെ? യെരൂശലേമിൻ്റെ ആലയം പണിയും. കുഞ്ഞാട് മുദ്രകളിൽ നിന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. അവൻ ജയിപ്പാനായി പുറപ്പെട്ടു. അവനൊരു വലിയ വാളും ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം യഹൂദൻ്റെ ആലയമാണ്. ആലയം പണിഞ്ഞാൽ ഈ എതിർ ക്രിസ്തു ഒരു കാര്യം ചെയ്യും, അതിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി ആലയത്തിൻ്റെ 14 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു. അതിനുശേഷം അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞു. ആലയത്തിന് കാണിക്കയിടാനുള്ള അരശേക്കൽ നാണയം. കുഞ്ഞു വായിച്ചു. പുറപ്പാട് 30:12-13 വിശുദ്ധ മന്ദിരത്തിൽ വഴിപാട് കഴിക്കണം. യഹൂദൻ പണം കൂടിയവൻ കൂടുതൽ ഇടരുത്, പണം കുറഞ്ഞവനും കുറച്ച് ഇടരുത്. അതുകൊണ്ട് ഇസ്രായേലിലെ ട്രഷറി 50 പൈസ പോലെ അരശേക്കൽ അടിച്ച് ഇന്ന് വീടുകളിൽ കൊടുത്തിരിക്കുന്നു, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിന് കൊണ്ടുവെക്കും. ദാനിയേൽ 12:11 ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം വിശുദ്ധ സ്ഥലത്ത്. യഹൂദൻ അത് വണങ്ങത്തില്ല, അന്നവൻ്റെ കഴുത്തറക്കും. അത് മാത്രമല്ല, ദാനിയേൽ പ്രവചനം കഴിഞ്ഞ് 2 തെസ്സലോനിക്കർ 2:4 അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് വരുന്ന യഹൂദനോട് നാട്ടുകാരൻ പറയും, ഞാനാ ദൈവം, നിങ്ങൾ വണങ്ങണം. വണങ്ങാത്ത യഹൂദന് വീണ്ടും ശിക്ഷാവിധി. IS-ന്റെ മിലിറ്ററി മനുഷ്യൻ്റെ തലയിറക്കുന്നത് പോലെ വണങ്ങാത്ത യഹൂദൻ്റെ തലയിറക്കും. മത്തായി 24:15-16 ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കാണുമ്പോൾ അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. യഹൂദൻ നിലവിളിച്ചോടുന്നൊരു കാലം വരും. അതുകൊണ്ട് നാരകത്തിൻ കുഴി ദൈവമക്കളെ, യേശു പറഞ്ഞു, പിതാവിൻ്റെ നാമത്തിൽ ഞാൻ വന്നു, നിങ്ങൾ എന്നെ കൊയ്ക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്നെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ആലയത്തിനകത്ത് റോബോട്ട് വരും. വണങ്ങാത്തവൻ്റെ കഴുത്തറക്ക്. ആലയത്തിൽ റോബോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കാന്തൻ്റെ മുഖം മധ്യാകാശത്തിൽ. അവിടെ ഹല്ലേലൂയ എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയെ വണങ്ങാത്തവരെ കഴുത്തറുത്ത് രക്തം വീഴുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ ശുദ്ധനായി കാന്തൻ വരും. മോഡി സാർ കാട്ടാക്കടയും ലക്നൌവിലും എല്ലാം പറഞ്ഞു, ഇന്ത്യ വരുന്നു ഡിജിറ്റൽ യുഗത്തിലേക്ക്, 6Gയിലേക്ക്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ 9G. ഇന്നലെ അത് പറഞ്ഞപ്പോൾ അവസാനിച്ചു. ഈ ആലയം എതിർ ക്രിസ്തു പണിയോ, പുറത്തെ സ്ഥലം വിട്ടേക്കും. അത് ജാതികൾ ചവിട്ടും. 3.5 വർഷം അഥവാ 42 മാസം ജാതികൾ അവിടെ ചവിട്ടുമ്പോൾ യഹൂദൻ്റെ രക്ഷയ്ക്ക്, മലയാളിയുടെയും തമിഴൻ്റെയും അല്ല, യഹൂദൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 2 സാക്ഷികൾ വരും. ഇന്നലെ ഞാൻ വ്യക്തമായി പറഞ്ഞു, ഹാനോക്കും ഏലിയാവും. അവരവിടെ നിന്ന് യഹൂദന് വേണ്ടി വാക്യങ്ങൾ പറയും. രക്ഷിക്കപ്പെടുന്നവർ ഹല്ലേലൂയ ചേരുവാൻ വേണ്ടി. അവസാനം അവരുടെ സാക്ഷ്യങ്ങളുടെ ഒടുവിൽ ഒരു സംഭവം നടക്കും. ആഴത്തിൽ നിന്ന് വരുന്ന മൃഗം ഈ 2 സാക്ഷികളെയും വെട്ടിക്കൊല്ലും. ഈ ഡെഡ് ബോഡി ഇസ്രായേലിൽ കിടക്കും. അതാ സോദോമെന്ന് അതുപോലെ മിസ്രൈം എന്ന ഇസ്രായേലിൻ്റെ തെരുവീതിയിൽ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് കിടക്കും. അതിൻ്റെ പ്രത്യേകത അത് ലോകം മുഴുവൻ കാണും. ഇന്നലെ വായിച്ചു, സകല വംശക്കാരും സകല ജാതിക്കാരും ഭാഷക്കാരും 3.5 ദിവസം ഈ ഡെഡ് ബോഡി കാണും. അങ്ങനെയെങ്കിൽ ലോകം
ഒരേ സമയം ഇത്രയും കൂടി ജനങ്ങൾ കാണണമെങ്കിൽ ഇവിടെ ഒരു സംവിധാനം വരും. അതിൻ്റെ പേര് അതിവേഗ ഇന്റർനെറ്റ് 9G. ഈ ശവം കല്ലറയിൽ വെക്കുവാൻ എതിർക്രിസ്തുവിന്റെ പട്ടാളക്കാർ സമ്മതിക്കത്തില്ല. എന്താ അതിന്റെ പ്രത്യേകത? ലാസർ കല്ലറയിൽ ഉയർത്തു, യേശു 3-ാം ദിവസം ഉയർത്തു. ഇവരെ കല്ലറയിൽ വെച്ചാൽ ഉയർക്കുമെന്നറിയാം. അതുകൊണ്ട് അവർ ചുറ്റും കൂടുന്നത് സമ്മാനങ്ങളും ആട്ടം പാട്ടവും ഒക്കെ നടത്തും. പക്ഷെ അതിന്റെ നടുവിൽ ഒരു സംഭവം, 3.5 ദിവസം കഴിയുമ്പോൾ ഉയരത്തിലെ ശ്വാസം താഴേക്ക് ഇറങ്ങി വരും. ഈ മരിച്ച ഡെഡ് ബോഡി ചലിച്ച് അവർ കാലൂന്നി നിൽക്കും. അപ്പോൾ അവരെ കണ്ടവർ ഓടിപ്പോകും. ഇവർ കാലൂന്നി നിൽക്കുമ്പോൾ ഒരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും, ഇവിടെ കയറി വരിക. എന്നാൽ ആ ശബ്ദം മുഴങ്ങുന്നതിന് 3.5 കൊല്ലം മുമ്പ് മറ്റൊരു ശബ്ദം നമുക്ക് വേണ്ടി മുഴങ്ങും. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാരുടെ കല്ലറകൾ പൊട്ടും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇതായിരുന്നു രണ്ടാമത് രാത്രി നാം ഒരുമിച്ച് ചിന്തിച്ചത്. ഇന്ന് രാത്രി മാതാപിതാക്കന്മാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഒരു രാത്രി കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ഈ വചനം നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ച് കൊണ്ടുപറയുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് വചനപ്രകാരം എന്ന് പകലിലും രാത്രിയിലും കരമുയർത്തുന്ന ദൈവമക്കൾ പറയൂ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. നാരകത്തിൻ കുഴിയെ പൂടനാടേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിൾ തുറന്നാട്ട്. എവരി ഓപ്പൺ യുവർ ബൈബിൾ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13:7. വെളിപ്പാട് 13:7 വായിച്ചാട്ട് മക്കളെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും മതി. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. കിടക്കുന്ന കോവിഡിന്റെ മറവിൽ ഒരന്തിമ യുദ്ധം വരാറായി. കണ്ണുകൾ ഒരു നിമിഷം കൂടെ മൂടാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. വലിയ സന്തോഷമൊന്നുമില്ല ദൈവം കുഞ്ഞുങ്ങൾക്ക്. ഇന്ന് പകൽ ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് ബസ്സിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ കുവൈറ്റിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, പാസ്റ്ററെ, ഇവിടെ ഒരു കെട്ടിടത്തിന് തീപറ്റി 40ഓളം പേർ മരിച്ചു, അതിൽ ഏറ്റവും കൂടുതൽ മലയാളികളാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നെഞ്ചത്തെ കൈവച്ചു പോയി. ഭാര്യയും കുഞ്ഞുങ്ങളെയും അപ്പനെയും അമ്മയും കളഞ്ഞ് ഒരു നേരത്തെ ഉപജീവന മാർഗത്തിന് വേണ്ടി കുവൈറ്റിൽ പോയി കിടന്ന കുഞ്ഞുങ്ങൾ കഴിഞ്ഞ രാത്രി ഉറങ്ങിയപ്പോൾ 7 നില കെട്ടിടത്തിന് തീപറ്റി 40 പേർ മരിച്ചു. കൂടുതലും മലയാളികൾ. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. നമുക്ക് വലിയ സന്തോഷമില്ലല്ലോ. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളും പല സ്ഥലത്തായിരിക്കുന്നു. വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, ട്രെയിനകത്ത് യാത്ര ചെയ്തു. രാത്രി ജോലി കഴിഞ്ഞിട്ട് വന്ന ചെറുപ്പക്കാർ അവിടെ കിടന്നപ്പോൾ ആ ബിൽഡിങ് കത്തി, വിഷവാതകോ AC ഒക്കെ പൊട്ടിത്തെറിച്ചു. ചിലർ താഴേക്ക് ചാടി മരിച്ചു. അത് മാത്രമല്ല 11 മലയാളികൾ മരിച്ചുവെന്ന ആദ്യ റിപ്പോർട്ട്. ഇനിയും മരണസംഖ്യ ഉയരും. പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവ് വലുതൊന്നും തന്നില്ലെങ്കിലും നമുക്ക് കഴിപ്പാൻ തന്ന ദൈവം, കുടിപ്പാൻ തന്ന ദൈവം, ഒരു ചില്ലറ ചെലവാക്കാൻ പോക്കറ്റിൽ നമുക്ക് ഒരുക്കിയ ദൈവം, ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഇന്ന് രാത്രി ശ്രുതി കരേറ്റു. എത്ര നന്ദി പറഞ്ഞാലും ഇന്ന് ഹൃദയത്തിന്റെ ആഴങ്ങൾ ഹല്ലേലൂയ പാടും. ജീവനുള്ളവരുടെ ദേശത്ത് ഒരിക്കൽ കൂടി കർത്താവ് എന്നെ ശേഷിപ്പിച്ചു. ജീവനുള്ളവരുടെ ദേശത്ത് എനിക്ക് കഴിപ്പാൻ ആഹാരം തന്നു. ഒരു കുഞ്ഞു വീട് ദൈവം തന്നു. ഒരു ചെറിയ വാഹനം ദൈവം തന്നു. അതിനായി നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് താഴാം. എരികോട് തെരുവീതിയിൽ ഒരുവനുണ്ട്, തീമായുടെ മകനായ ബർത്തോലോമായി. അവന്റെ ജീവിതത്തിൽ ജന്മം മുതൽ കാഴ്ചയില്ല. എരികോട് തെരുവേദിയിൽ അവനെ കൊണ്ടുവരുന്നു. എരികോ കൊടുത്തൊരു പാത്രമുണ്ട്, ഒരു പുതപ്പുണ്ട്. സോദരം, അവനിങ്ങനെ യാചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ പറഞ്ഞു കേട്ടു, നസ്രയൻ ഇതുവഴി വരുന്നു. അവന്റെ ജീവിതത്തിനകത്തൊരു വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്ന സംഭവം. പലരും അവനോട് പറഞ്ഞു, നീ മിണ്ടിപ്പോകരുത്, മിണ്ടിപ്പോകരുത്. എന്നാൽ നസ്രയന്റെ കാലൊച്ച കേട്ടിട്ട് തീമായുടെ മകൻ ബർത്തോലോമായി ഒരു കാര്യമേ പറഞ്ഞോളൂ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നാളെ ഇവിടെ യോഗമില്ല. അപ്പച്ച അമ്മച്ചി നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവ
ദൈവസന്ധിയിൽ ഹൃദയം പകർന്ന് ദൈവത്തോട് സംസാരിക്കുമെങ്കിൽ നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. തീമായുടെ മകൻ ബർത്തോലോമായുടെ യാചനയുടെ നടുവിൽ നിന്ന കർത്താവിന്റെ കര ഈ ബുധനാഴ്ച രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവൻ രണ്ട് കാര്യം ചെയ്തു. അവന്റെ പിച്ചച്ചട്ടിയ തിരികെ കൊടുത്ത പാരമ്പര്യത്തിന്റെ പുതപ്പും വലിച്ചെറിഞ്ഞു. കാഴ്ചയില്ലാത്തവന് കാഴ്ച ലഭിച്ചെങ്കിൽ എന്ന് രാത്രി ഹല്ലേലൂയ, വചനം കേട്ട നീ ഹല്ലേലൂയ, നിന്റെ പാരമ്പര്യത്തിന്റെ പുതപ്പ് വലിച്ചെറിഞ്ഞ് എരികോ തന്ന പിച്ചച്ചട്ടി ഗുഡ് ബൈ പറഞ്ഞു. നാഥന്റെ വചനത്തിന്റെ പുറകെ യാത്ര ചെയ്താൽ ശാപങ്ങളെ അനുഗ്രഹമാക്കുന്ന നല്ല ദൈവത്തിന്റെ കരം. എരികോ പടിനിമത്തിന്റെ ശാപത്തിന്റെ പട്ടണമാ. ആ ശാപത്തെ അനുഗ്രഹമാക്കാൻ നാസറയൻ വന്നതുപോലെ നിന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ ഭാരി ചൊരിയുവാ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. നിലവിളിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ വിടാനുള്ളതിനെ നീ വിട്ടാൽ ഇന്ന് രാത്രി നാഥന്റെ പുറകെ യാത്ര ചെയ്യുവാ. തീമായുടെ മകൻ ബർത്തോലോമായുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച വാത്സല്യ കർത്താവ് ദൂതസഞ്ചയവുമായി ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. ഷാറാബുകളുടെ ചിറകടിയുടെ ശബ്ദം ഈ പട്ടണത്തിനകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഈ പട്ടണത്തെ കാവൽ ചെയ്യുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി തിരുപ്പാത പീഠത്തിലേക്ക് വരുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുവാ. ഇന്ന് രാത്രി ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാൾ എന്റെ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ എന്റെ അകത്തളങ്ങൾ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദിയുടെ തിരുവെടുത്തിന്റെ നദി ഇന്ന് രാത്രി ഇവിടെ പുറപ്പെടട്ടെ. അത്ഭുത രോഗശാന്തിയുടെ നദി ഇവിടെ പുറപ്പെടട്ടെ. അഭിഷേകത്തിന്റെ നദി ഇവിടെ പുറപ്പെടട്ടെ. പ്രിയ പിതാവേ, ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ഈ സത്യവചനം കേട്ട് കർത്താവിന് വേണ്ടി ചില കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ഈ രാത്രി ഉയരുവാ ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. അപ്പ വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറട്ടെ. ദുഃഖത്തോട് വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറട്ടെ. പ്രയാസത്തോട് വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറട്ടെ. സഭയാ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പട്ടണത്തിലെ നാനാജാതി മതസ്ഥർ അനുഗ്രഹിക്കപ്പെടട്ടെ. സകല മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കൂലിവേലക്കാരും ജോലിക്കാരും സർക്കാർ ജീവനക്കാരും മാനിക്കപ്പെടട്ടെ. IPA ചർച്ചിനെ ഓർക്കുന്നു. ഇവിടുത്തെ സകല ദൈവാലയങ്ങളും യഹോവയാൽ കാക്കപ്പെടട്ടെ. പ്രിയ പിതാവേ, ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ ധരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരുത്. കാട്ടത്തിയുടെ പുറത്ത് ഇരുന്ന സക്കായി എന്റെ നാഥനെ കാണുവാൻ തുനിഞ്ഞപ്പോൾ സക്കായി ഇറങ്ങി വരാൻ പറഞ്ഞു. സക്കായിയുടെ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ പാരമ്പര്യത്തിന്റെ കാട്ടത്തി മാറി പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരുവാ. ഈ അന്ത്യകാലത്തിന്റെ സന്ദേശം വിടുതലായി മാറട്ടപ്പാ. അടിയൻ വചനവുമായി നിൽക്കുന്നു. പൊരുളുകൾ ധരിക്കണം. ശബ്ദം വെളിച്ച പ്രകൃതിയെല്ലാം കാക്കണം. അപ്പച്ചാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 10 മണിക്ക് ഭവനത്തിലെത്തുന്നത് വരെ കാലാവസ്ഥയോട് കൽപ്പിക്കുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. സ്വർഗം അത്ഭുതം ചെയ്യ്. പ്രാർത്ഥന മാനിക്കും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ തിരുവചനത്തിലെ ഏറ്റവും അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം. എല്ലാവരും ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പൗലോസ് ലീഗ 14 ലേഖനം എഴുതിയിട്ടുള്ളൂ. സുവിശേഷം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. ലൂക്കോസ് വൈദ്യൻ 2 കാര്യം ചെയ്തു. 1, അവൻ സുവിശേഷം എഴുതി, ലൂക്കോസിന്റെ ചരിത്രം, ലൂക്കോസിന്റെ സുവിശേഷം. 2, അപ്പോസ്തല പ്രവൃത്തി, സഭയുടെ ചരിത്രം എഴുതി. യോഹന്നാൻ അപ്പോസ്തലൻ 3 മേഖലയിൽ കരം വെച്ചു. 1, അവൻ സുവിശേഷം എഴുതി, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 2, ലേഖനം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. ഉപദേശവും അതിർവരമ്പും എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 3, പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം യോഹന്നാൻ എഴുതി. വെളിപ്പാട് പുസ്തകം. ഇന്ന് രാത്രി ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളിൽ മുടിവാത് രാത്രി യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ കൊണ്ടുവന്ന് ചോദിക്കണം, അപ്പച്ചാ, സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കാലത്തെ പറ്റി വെളിപ്പാട് എഴുതുവാൻ, ദൂതുകൾ എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ആത്മീയ മന്ന ബൈബിൾ കോളേജ് വെള്ളറടന്റെ ബിരുദമാണോ, അല്ലെങ്കിൽ ഹരിയാനയിലെ ഗ്രേസിന്റെ ബിരുദമാണോ? അപ്പച്ചൻ കരം ഉയർത്തി പറയും, അന്ത്യം വരെ കാൽവരുടെ കൊലക്കളത്തിൽ എതിന്റെ നാഥന്റെ മാറോട് ചേർന്ന്
ചേർന്നിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ ഉയരത്തിലെ കൃപ കിട്ടി, ലേഖനം എഴുതുവാൻ ഉയരത്തിലെ കൃപ കിട്ടി. തന്മയത്തോടെ കരമുയർത്തി പറയും, അന്ത്യകാലത്തിന്റെ ദൂത് എഴുതുവാൻ എനിക്ക് ഉയരത്തിൽ നിന്ന് കൃപ കിട്ടി. അപ്പച്ച അമ്മച്ചി, ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, വീട്ടുകാർ മാറും, രക്തബന്ധങ്ങൾ മാറും, എന്നാൽ കാൽവറി ദർശനം കണ്ടവനെ തകർക്കുക ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ്റെ മേൽ ദൂതുണ്ട്, അവൻ്റെ മേൽ പ്രവചനമുണ്ട്, അവൻ്റെ മേൽ നിത്യതയുടെ കാര്യമുണ്ട്. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. അന്നത്തെ റോമിൻ്റെ പടയാളികൾ ചെയ്യുന്ന, പലർക്കും നാരകത്തെ കൂടി ഒന്നും അറിയത്തില്ല. അന്നത്തെ റോമിൻ്റെ പടയാളികൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ സുവിശേഷ വേലക്കാരെ പറഞ്ഞുതരാം. നമ്മുടെ ബാബോടോ അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് പോകണാടോ ഒരു സുവിശേഷകൻ പരസ്യത്തിൽ പ്രസംഗിച്ചാൽ ഉപദേശിമാരെ പിടിച്ചോണ്ടു, അല്ല ഉപദേശിമാരെ ആര് പിടിക്കുക? റോമിൻ്റെ പടയാളികൾ. നമുക്കിന്ന് ഈ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന സഹോദരന്മാർ നല്ല ലൈറ്റെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ ബ്രിട്ടനിൽ ആദ്യത്തെ ഭൂഗർഭ തിയേറ്റർ കാറ്റക്കൊമ്പ കൊലോസിയം, അവിടെ രാത്രി പരിപാടി നടക്കുമ്പോൾ തൂണോട് ഉപദേശിയെ കെട്ടും, തലയിൽ ഒരു മൺചട്ടി വെക്കും, കൽക്കരി കുടഞ്ഞ് അവിടെ കെട്ടിവെച്ചേക്കും. രാത്രി പരിപാടി തുടങ്ങുമ്പോൾ ഭരണാധികാരികൾ വരുമ്പോൾ അതിനകത്ത് എന്താ മണ്ണെണ്ണ ഒഴിക്കുക, പെട്ടെന്ന് തീ കൊടുക്കും, തലേന്ന് കത്തി തുടങ്ങും, മൺചട്ടിന്ന് കത്തി കത്തി തലയിലോട്ട് തീ ഇറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് ഓടാൻ പറ്റത്തില്ല, കെട്ടി നിർത്തിയിരിക്കുക. അപ്പോൾ തല വെന്ത് തുടങ്ങും. ഒരു ശബ്ദം ആരും അറിയാതെ ആ താഴെയുള്ള ഭൂഗർഭ തിയേറ്റർ കേൾക്കും. അതിൻ്റെ പേരാ മാറാനാഥ യേശുവേ വരേണമേ. സ്വോത്രം. രണ്ടാമത് ഹല്ലേലൂയ, ഒരു സുവിശേഷകനെ കിട്ടിയാൽ, നല്ല റോഡാണല്ലോ, മൈലക്കര നിന്ന് 40 കുഴിക്ക് പോവുകയോ അല്ലെങ്കിൽ വാഴിച്ചൽ പോകുമ്പോൾ നല്ല മരമുണ്ട്, ഒരു മരത്തെ പിടിക്കും, 2 ചില്ലകൾ കൂട്ടിക്കെട്ട്. ആ 2 ചില്ലകൾ കൂട്ടിക്കെട്ടിയതിന് ശേഷം കാല് ഉപദേശിയുടെ തല കീഴായി ചെറിയ ചില്ലയിൽ കെട്ട്. ഈ ചെറിയ കയറ് കൊണ്ട് കാൽ മുറുകുമ്പോൾ ഈ വടമടിച്ചു വിടുമ്പോൾ 2 ചില്ലകൾ വേഗത്തിൽ ചലിക്കുമ്പോൾ ഒരു സഹോദരി മീൻ കീറിയതുപോലെ മനുഷ്യന്റെ ശരീരം 2ആയി മരച്ചില്ലയ്ക്കകത്ത് കീറിക്കിടക്ക്. അവസാന സമയം ആ മരച്ചില്ല ഒരു ശബ്ദം കേൾക്ക്, മാറാനാഥ യേശുവേ വരണേ. അന്നത്തെ കാലത്ത് എവിടെങ്കിലും വഴിവക്കൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയെ കിട്ടിയാൽ കള്ളിക്കാട് നെയ്യാർഡ് റോഡ് ടാർ ചെയ്യുന്നത് പോലെ ടാർപ്പാട്ടയ്ക്കകത്ത് തലയുടെ ആകൃതിയിൽ ഒരു സുഷിരമുണ്ടാക്കും. എന്നിട്ട് ടാർപ്പാട്ട ചൂടാക്കുമ്പോൾ ഉപദേശിയുടെ തല അതിനകത്ത് ഇടിച്ച് കയറ്റും, റോഡിനകത്ത് ഒരുക്കി വിടും. പിന്നെ നടക്കുന്ന സംഭവം, തല ടാറിനകത്ത് മുങ്ങ്, മരണമല്ല കമ്മട്ടമണിക്കും തല വേവ്, കാലുകൾ റോഡിനകത്ത് കിടന്ന് ഭയങ്കര അടിയ. ആ സമയത്ത് പടയാളികൾ കൈയടിക്കുമ്പോൾ അകത്തൊരു ശബ്ദം ടാർപ്പാട്ട കേൾക്കും, മാറാനാഥ യേശുവേ വരണമേ. തീർന്നില്ല. ഇന്ന് ആരും ഉപദേശിമാർ ഇതൊന്നും പറയത്തില്ലല്ലോ. അടുത്ത കാര്യം, വഴിവക്കിൽ ഒരു ഉപദേശി പ്രസംഗിച്ചാൽ റോമിന്റെ പടയാളികൾ പിടിച്ചു കൊണ്ടുപോകും, കാരാഗ്രഹത്തിൽ കൊണ്ടു. ഉപദേശിയുടെ വായ തുറക്കും, ഓസ് കൊണ്ട് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ നാടൻ ഭാഷയെ പള്ളവീർക്ക്. ഉപദേശി അബോധാവസ്ഥ കിടക്കുമ്പോൾ കൈകാലുകൾ കെട്ട്. ആ സമയത്ത് മൂർച്ച വളരെ തീവ്രതയുള്ള ഒരു കുതിരയ്ക്കകത്ത് സൈന്യാധിപൻ ഓടി വരും, ടക്ക് ടക്ക് അടിച്ച് ഉപദേശിയുടെ വയറിന്റെ ഭാഗത്ത് കുതിരയുടെ കോളം അങ്ങോട്ട് ചവിട്ടുമ്പോൾ ആ വയറും ഉദരവും പൊട്ടും, കുടൽമാല പുറത്തു വരും. ആ സെക്കൻഡിൽ ശ്വാസം കെട്ടുന്ന ഉപദേശി വിളിച്ചു പറയും, മാറാനാഥ യേശുവേ വരേണമേ. സഹോദരി, ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഈ ജീവന്റെ വചനം വന്നത് ആരുടെയൊക്കെയോ തലകൾ ടാർപ്പാട്ടയ്ക്കകത്ത്, ആരുടെയൊക്കെയോ തലകൾ കാരാഗ്രഹത്തിനകത്ത്, ആരുടെയൊക്കെയോ കൈകാലുകൾ മരച്ചില്ലയ്ക്കകത്ത്, ആരുടെയൊക്കെയോ ശരീരങ്ങൾ വെന്തെരിഞ്ഞത് കൊണ്ട് ഇന്ന് രാത്രി വചനം നമ്മുടെ കരങ്ങളിലെത്തിയത്. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. AD 64 യോഹന്നാൻ യാത്രയായി. അവൻ ആ തുർക്കിയിലെ 7 അമേനിൽ പോയി ആസിയയിലെ 7 സഭകൾ ഉണ്ടാക്കി. എഫെസോസും ലവോദിക്കയും സ്മരണയും ദുദയൂരും പെർഗമോസും സർദീസും ഫിലാഡൽഫിയ 7 സഭകളുടെ സെൻട്രൽ പാസ്സായി വയോധികനായി സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് ആരുടെ കൽപ്പന വരുന്നു? ഡൊമീഷ്യന്റെ കൽപ്പന വരുന്ന, കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി കൊല്ലുവാൻ. ഇന്നലെ അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു, നിങ്ങൾ കേട്ടു. അവനെ എന്ത് ചെയ്തു? എഫെസോസിൽ കൊണ്ടുവന്നു. ഡൊമീഷ്യന്റെ അടുത്ത പടയാളികൾ എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറ്, ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല. പടയാളികളോട് ഡൊമീഷ്യൻ പറഞ്ഞു, നിങ്ങളെ കാണണ്ട, പോകാൻ പറഞ്ഞു. 4 ദിവസം കഴിയുമ്പോൾ അടുത്ത ശിക്ഷാവിധി തരാം. അങ്ങനെ 4-ാം ദിവസം കൊടുത്ത ശിക്ഷാവിധി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി അവനെ മുക്കിക്കൊല്ലുവാനുള്ള കൽപ്പന. പ്രഭാതത്തിൽ 5:30 മണിക്ക് പോലീസ് ജീപ്പ് വരുന്നുള്ള യോഗ അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പടയാളികൾ വന്നു. അപ്പച്ചന്റെ കൈകാലുകൾ വിലങ്ങണീച്ചു. ഒരു കാര്യം പറഞ്ഞു, അപ്പച്ച ലാസ്റ്റ് ഡേ അന്ന്, ഇനി താങ്കൾക്ക് നല്ല ഫുഡോ ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടോ? സുപ്രീം കോടതി വാറണ്ട് പോലെ കൊടുക്കുക. അപ്പച്ചൻ പറഞ്ഞ്, കാര്യമായിരു കുഞ്ഞുങ്ങളെ. അവർ പറഞ്ഞ്, താങ്കളെ തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വലിച്ചിട്ട് പൂർണ്ണമായി മരണം സ്ഥിരീകരിക്കുന്നവരെ മുക്കിക്കൊല്ലുവാൻ. ചെറിയൊരു പുഞ്ചിരി അപ്പച്ചന്റെ മുഖത്തേക്ക് അടിച്ചു. പടയാളികൾ ചോദിച്ചു, എന്താ അപ്പച്ച മരണം കാണുമ്പോഴും പുഞ്ചിരി? ഓ, ഭയമൊന്നുമില്ല, നിങ്ങളുടെ
ചക്രവർത്തി കൂട്ടുകമുണ്ടാക്കുന്നതിന് മുമ്പ് ദുരാശു സമഭൂമിയിൽ 7 മടങ്ങ് തീ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു. ശദ്രക്കും മേശക്കും അബേദ്നെഗോഗോ നെബൂഖദ്നേസറിന്റെ ആൾക്കാർ അവരുടെ മരണം കാണാൻ കാത്തു നിന്നു. അതിന്റെ നടുവിൽ അഡ്വാൻസായി ദൂതൻ ഇറങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലുകളെ കെട്ടടിച്ചെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഏതൊക്കെ കുട്ടുകത്തിനകത്ത് എന്നെ വലിച്ചെറിഞ്ഞാലും അതിന്റെ നടുവിൽ നിന്ന് എന്നെ പിടിച്ചുയർത്തുക. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം, ഇന്ന് രാത്രി നിനക്ക് മുമ്പായി ദൂതനെ അയച്ച് കാര്യങ്ങളെ നിവർത്തിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. സഹോദര സഹോദരി, മാതാവേ പിതാവേ, വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത ഇന്ന് രാത്രി വചനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. യോഹന്നാൻ അപ്പോസ്തലനെ ഇവിടെ കൊണ്ടുപോയി തിളക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടുകത്തിനകത്ത് വലിച്ചെറിഞ്ഞു. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ മരണം കാണാൻ കാത്തേക്കോ. അതിന്റെ നടുവിൽ യോഹന്നാൻ അപ്പോസ്തലൻ തലയുയർത്തി എന്നിട്ട് പറഞ്ഞ് എനിക്ക് പുതയ്ക്കാൻ വല്ലതും തരണം, നല്ല തണുപ്പുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, ഉപദേശി എന്താ ചോദിക്കുന്നതെന്നറിയാമോ? നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ശരീരത്തിനകത്ത് കാത്തി കയറിയിട്ടും അദ്ദേഹം മരിച്ചില്ല, തീർന്നില്ല. രണ്ടാമതായി കേൾക്കണം, അദ്ദേഹത്തെ തീജ്വാലയ്ക്കകത്ത് എണ്ണയുടെ കൂട്ടിനകത്ത് വലിച്ചെറിഞ്ഞിട്ടും അദ്ദേഹം മരിച്ചില്ല. എന്തുകൊണ്ട് മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അദ്ദേഹം എഴുതിയില്ല. മാതാവേ പിതാവേ, ഇന്ന് രാത്രി കേൾക്കണം, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അനവധി പ്രാവശ്യം രോഗങ്ങൾ മാറി വരാം. കോവിഡ് 4 പ്രാവശ്യം അടിക്കാം. ഒരു പക്ഷേ പക്ഷിപ്പനി നിന്റെ കുടുംബത്തിന്റെ അകത്ത് കൂടി വരാം. പ്രതികൂലങ്ങൾ നിനക്കെതിരെ ആഞ്ഞടിക്കാം. എന്നാൽ അതിന്റെ നടുവിൽ നീ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടി നിന്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുക. ഏത് ഡൊമേഷൻ നിനക്കെതിരെ തീജ്വാല വെച്ചാലും, ഏത് ഡൊമേഷൻ നിനക്കെതിരെ വാളുകൾ ഉയർത്തിയാലും, ആരാധിക്കുന്ന നിന്നെ, ദർശനമുള്ള നിന്നെ, പാപിയുടെ സൂക്തങ്ങൾ എഴുതേണ്ട നിന്നെ ഒരു ഡൊമേഷൻ വിളിച്ചാലൊന്നും തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയണം, നാട്ടുകാരും വീട്ടുകാരും കൈവിടും, ലോകക്കാർ കൈവിടും, എന്നാൽ കാൽവരി ദർശനം കണ്ടവനെ തകർക്കുവാൻ ഒരു ചക്രവർത്തിക്കും കഴിയത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഡൊമേഷന്റെ ഹല്ലേലൂയ തീജ്വാലയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നു. പിന്നത്തതിൽ എന്താ? നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. പലരും വിചാരിക്കുന്ന ബൈബിൾ ഏതൊക്കെയോ ഗ്രന്ഥമാണ്. അല്ല, 8000 വാഗ്ദത്തമുള്ള ഗ്രന്ഥമായി. 8000 പ്രോമിസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. 8000 വാഗ്ദത്തങ്ങൾ ബൈബിളിനകത്തുണ്ട്. എത്ര വാഗ്ദത്തങ്ങൾ ബൈബിളിനകത്ത് കിടക്കുന്നു. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും നിർണായ, അബ്രഹാമിന് ഒരു സന്തതി ഉണ്ടായിരുന്നു, ഇസഹാക്ക്. ഇസഹാക്കിന്റെ സന്തതിയായി ഒരുവനുണ്ടായിരുന്നു യാക്കോബ്. യാക്കോബിന്റെ സന്തതിയായി ഒരുവനുണ്ടായിരുന്നു യോസഫ്. യോസഫിന്റെ പ്രത്യേകത എന്തായിരുന്നു അറിയാമോ? പലർക്കും അറിയത്തില്ല. അവൻ അപ്പന് പ്രിയപ്പെട്ടവനായിരുന്നു. എന്താ അതിൻ്റെ പ്രത്യേകത? ഞങ്ങളുടെ പാസ്റ്റർമാർ ചെന്ന് സെൻട്രൽ അപ്പച്ചനോട് നുണ പറയുന്നത് പോലെ ചേട്ടന്മാരെ നുണ പറയുന്ന ഒരു പരിപാടിയായിരുന്നു യോസഫിനുള്ളത്. അതുകൊണ്ട് അവന് നെടുമങ്ങാട് ഹല്ലേലൂയ അല്ലേ തിരുവനന്തപുരത്ത് പോത്തീസിൽ നിന്ന് ഒരു നിലയങ്കി കട്ടി. പിന്നെ കാട്ടാക്കട്ടെ എവിടെയോ പോയി ഉപവസിച്ചപ്പോൾ ഒരു ദർശനവും കിട്ടി. അവൻ അപ്പനോട് ചേട്ടന്മാരോട് പറയും വലിയൊരു പട്ടിണിയും വരാൻ പോകുന്നത്. അപ്പോഴേ അവൻ്റെ പോരാട്ടം തുടങ്ങി. ആ സമയത്ത് ഈ കോവിഡ് വരുന്നു. ചേട്ടന്മാരത് അറിഞ്ഞില്ല. ആടുകളുമായിട്ട് എവിടെ പോയെന്നറിയാമോ? കുരിശുമലയുടെ അവിടെ മേഴിക്കാൻ പോയി. ഇപ്പോൾ തമിഴ്നാട്ടിലെയും കേരളത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. 2 മാസമായപ്പോൾ 35,000 കേസ്. ചേട്ടന്മാരുടെ വിവരം ഒന്നും അറിയത്തില്ല. കേസ് കുറഞ്ഞപ്പോൾ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാക്കടി ഒരു പേപ്പർ കൊടുത്തു, ഞങ്ങൾക്ക് ചേട്ടന്മാരെ കാണാൻ കുരിശുമല വരെ പോകണോ. എന്തായാലും കാര്യങ്ങൾ അവർ സൈൻ ചെയ്ത് കൊടുത്തു. യോസഫ് ഒരു പെട്ടിയാട്ടോയ്ക്കകത്ത് അരി പലോഞ്ഞണവും മലക്കറിയായിട്ട് നമ്മുടെ ആറാട്ടുകൂടി കഴിഞ്ഞ് കുരിശുമലയെ കയറി പോവുക. കുരിശുമല ആട്ടോ കയറിയപ്പോൾ ചേട്ടന്മാർ കണ്ട് ഞങ്ങളുടെ പാസ്റ്റർമാരുടെ ഭാഷയെ പറഞ്ഞത് ഇത് സുവർണാവസരം, ഇന്ന് അവനെ ഒതുക്കണം. സന്തോഷമില്ലല്ലോ, സ്വത്രം. എന്താ സംഭവിച്ചതെന്നറിയാമോ? പെട്ടിയാട്ടോയിൽ വന്ന യോസഫിനെ എന്തോ ചെയ്തെന്നറിയാമോ? അരിയും പലോഞ്ഞെണ്ണോ എടുത്തിട്ട് അവൻ്റെ നിലയെങ്കിയും വലിച്ചു കീറിയിട്ട് എന്തോ ഇതെന്നറിയാമോ? അവനെ പൊട്ടക്കിണറ്റിലിട്ടു. കണ്ടോ? വാഗ്ദത്തമുള്ളവൻ ആദ്യം കിടക്കുന്ന പൊട്ടക്കിണറാ. ചേട്ടാ ചേച്ചി, പൊട്ടക്കിണറിൻ്റെ പ്രത്യേകത അവിടെ പല്ലിയുണ്ട്, പാമ്പുണ്ട്, ചെരുപ്പിൻ്റെ വാറുണ്ട്. ഇതൊക്കെയാണ് പൊട്ടക്കിണറിൻ്റെ പ്രത്യേകത. ചേട്ടന്മാർ വിചാരിച്ച് അവൻ ഇവിടെ അവസാനിക്കും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, മിസ്രയീമിൻ്റെ സിംഹാസനത്തിനകത്തിരിക്കേണ്ട ദൈവ പൈതൽ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാലും അതിൻ്റെ നടുവിൽ അവനെ പിടിച്ചുയർത്തിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നിന്നെ തകർക്കുവാൻ ഒരു അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ദുഷ്ടന്റെ ശക്തിക്ക് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു പൊട്ടക്കിണറിന് കഴിയത്തില്ല. ഇന്ന് രാത്രി ദൂതേറ്റെടുത്തുകൊണ്ടേ പോകാവൂ. ചേട്ടന്മാർ നിന്റെ മരണം കാണാൻ കാത്തിരിക്കുക. അപ്പന് നിന്റെ നിലയെങ്കിൽ കൊണ്ടുകൊടുത്ത് അതിനകത്ത് രക്തം പുരട്ടിയേക്ക് വന്യമൃഗം പിടിച്ചെന്ന്. എന്നാ ഹല്ലേലൂയ, ദർശനത്തിനകത്ത് കാറ്റയുടെ ദർശനം കണ്ട് നിവർന്നു നിൽക്കുന്ന ദൈവ പൈതലിനെ
നിന്നെ തകർക്കുവാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഓർക്കണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാർ തള്ളും. അവിടുന്ന് അവൻ എവിടെ കയറി എന്നറിയാമോ? അടിമച്ചന്തയിൽ വന്നു, കാട്ടാക്കടയിലും പനച്ചുമൂടിലും. ഓ ഹല്ലേലൂയ, കൊല തൂക്കുന്നത് പോലെ ഈ ചെറുപ്പക്കാരന് ഒരു തട്ടിക്കകത്തിട്ട് തൂക്കിക്കഴിഞ്ഞു മിദ്യാന്യ കച്ചവടക്കാർ. നാട്ടിൽ അപ്പനിപ്പം മരണവാർത്തയും സ്മരണാഞ്ജലിയൊക്കെ കൊടുത്തിട്ടിരിക്കുക. രണ്ടാമത്തെ സംഭവം, ആ അടിമച്ചന്തയിൽ അവനെ പടപടാ ത്രാസിനകത്ത് തൂക്കി. മൂന്നാമത് അവൻ എവിടെ പോയി? പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ നല്ലൊരമ്മാമയായിരുന്നു. സ്തോത്രം. അൽപകാം കൊടുത്തു, കുഴിമന്തി കൊടുത്തു, പൊരിച്ച കോഴി കൊടുത്തു, ചിക്കൻ 65 കൊടുത്തു. ഞങ്ങളൊക്കെ ആയിരുന്നു അമ്മാമയോട് ചേർന്ന് പ്രൈസലോട് പറഞ്ഞാൽ. പിന്നെ ഒരു സാംസങ് 7 ഗാലക്സിയും മേടിച്ചു കൊടുത്തു. ഞങ്ങളെപ്പോലെ അല്ലായിരുന്നു അമ്മാമ നല്ലതാ പെരിയവരാന്നൊക്കെ പറഞ്ഞാൽ. യോസഫിന് പിടികിട്ടി ഈ അമ്മാമയോട് ഇവിടെ നിന്നാൽ ഞാൻ അക്കരെ നാട്ടിൽ പോകത്തില്ല. പാവപ്പെട്ട യോസഫ് മതിലിയാടി, നാടൻ ഭാഷ പറഞ്ഞാൽ യോസഫിൻ്റെ കയ്യിൽ ഈ അമ്മാമ്മയുടെ ആയിപ്പോയി. അതുകൊണ്ട് ആ കേസ് നിലനിൽക്കത്തില്ലായിരുന്നു. സ്വോത്രം. യോസഫിൻ്റെ ലുങ്കി പേശിയ അമ്മാമ്മയുടെ കയ്യിലായിപ്പോയി. അവസാനം എന്ത് ചെയ്തു? കാരാഗ്രഹത്തിനകത്ത് പോയി വീണു. സഹോദര സഹോദരി, കർത്താവിന് വേണ്ടി ഇറങ്ങിയ ദൈവ പൈതൽ 1 പൊട്ടക്കിണർ, 2 അടിമച്ചന്ത, 3 പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ അപമാനിതനായി, 4 കാരാഗ്രഹത്തിൽ അവൻ കിടക്കുന്നത് പട്ടിണിക്കഞ്ഞ് കുടിക്കുക. നാട്ടുകാരെല്ലാം വിചാരിച്ചവൻ അസ്തമിച്ചു കാണൂ. എന്നാൽ ഇന്ന് രാത്രി പറയണം, വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിൽ കിടന്നാൽ കള്ളിക്കാട് തൊഴിലുറപ്പ് തൊഴിലാളിയല്ല ദൈവം വിടുന്നത്. അന്തഃപുരത്തിനകത്തിരിക്കുന്നവനെ യോസഫിനോടൊപ്പം കാരാഗ്രഹത്തിൽ കൊണ്ടിറക്കി. എന്തിനു വേണ്ടി? അവന്റെ വിടുതലിന് വേണ്ടി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി കരമുയർത്തി പറയണം. ലോകം പറയും ഇമ്പോസിബിൾ ഇമ്പോസിബിൾ, ബട്ട് ടുഡേ ദ കൺവെൻഷൻ ഡേ, ദ ലാസ്റ്റ് ഡേ പറയണം എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. കരമുയർത്തുന്നവർക്കായി ലോകം പറയും നീ പുറത്തു വരത്തില്ല, ചേട്ടന്മാർ പറയും നീ പുറത്തു വരത്തില്ല, നിന്റെ മരണം കാണുവാൻ നാട്ടുകാർ കാംക്ഷിച്ചു നിൽക്കും. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. യോസഫിന്റെ കണ്ണുനീരിനകത്തിറങ്ങിയോ കരം ഇന്ന് രാത്രി ഹല്ലേലൂയ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. അമ്മച്ചി പട്ടിണി കഞ്ഞി കുടിക്കും, അച്ചായ കണ്ണിമാങ്ങ കഴിക്കും, നാട്ടുകാരെല്ലാം മറന്നുപോയി. നിന്റെ കാലിലിടാൻ ഒരു ചെരുപ്പ് കാണത്തില്ല, ഉടുക്കാൻ നല്ല തുണികൾ കാണത്തില്ല. പക്ഷേ നീ കഷ്ടത അനുഭവിക്കുമ്പോൾ നിനക്ക് ദർശനം തന്ന നാഥൻ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഇരിക്കാൻ നിനക്കൊരു ചെയർ ഒരുക്കിക്കൊണ്ടിരിക്കുക. നിന്നെ ധരിപ്പിക്കുവാൻ സ്വർണ്ണ സരിപ്പള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചേട്ടന്മാര് നിനക്ക് വേണ്ടി നിലയങ്കി മാറ്റിയപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് മേൽത്തരമായ അങ്കി നിനക്ക് വേണ്ടി കാത്തിരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പരാജയത്തോടെ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് പോകരുത്. ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, നാരകത്തിന് കൂടി പറയും നീ പുറത്തു വരത്തില്ലെന്ന്. ചേട്ടന്മാർ മതിൽ കെട്ടും, ദുഷ്ടപിശാച് മതിൽ കെട്ടും, അന്ധകാര ശക്തികൾ മതിൽ കെട്ടും. എന്നാൽ പ്രാർത്ഥിക്കുന്നവന് ദുഷ്ടൻ കെട്ടിയ മതിലിനകത്തുകൂടി പുറത്തേക്ക് കൊണ്ടുവരുവാ. യോസഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി കെട്ടിയായെങ്കിൽ ഇന്ന് രാത്രി ആരൊക്കെ അവനെതിരെ വേലി കെട്ടിയാലും അതിൻ്റെ നടുവിൽ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. യോസഫിന്റെ കണ്ണുനീരിനകത്തിറങ്ങിയ ഒരു കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി പറ, ചേട്ടന്മാർ തള്ളിക്കളയും, ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. അപ്പൻ്റെ മുമ്പിൽ നിരണ്ട ചരമത്തിൻ്റെ ഫോട്ടോ കൊണ്ട് കൊടുക്കുക. പക്ഷെ ഇതിൻ്റെ നടുവിൽ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഒരു ഉപപ്രധാനമന്ത്രിയെ നിനക്കൊരു ചെയർ ഒരുങ്ങിയെങ്കിൽ പൊട്ടക്കിണർ നിന്നെ തകർക്കത്തില്ല, അടിമച്ചന്ത നിന്നെ തീർക്കത്തില്ല. പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ അപമാനിതനായാലും കാരാഗ്രഹത്തിനകത്ത് ഞാൻ കഞ്ഞി കുടിച്ചാലും മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന എന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയെങ്കിൽ ആദിയെങ്കിൽ കൈപ്പെങ്കിലും ആദ്യത്തതിൽ കൊട്ടാരത്തിനകത്ത് ചെയറിനകത്ത് കൊണ്ടിരുത്തുവാ സർവശക്തനായ ദൈവത്തിന്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പറയണ വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല. അല്പം കഴിഞ്ഞാലും നിന്റെ കണ്ണുനീരിന് മറുപടി വരും. സഹോദരി, നിന്റെ ഉപവാസത്തിന് മറുപടി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. ആ യോഹന്നാൻ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഡൊമേഷൻ കൊടുക്ക കൽപ്പന അവൻ നാട് കടത്തണം. നാട് കടത്തിയ സ്ഥലം ഗ്രീസിലെ ഏതൻസ്. ഏതൻസിന്റെ തലസ്ഥാനമാ ഗ്രീസിന്റെ തലസ്ഥാനം ഏതൻസിൽ ഒരു നദി ഒഴുകുന്നു 60 മൈൽ. അതിൻ്റെ പേരാ തേംസ് നദി. അതിൻ്റെ നടുവിൽ പൂവാറിൽ ദ്വീപ് കിട്ടുന്ന ഒരു ദ്വീപുണ്ട്. അതിൻ്റെ പേരാ പത്മോസ്. 16 നീളം 10 വീതി. 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്നു. അവിടേക്ക് യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുപോകുന്നു. യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുപോയി എന്താ ഒരു പോലീസ് വണ്ടിക്കകത്ത് ലോകപ്പിനകത്ത് പ്രതിയെ തല്ലുന്നത് പോലെ തള്ളി യോഹന്നാൻ അപ്പോസ്തലൻ അവിടേക്ക് വലിച്ചിട്ടു. കാരാഗ്രഹത്തിൻ്റെ പാളികൾ അടഞ്ഞു. 5 കാഴ്ചകൾ അവിടെ. ആകാശമുട്ട കരിമ്പന പച്ചമനുഷ്യനെ കൊത്തിത്തിരുവാൻ
നിൽക്കുന്ന കഴുകൻ, മനുഷ്യന്റെ അസ്ഥികഷം മാറുന്നു തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം അവിടെ. പാറക്കൂട്ടങ്ങളുടെ നടുവിൽ വയോധികൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകാൻ സാധ്യത. എങ്കിലും കാൽവറിയുടെ ദർശനം കണ്ടവൻ ഏത് പ്രതിസന്ധി വന്നാലും മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കും. മാതാവേ, സഹോദര സഹോദരി, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുമ്പോൾ സ്വർഗമുഖത്തേക്ക് നോക്കി കരയണം. ഈ രാത്രി അവങ്കലേക്ക് നോക്കിയവർ നാരകത്തിൻ കുഴിയിൽ പ്രകാശിതരായി. പൂടനാട് അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു. സ്വർഗം അവന് വേണ്ടി തുറക്കുന്ന ആ ദിവ്യ ദർശനമാ 139 മുള്ളുള്ള 139 മുൾക്കിരീടം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നിർണായകമായി 39 അടികൾ ഏറ്റുവാങ്ങി. പെരിട്ടോറിയസിന്റെ ചാട്ടവാറിൽ ഈയക്കട്ടയും വാളച്ചൂണ്ടയോ ശരീരമാകെ കീറി മുറിച്ച യോഹന്നാൻ പത്മോസിൽ കാണുന്നത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുള്ളിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ. അത് കണ്ട് യോഹന്നാൻ മുട്ടുമടക്കി കരമിറങ്ങി, കുഞ്ഞേ ഭാരപ്പെടണ്ട, ആദ്യനും അന്ത്യനും ഞാൻ, ആൽഫയും ഒമേഗയും ഞാൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവൻ എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം അപ്പോക്യാലിപ്സ്. രംഗപടത്തിന് പിൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. അതിനകത്ത് യോഹന്നാനോട് സ്വർഗം പറഞ്ഞു, വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രയേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിന്റെ നേതൃത്വവും അന്തിമയുദ്ധവും, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ, 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ. അത് കഴിഞ്ഞിട്ട് 18 മഗതിയാം ബാബിലോൺ, 17 മഗതിയാം ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണവും വന്നു തന്റെ കാന്തയും തന്നെത്താൻ. 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നിർണായകമായ ഹർമഗദോൻ യുദ്ധം, 21 പുതിയ ആകാശം പുതിയ ഭൂമി, 22 പുസ്തകം അവസാനിക്കുമ്പോൾ യോഹന്നാനോട് സ്വർഗം പറയുന്നു, എഴുതി നിർത്താൻ കുഞ്ഞ്, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, നീതിമാൻ ദൈവസന്നിധിയിൽ താഴട്ടെ, സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇതാ ഞാൻ വേഗം വരുന്നു. ഇതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേകത. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് വെളിപ്പാട് 13:7, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുക. ഇനി വിശുദ്ധ ബൈബിൾ ശ്രദ്ധയോടെ ഇരിക്കണം. നല്ല സമയം പാസ് തന്നിട്ടുണ്ട്. നാളെ ഇനി യോഗവുമില്ല. വെളിപ്പാട് 13:7. ബൈബിളിനകത്ത് 10 യുഗമുണ്ട്. 1 ദൂതന്മാരുടെ യുഗം. അനാദി നിത്യതയിൽ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. അതിനകത്ത് ഒരു ആരാധന ലീഡർ ഉണ്ട്. അവന്റെ പേരായിരുന്നു ലൂസിഫർ. അവൻ ദൈവത്തോട് മരുതലിച്ചു, ഞാൻ സിംഹാസനത്തിലിരിക്കും, അത്യുന്നതന്റെ കരത്തിന്റെ മേളിൽ ഞാൻ ചലിക്കും. അങ്ങനെ അവൻ വെട്ടേറ്റ് വീണത്. യശയ്യാപ്രവചനം, അരുണോദയപുത്രനായ ശുക്രാ നീ വെട്ടേറ്റ് വീണത് എങ്ങനെ? 2 നിൽക്കൽ മഷയുഗം. ആദമേ കുടുംബം പാപം ചെയ്ത്. ഇന്നലെ ഞാൻ പറഞ്ഞു തോട്ടത്തിൽ. 3 മനസാക്ഷി യുഗം. ആദം കായിൻ ഹാബേലിനെ കൊല്ലുന്നു. നിന്റെ സഹോദരനായ ഹാബേൽ എവിടെയെന്ന് ചോദിക്കുന്നു. 4 ന്യായപ്രമാണ യുഗം. സീനായുടെ മടിത്തട്ടിൽ മോശയെ കൊണ്ടുപോയി 780 പ്രമാണം, 10 കൽപ്പന, എന്ത് കുടിക്കണം എന്ത് കുടിക്കണം. ന്യായപ്രമാണത്തിന്റെ അവസാന കണ്ണിയായി ഒരുവൻ വരുന്നു, സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാനും യേശുവും ചേർന്നൊരു കാലം ആ സങ്കല്പയുഗം. സങ്കല്പയുഗത്തിന്റെ പ്രത്യേകത, സങ്കല്പയുഗത്തിൽ ഒരു കാര്യം നടന്നു, യോഹന്നാന്റെ തലയറുത്തു, യേശു മിനിസ്ട്രി ഏറ്റു. സങ്കല്പയുഗത്തിന്റെ അവസാനത്തെ കണ്ണിയായി യേശു 2000 ചില്ലുവാനം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നാഥൻ പരമയാഗമായി. അവൻ അടുത്തത് പരമയാഗമായതിനു ശേഷം മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ പാർത്തു. 40-ാം ദിവസം ഉലൂമലയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ കരം വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ അങ്ങ് പോകുക. അത് കണ്ടിട്ട് യേശു ആരാംസെ ചലാകിയ പരമേശ്വർക്ക് മഹിമാമേ. അവൻ മേഘത്തട്ടുകളിൽ എടുപ്പകെട്ടു. സെൻട്രൽ പാസ് മരിച്ചപ്പം കൊച്ചുപാസന്മാരെല്ലാം ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുക. ഇനി എന്തോ വേണം. ഉടനെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, യേശു ഒരു കാര്യം പറഞ്ഞു, വെറുതെ ഇവിടെ നിന്ന് നോക്കാതെ യഹൂദിയയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷത്തിന്റെ സാക്ഷികളാകുക. അപ്പോൾ ദൂതൻ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, ഗലീല പുരുഷന്മാരെ, ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും ദൂതന്മാരുടെ സാക്ഷ്യം. ക്ലിയർ.
അതിനുശേഷം 120 പേർ പെന്തിക്കോസ് പെരുന്നാളിൽ 40 ദിവസം കഴിഞ്ഞു. 50-ാം ദിവസം ഹല്ലേലൂയ 10 ദിവസം വഴിദൂരം 240 മണിക്കൂർ കഴിഞ്ഞപ്പോൾ യോവേലിന്റെ ഒരു പ്രവചനം ഇവിടെ നിവർത്തിയായി. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ഈ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾ ദർശനങ്ങൾ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ, മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും. നാഥന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇതെവിടാ തുടങ്ങിയതെന്നറിയോ? ഇത് സിയോൻ മാളിക മുറിയിൽ. ഈ യുഗത്തിന്റെ പേരാ കൃപായുഗം. അങ്ങനെയെങ്കിൽ കൃപായുഗം ആരംഭിച്ചത് സെൻട്രൽ പാസ്റ്ററിലാണോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരിലാണോ? അതിലൊന്നുമല്ല. കൃപായുഗം ആരംഭിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നിലനിൽക്കുമ്പോൾ ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അതുകൊണ്ട് കോരിന്ത്യ ലേഖനം, ദൈവദാസന്മാരെ, ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. എത്ര ക്ലിയർ! പരിശുദ്ധാത്മ ശക്തി മാറും. ഉയരത്തിലെ ശക്തി വരുമ്പോൾ നാം രൂപാന്തരപ്പെടും. ഫിലിപ്പിയ ലേഖനം 3:21, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം രൂപാന്തരപ്പെട്ട് പ്രിയനോട് ചേരും. അതിന് വിളിക്കുന്ന പേരാ സഭയുടെ ഉൽപ്രാപണം. പെന്തിക്കോസ് അല്ല, CSI അല്ല, മർത്തോമയല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാ ദൈവസഭ. അത് കഴിഞ്ഞാൽ ഒരന്തിമ യുദ്ധം നടക്കും. അത് കഴിഞ്ഞ് ലോകത്തെ ഭരിക്കുവാൻ ഒരുവൻ വരും, എതിർ ക്രിസ്തു. ആ യുഗങ്ങളാ മുമ്പോട്ട് ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യ യുഗങ്ങൾ. ഇനി ബൈബിളും യുദ്ധങ്ങളും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കണം. വിശുദ്ധ ബൈബിളിൽ വരാൻ പോകുന്ന യുദ്ധങ്ങളെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1905 എല്ലാവരും കേൾക്കണം. ആദ്യം ഒരു യുദ്ധം ഉണ്ടായി, റഷ്യ ജപ്പാൻ യുദ്ധം. റഷ്യയും ജപ്പാനും റൂസോ ജപ്പാൻ വാർ എന്നാണ് വിളിക്കുന്നത്. വലിയ ശക്തിയായ ആ ജപ്പാൻ റഷ്യയെ ജപ്പാൻ അടിച്ചു. അവസാനം റഷ്യ വീണുപോയി, ജപ്പാനാ ജയിച്ചത്. ഭയങ്കര സംഭവമായിരുന്നു 1905. 1914 മുതൽ 17 വരെ 1-ാം ലോക മഹായുദ്ധം നടന്നു. അന്ന് 3 സംഭവങ്ങൾ. 1, റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം. 2, ഒരു മഹാവ്യാധി. അന്ന് 1-ാം ലോക മഹായുദ്ധത്തിൽ വന്നു സ്പാനിഷ് ഫ്ലൂ. 3, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ എന്ന് പറഞ്ഞ യഹൂദൻ ആദ്യമായി ചെടി കുഴിച്ചു വെക്കുന്നത് 1917 നവംബർ 11 രാത്രി 12 ബാൽഫോർ ഡിക്ലറേഷൻ. ബൈബിളും പ്രവചനം എല്ലാവരും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. 1939 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം. 2-ാം ലോക മഹായുദ്ധത്തിൽ ഒരു സംഭവം ഉണ്ടായി. ആറ്റം ബോംബ് വികസിപ്പിച്ച ഒരു യഹൂദ ശാസ്ത്രജ്ഞന, അവൻ്റെ പേരാ ടിക്കോ ഫെർമി, ചിക്കാഗോ സർവകലാശാല. അവൻ ഹാരിയസ് ട്രൂമാൻ എന്ന അമേരിക്കയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തോട് പറയും, സാറേ ഞങ്ങൾക്ക് ഒരു ദേശമില്ല, ഞങ്ങൾക്ക് ദേശം തരാൻ പറഞ്ഞു. ബ്രിട്ടനും അമേരിക്കയും കൂടെ ചേർന്ന് അബ്രഹാം കാൽ ചവിട്ടിയ ദേശമായ കനാൻ ആർക്ക് കൊടുത്തു? യഹൂദന്മാർക്ക് കൊടുത്തു. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളർത്തു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. ഇവിടെ ചെറുപ്പക്കാരും ദൈവ കുഞ്ഞുങ്ങളും പഠിക്കുന്നവർ, അന്നേ ഇസ്രയേൽ സ്വതന്ത്രമായപ്പോൾ ലൂക്കോസിൽ എഴുതിയിട്ടുണ്ട്, അത്തി മുതലായ വൃക്ഷങ്ങൾ. അതിൻ്റെ തലേവർഷം ഇന്ത്യയും സ്വതന്ത്രമായി. അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ ഒരു വേനൽ വരുന്നു. അന്നത്തെ ഇസ്രയേൽ സംഭവം. ഞാൻ പോകുന്ന ഉക്രൈനിലേക്കാണ്. 22,160 കിലോമീറ്റർ ഇന്നത്തെ ഇസ്രയേൽ 6 ഡിസ്ട്രിക്ട്. അതിൻ്റെ അപ്പുറത്തൊരു സംഭവമുണ്ട്, 6,750 കിലോമീറ്റർ പലസ്തീൻ. അതിനകത്ത് 2 സ്ഥലമേ ഉള്ളൂ. ഒന്നിൻ്റെ പേര് റമല്ല, മറ്റേതിൻ്റെ പേര് വെസ്റ്റ് ബാങ്ക്. ഇസ്രയേലിലെ ഒരു അതിർത്തി മെഡിറ്ററേനിയൻ കടലിൽ 5 ഭാഗമുണ്ട്. അഷ്കലോനുണ്ട്, അഷ്തോദുണ്ട്, ലൂദുണ്ട്, കിര്യാത് ഘട്ടുണ്ട്, ബേർഷബയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് 374 കിലോമീറ്റർ ഒരു സ്ഥലമുണ്ട്. അതാ ഇന്ന് അടി നടക്കുന്ന ഗാസ. ഗാസയിൽ 2 പട്ടണങ്ങളാണ് ഉള്ളത്. 1 ജാഫ്ലിയ, 2 റാഫ. ബൈബിളും ചരിത്രവും. ഇവിടെ വെള്ളറടെ നിന്ന് നിങ്ങൾ അങ്ങോട്ട് പോയാൽ ഒരു കാര്യം പറഞ്ഞുതരാം. വെള്ളറട കഴിഞ്ഞാൽ പനച്ചുമൂട്, പനച്ചുമൂട് കഴിഞ്ഞാൽ ചെറിയ കൊല്ല, അത് കഴിഞ്ഞ് പുലിയൂർശാല, അത് കഴിഞ്ഞ് കാരക്കോണം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തമിഴ്നാടാകും, പളുകലാവും. അത് കഴിഞ്ഞിട്ട് മഞ്ഞാലിമൂടാകും, പ്രാഗലാകും. ഇതെല്ലാം മേൽപ്പാറ, മേൽപ്പുറം, മുക്കൂട്ടുകലെല്ലാം തമിഴ്നാടാവും. ഇതുപോലാണ് ഇസ്രയേലിൻ്റെ മറ്റൊരു അതിർത്തിയ ഗാസ. അന്നൊരു പ്രശ്നമുണ്ടായി. 671 കിലോമീറ്റർ കിഴക്കൻ ജെറുസലേമാ. ഇതാരുടെ കയ്യിലായിരുന്നു? UN-ന്റെ കയ്യിലും ജോർദാന്റെ കയ്യിലും അറബിയുടെ കയ്യിലുമാണ്. ഇത് അന്ന് അവർ പതിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടിരുന്നു. 48 കഴിഞ്ഞ് 57 ബൈബിളും യുദ്ധങ്ങളും. 57 സൂയസ് കനാലിന് വേണ്ടി ഈജിപ്തുമായിട്ട് ഇസ്രായേൽ യുദ്ധമായി. അതിനുശേഷം 61 എല്ലാവരും കേൾക്കണം, 2 യുദ്ധങ്ങൾ, അമേരിക്ക വിയറ്റ്നാം, ഇന്ത്യയും ചൈനയും. 67 അറബ് ഇസ്രായേൽ വാർ. അതൊരു ഭയങ്കര സംഭവം. 19-ാമത്തെ വയസ്സിൽ ഇവൻ എല്ലാത്തിനെയും അടിച്ചു. അന്ന് ഈ ജെറുസലേം അവൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. ഇതാണ് അന്തിമ
യുദ്ധം ജെറുസലേമിന് വേണ്ടി. ജെറുസലേം 67 ആരുടെ കയ്യിലായി? ഇസ്രയേലിന്റെ കയ്യിലായി. ബൈബിളും യുദ്ധവും. 1971 ഇന്ത്യ പാകിസ്ഥാൻ. 1970 മുതൽ 80 വരെ 10 വർഷം ഇറാനും ഇറാഖും. അന്ന് മലയാളം വാർത്ത റേഡിയോ കേൾക്കുന്നവർ ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്. സുഷമ്മ വാർത്തകൾ വായിക്കുന്നത് സുഷമ്മ. പഴയ അപ്പച്ചന്മാർ കേട്ടിട്ടുണ്ട്, ഇറാന്റെ മണ്ടയ്ക്ക് ഇറാഖ് ബോംബിട്ടു. കേട്ടവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. പണ്ടത്തെ കാലത്ത് TV ഇല്ല, അന്നേരം സുഷമ്മയുടെ വാർത്ത രാമേന്ദ്രന്റെ വയലും വീടും. കേട്ടവർക്കായി. ഇന്ന് റേഡിയോയും ഇല്ല, രാമേന്ദ്രനും ഇല്ല, സുഷമ്മയില്ല. സ്വോത്രം. അന്ന് പത്രവാർത്തയാണ്. 10 വർഷത്തെ യുദ്ധമായിരുന്നു. 1973 അടുത്ത യുദ്ധം വന്ന് യോം കിപ്പർ വാർ. ഇസ്രയേലും അറബ് രാജ്യങ്ങളും. 90-ൽ ഒരു യുദ്ധം ഇവിടെ നടന്നു. അതിന്റെ പേരാ കുവൈറ്റ് ഇറാഖ് യുദ്ധം. 2 വർഷം കൊണ്ട് അമേരിക്ക ഇറാഖിനെ ഒരു പരുവാക്കി. 92 ആയപ്പോൾ കുവൈറ്റൊക്കെ വിഞ്ഞ് യുദ്ധം കഴിഞ്ഞു. പിന്നെ നമ്മൾ വലിയ സ്വസ്ഥമായിട്ട് പോയതാണ്. 92 കഴിഞ്ഞു, 2002, 2012, 2022, 30 വർഷം ലോകത്തിൽ വലിയ യുദ്ധമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് അമറാച്ചാനും തോമാച്ചാനും ചില രാജ്യങ്ങളിൽ ഇച്ചിരി കയ്യാല മാന്തത്തെ ഉള്ളായിരുന്നു, വേറെ അടിയില്ലായിരുന്നു. സ്വോത്രം. എന്നാൽ 2022 ഫെബ്രുവരി മാസം 22-ാം തീയതി നാരകത്തിൽ കൂടി നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ 29 മാസമായി ഒരു യുദ്ധം നടക്കുന്നു. റഷ്യ ഉക്രൈനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും പത്രത്തിൽ ഇതെവിടേക്ക് പോകും? ഇസ്രയേലിലേക്ക് പോകും. അതിനുവേണ്ടിയായി ഈ പ്രസംഗം. എന്താ റഷ്യ ഉക്രൈൻ വിഷയം? എല്ലാവരും കേൾക്കണം. ലോകത്തിലെ 2 വൻ ശക്തികൾ. ഒന്നേ അമേരിക്ക. അമേരിക്കയ്ക്ക് 51 സ്റ്റേറ്റുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാ നാറ്റോ സഖ്യം. അതിനോടനുബന്ധിച്ച് റഷ്യ 2ാമത്തെ രാഷ്ട്രമാണ്. അവരാ 2ാം ശക്തി. USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. അതിന്റെ പ്രത്യേകത എന്താ? 1987 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിന്റെ പേര് മീഖായൽ ഗർബച്ചോവ്. അദ്ദേഹം കൊണ്ടുവന്നത് ഗ്ലാസ് ടെസ്റ്റ് പെരിസ്ട്രോയിക്ക. CPIക്കാർക്ക് CPMമാർക്ക് പറയാം. അതിന്റെ പേരാ 4ാം ലോക സിദ്ധാന്തം. അതിനിവിടെ ഭയങ്കര ചർച്ച നടന്ന സംഭവം ഗ്ലാസ് ടെസ്റ്റ് പെരിസ്ട്രോയിക്ക. അന്ന് എന്താ ഒരു കാര്യം നടന്നേ അറിയാവോ? അദ്ദേഹത്തിന്റെ കീഴിൽ 30 അഡ്വൈസർമാരുണ്ടായിരുന്നു. ആരുടെ പേരിലാണ്? അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് മീഖായൽ ഗർബച്ചോവ്. അദ്ദേഹത്തിനോട് അവരെല്ലാം പറയും, സാറേ ഇവിടെ ജനം കൂടുന്നു, ഭയങ്കര ജനം, റേഷൻ ഇല്ല, പലോഞ്ഞണം ഇല്ല, പ്രശ്നവും. അതുകൊണ്ട് ഓരോന്ന് വെട്ടിമുറിച്ച് അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. അന്ന് റഷ്യയെ 15ആയി വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അർമീനിയ, ജോർജിയ, ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ. 15ആയിട്ട് റഷ്യയെ വെട്ടിമുറിച്ചു. നമുക്ക് സന്തോഷമില്ലല്ലോ. പണ്ട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പോകുമ്പോൾ ഇതൊക്കെ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ പിള്ളേർ കാക്കത്തില്ല, മാവേറിയാൻ പോകും. സ്വോത്രം. പിന്നെ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്താ? സ്വോത്രം. ഇതെല്ലാം എഴുതിയെടുക്കണം. 15ആയി റഷ്യയെ വെട്ടിമുറിച്ചു. അതിന്റെ നടുവിൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. റഷ്യയിലെ പ്രസിഡന്റ്, കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് മീഖായൽ ഗർബച്ചോവ്. അദ്ദേഹത്തെ ക്രെംലിൻ കൊട്ടാരത്തിൽ അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് രാവിലെ വണ്ടി വരും ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ, കൊട്ടാരത്തിൽ കൊണ്ടുപോകാൻ. അദ്ദേഹത്തിന് വണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുറിയുടെ പുറത്തൊരു മുറിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റൈസ ഗർബച്ചോവ്. എല്ലാവരും ഈ കഥ ശ്രദ്ധിക്കണം. അവർ മുട്ടുമടക്കി കരയും. അവർ റഷ്യൻ ഓർത്തഡോക്സ്കാരിയായിരുന്നു. അവരോട് മീഖായൽ ഗർബച്ചോവ് ചോദിച്ചു, നീ എന്തിനാ ഞാൻ കൊട്ടാരത്തിൽ പോകുമ്പോൾ കരയുന്നത്? ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കളെ റഷ്യയുടെ പ്രസിഡന്റ് ആക്കിയത് സ്വർഗത്തിലെ ദൈവമാ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. സ്വോത്രം. ആ സഹോദരി നല്ലൊരു സ്ത്രീയായിരുന്നു. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തന്റെ ഭർത്താവിന് വേണ്ടി. റിസൾട്ട് എന്താ? മീഖായൽ ഗർബച്ചോവ് എന്ത് ചെയ്തെന്നറിയാമോ? ഭരണം വിട്ടു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കരമുയരുന്നില്ലല്ലോ. നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമെങ്കിൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിടുതൽ തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഒരു സഭയുടെ പ്രാർത്ഥനയല്ല, ഒരു സഹോദരി തന്റെ പ്രിയതമന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ കാലം അവസാനിക്കുന്നതിന് മുമ്പ് റഷ്യയുടെ പ്രസിഡന്റ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇന്ന് രാത്രി ഹൃദയം നുറുങ്ങി രാത്രിയുടെ യാമങ്ങളിൽ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിലവിളിക്കുമ്പോൾ, യാമങ്ങൾ നിന്റെ മുൻപിൽ അടഞ്ഞു മാറുമ്പോൾ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നിന്റെ അന്തരംഗങ്ങളെ കണ്ടുകൊണ്ട് നിന്റെ ഭർത്താവിനെ നിത്യതയിലേക്ക് കൊണ്ടുവരുവാൻ, നിന്റെ ഭാര്യയെ കൊണ്ടുപോകുവാൻ, നിന്റെ തകർന്ന ജീവിതങ്ങളെ മടക്കി ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ അമ്മച്ചി കണ്ണുനീരിന് കഴിയും. കരമുയരുന്നില്ല. അച്ചായാ നിന്റെ കണ്ണുനീരിന് കഴിയും. പോസ്റ്റ് ഇടുന്നതല്ല വലുത്, ദൈവദാസന്മാരെ ചെവി പറയുന്നതല്ല വലുത്, തൂണ്ടെഴുതി കൊടുക്കുന്നതല്ല വലുത്. ഹൃദയം നുറുങ്ങി നിലവിളിക്കുമെങ്കിൽ നിന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കുടിലിനകത്തിറങ്ങി വരും. അതാ റഷ്യയുടെ പ്രസിഡന്റ് മീഖായൽ ഗർബച്ചോവ്. സ്വോത്രം. എന്താ റഷ്യ ഉക്രൈൻ പ്രശ്നം? ഇനി നോക്കിക്കോണം. 2010 ഉക്രൈനിലൊരു ഭരണാധികാരി വന്ന, ആ ഭരണാധികാരിയുടെ പേരായിരുന്നു ആരാ? വ്ളാഡിമർ സെലൻസ്കി. സെലൻസ്കിയുടെ പ്രത്യേകത എന്തോ? അവനൊരു യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു. യഹൂദന്റെ പ്രത്യാശ എന്താണെന്നറിയാമോ? അവൻ ആരുമായിട്ട് അടുപ്പം?
അമേരിക്കയായിട്ട് അടുപ്പം. 2013 അമേരിക്കയുടെ പ്രസിഡന്റ്, എല്ലാവരും കേൾക്കണം ബൈബിള്. 2013 അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആരായിരുന്നു? അന്നത്തെ പ്രസിഡന്റ് ബരാക് ഒബാമ. ബരാക് ഒബാമയോട് ഒരു സാറേ ഏതാണ്ട് ലെറ്റർ തരാം, ഞങ്ങളെ കൂടെ നാറ്റോയിൽ ചേർക്കണം. ഇവിടുത്തെ ഒരു സ്വതന്ത്ര സഭ IPAയോട് ചേരാൻ ലെറ്റർ കൊടുക്കുന്നതിൽ ഈ റഷ്യയുടെ ലെറ്റർ, ഇവന്റെ ലെറ്റർ, ഉക്രൈൻ്റെ ലെറ്റർ കൊടുത്തു. അദ്ദേഹം പറഞ്ഞ് നടക്കത്തില്ല. 2016 അമേരിക്കയിൽ വായാടി ട്രംപ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിലും കൊടുത്തു, കയറ്റത്തില്ല. 2020 ജോ ബൈഡന്റെ കയ്യിൽ കൊടുത്തു, ഞങ്ങളെ അമേരിക്കയോട് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയന്റെ കത്ത് കൊടുത്തു. അപ്പൊ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പിടികിട്ടി, ഇവൻ മതിൽ ചാടും. സന്തോഷമില്ലല്ലോ? ഇന്ന് IPC, നാളെ ചർച്ചക്കോടും, മറ്റന്നാ ഷാരൂൺ, അത് കഴിഞ്ഞ് IPA ഒന്നുമില്ല, CSAയിലെങ്കിലും കയറും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അത് കണ്ടിട്ട് റഷ്യയുടെ പ്രസിഡന്റിന് പിടികിട്ട് കാര്യങ്ങൾ ഇവന്റെ കയ്യിൽ. അതിനാസ്പദമായി കഴിഞ്ഞ നമ്മുടെ ഈ IPA കൺവെൻഷൻ നടക്കുമ്പോൾ 29 മാസമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഇപ്പോൾ ഉക്രൈനെ ആക്രമിക്കാൻ മെയിൻ കാരണം 3 കാര്യം. ഒന്ന്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്ന നദി നിപ്പർ നദി, നല്ല സുന്ദരമായ വെള്ളം, നെയ്യാറല്ല, ആ വെള്ളം കുപ്പിയിലടച്ച കാശ. 2, നാട്ടുകാരും വീട്ടുകാരും ശ്രദ്ധിക്കണം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ 2ാമത്തെ ഗോതമ്പ് കൃഷി ചെയ്യുന്ന രാഷ്ട്രം ആരാ? ഉക്രൈന. 1ാം നമ്പർ റഷ്യ. ഇവർ രണ്ടുകൂടെ ചേർന്നാൽ ആഗോള വ്യാപകമായി ഗോതമ്പിന്റെ വിപണി ഇവരുടെ കയ്യിലെത്തും. എൻ്റെ പൊന്നമ്മാമ്മയെ, പൊന്നു ചേച്ചി, എന്നീ റഷ്യ ഉക്രൈൻ്റെ അടി തുടങ്ങിയോ നമ്മുടെ റേഷൻ കടയിൽ ആട്ടപ്പൊടിയും തീർന്ന്. കാര്യം ഉയരുന്നില്ലല്ലോ സ്വോത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ നെടുമങ്ങാടുകാരൻ സിവിൽ സപ്ലൈസ് മന്ത്രി സഖാവ് GR അനിൽ പറഞ്ഞ് ചുമ്മാതെ സമരം ഉണ്ടാക്കേണ്ട, ആട്ടപ്പൊടി കിട്ടത്തില്ലെന്ന് കേന്ദ്രത്തെ. സ്വോത്രം. അന്ന് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ആട്ടപ്പൊടി നിർത്തി. 3ാമത്തെ കാര്യം, ഇന്ന് റഷ്യയിൽ ആണവ പ്ലാന്റ് ചൊർണോബ്, വെള്ളറുടെ KSRTC ബസ് കട്ടപ്പുറത്തിരിക്കുന്നവരിയ്ക്കുക. അങ്ങനെയെങ്കിൽ ഉക്രൈനിൽ ഒരു ആണവ നിലയമുണ്ട്, സബ്രോഷ്യ ആണവ നിലയം. ഇതിനു വേണ്ടിയാണ് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത്. 1, വെള്ളം, 2, ആണവ നിലയം, 3, ഗോതമ്പ്. 29 മാസമായി ഈ യുദ്ധം അവസാനിക്കുമോ? സ്വോത്രം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് റഷ്യ അമേരിക്ക ഉക്രൈനെ കയ്യിൽ വെക്കുന്നില്ല? ഇത് ഒരു കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല. ഏഷ്യാനെറ്റ് വാർത്ത വായിക്കുന്ന ബിനുവിനോ, മാതൃഭൂമിയിലെ സ്മൃതിക്കോ, അല്ലെങ്കിൽ 24 PP ജെയിംസിനോ, അല്ലെങ്കിൽ മീഡിയ 1 നിഷാദിനോ, മനോരമയിലെ ജോണി ലൂക്കോസിനോ അറിയത്തില്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മനസ്സിലാക്കണം. 1971 UN ഒരു കരാറുണ്ട്. ആ കരാറിൻ്റെ പേരാ ജോൺ എഫ് കെന്നഡി കരാർ. അതിൻ്റെ പ്രത്യേകത, റഷ്യയുടെ ചുറ്റുമുള്ള ഒറ്റ രാജ്യങ്ങളിൽ നാറ്റോയിൽ ചേരാൻ അനുമതി UN കൊടുക്കരുത്. കാര്യം, അമേരിക്കയുടെ കസ്റ്റഡിയിൽ റഷ്യയുടെ ഒരു രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ അമേരിക്ക നമ്മുടെ ഇവിടെ മൊബൈൽ ടവർ കൊണ്ടുവെക്കുന്നതിൽ ഒരു ടവർ അവിടെ വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ കാര്യം എല്ലാം പോയി. ഇവിടുന്ന് ചിന്നമ്മ സിസ്റ്റർ ഭർത്താവിന് ദുബായിലേക്ക് അയക്കുന്ന വാട്സപ്പ് ഹാക്ക് ചെയ്യുന്ന പോലെ അമേരിക്കക്കാരൻ റഷ്യയുടെ എല്ലാ പരിപാടിയും ഹാക്ക് ചെയ്യും. പറയാം, ഈ ദിവസങ്ങളിൽ എല്ലാവരും കേൾക്കണം. തിരുവനന്തപുരംകാർ എന്താ അർത്ഥമെന്നറിയാമോ? ഇവിടെ തമിഴ്നാട് തൊട്ടടുത്ത് രാമേശ്വരം, അവിടുന്ന് 7 മണിക്കൂർ സ്പീഡ് ബോട്ടിൽ പോയാൽ ശ്രീലങ്കയിലെത്താം. ശ്രീലങ്കയിൽ ഇപ്പോൾ ഒരു തുറമുഖം വന്നിട്ടുണ്ട്, അദാനിയല്ല പണിഞ്ഞത്. ആ തുറമുഖത്തിൻ്റെ പേര് ഹമ്പൻ തോട്ട തുറമുഖം, ചൈന. ഈ അടുത്ത ദിവസങ്ങളിൽ ചൈനയുടെ ഒരു കപ്പൽ അവിടെ വന്നു. ആ കപ്പലിൻ്റെ പേര് ചാരക്കപ്പൽ യുവാങ് 5, ഭയങ്കര ഇന്റർനെറ്റ് സംവിധാനം. അത് വന്നപ്പോൾ ഇന്ത്യക്കാർ ഞെട്ടിപ്പോയി. കാര്യം എന്താ? ആ കപ്പലിൽ നിന്ന് ഒരു സാറ്റലൈറ്റ് മേളിലോട്ട് വെച്ചാൽ എല്ലാ കാര്യം കൂടെയും തിരുവനന്തപുരം എയർപോർട്ട്, ചാക്കയിലെ ബ്രഹ്മോസിൻ്റെ പ്ലാന്റ്, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്, നെടുമങ്ങാട് വലിയമല ISROയുടെ കേന്ദ്രം, അത് കഴിഞ്ഞ് ആണവ നിലയം, കൂടംകുളം, ഇവരുടെ എല്ലാ സന്ദേശവും സാറ്റലൈറ്റ് വഴി എടുക്കും. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീലങ്കയോട് പറഞ്ഞു, എങ്ങനെയാ കപ്പൽ ഇവിടുന്ന് മാറ്റണം? ശ്രീലങ്ക പറഞ്ഞു, തുറമുഖം അവരെ, ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുകയില്ല. അപ്പോൾ മോഡി സാർ പറഞ്ഞു, ഞങ്ങളായിപ്പോൾ അരിയും പലവുഞ്ഞെന്ന് പറഞ്ഞു. അതിന് രക്ഷയില്ല. അവസാനം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ നയതന്ത്ര വിദഗ്ധ ഈ മോഡി സാറിന്റെ കൂടെ നിൽക്കുന്ന കനം കുറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അവന്റെ പേര് S ജയശങ്കർ. ഇപ്രാവശ്യവും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മോഡി സാറ് പുള്ളിയെ അവന്റെ കൂടെ കയറ്റി. ഇവിടുത്തെ BJPക്കാർക്കൊന്നും അറിയത്തില്ല സ്വോത്രം. ഇന്ത്യയുടെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് നാട്ടുകാർ പച്ചക്ക് കേൾക്കണം. നരേന്ദ്രമോദി സാറല്ല, അമിത്ഷാ അല്ല, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അല്ല. 2 ബുദ്ധിജീവികളാ BJPയുടെ പിൻപിൽ. 1 വിദേശകാര്യമന്ത്രി S ജയശങ്കർ, 2 പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇവരായി കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഒറ്റ രാഷ്ട്രീയക്കാർക്കും അറിയത്തില്ല സ്വോത്രം. അവരാണ് ഈ കാര്യങ്ങൾ. S ജയശങ്കറിന്റെ പ്രത്യേകത, നമ്മൾ ആട്ടോ എടുത്ത് കാട്ടാക്കട പോകുന്നില്ല, പുള്ളി പ്ലെയിൻ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന, താഴെ നിൽക്കാത്ത ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഭയങ്കര ബുദ്ധിജീവിയാണ്. അദ്ദേഹത്തിന്റെ കണക്ക് നയതന്ത്രം. അദ്ദേഹം അന്നേരം
ശ്രീലങ്കയോട് ചൈനയോടും പറഞ്ഞ് കവലപ്പെടാതെ അണ്ണ ബാക്കി ഞാൻ ശരിയാക്കി തരാം. സ്വോത്രം. കപ്പൽ വന്നപ്പോൾ ISROട് പറഞ്ഞു ഒരു ഉപഗ്രഹത്തെ കപ്പലിന്റെ മേളിലോട്ട് അങ്ങ് നിർത്തിയേക്കാൻ പറഞ്ഞു. ISR ഒരൊറ്റ ഒരെണ്ണത്തിന്റെ മേളിലടിച്ചു. ഉടനെ ഇന്റർനെറ്റും പോയി, കട്ടായി പോയി. നമ്മുടെ 5G പോകുന്ന പോലെ എല്ലാം കട്ട്, ചൈനയുടെ കപ്പലും പോയി. എങ്ങനെ ഇരിക്കുന്നു ഇന്ത്യയുടെ നയതന്ത്രം? സ്വോത്രം. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പുള്ളിയൊന്നും. അവരൊക്കെ വലിയ ആൾക്കാരാ. സ്വോത്രം. അതുപോലെ റഷ്യയുടെ തൊട്ടടുത്ത് അമേരിക്ക റഡാർ സ്ഥാപിച്ചാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഈ അടി തുടങ്ങി എത്ര ദിവസമായി നിങ്ങൾ മനസ്സിലാക്കണം? 29 മാസമായി. ആരാ? ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്ന ഉക്രൈൻ. റഷ്യ ആരാന്നറിയാമോ? 2000 ഫൈറ്റർ, 800 യുദ്ധക്കപ്പൽ, 2.5 കോടി പട്ടാളക്കാർ. ഉക്രൈൻ ആരാ? 6 ഡിസ്ട്രിക്റ്റ്, 1.5 കോടി പേരും. ഏതാ? കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ, സഫ്രേഷ്യ, ലോണാസ്ക്. 6 ഡിസ്ട്രിക്റ്റ്, 1.5 കോടി പേർ. എങ്ങനെ ഇരിക്കുന്നു? ദാ കിടക്കുന്നത് നമ്മുടെ എലിക്കുഞ്ഞും കൊമ്പനാനായിട്ട് കിടക്കുന്ന അടി നടക്കുമോ സോദരൻ? ഇത് എവിടെ തീരുമെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാ ദിവസവും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ അടി അവിടെ ചെല്ലും. വായിക്കാം. ഇനി കുഞ്ഞ് വായിച്ച് സഹായിച്ചു തരണം. എല്ലാവരും എടുക്കണം. ഇപ്പോഴത്തെ പത്രവാർത്തയും ബൈബിളും. ഞാൻ ഹമാസിലേക്കാണ് പോകുന്നത്. എസെക്കിയേൽ പ്രവചനം 39:1-2 വാക്യങ്ങൾ മോൾ വായിച്ച് സഹായിച്ചാട്ടെ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. സ്പീഡിൽ പോവല്. കുഞ്ഞുങ്ങൾ കേൾക്കണം. ആരാ ഗോഗ്? പണ്ടൊരപ്പച്ചൻ കള്ള് കുടിച്ചായിരുന്നു. നമ്മുടെ നോഗ ഉപദേശി. സന്തോഷമില്ലല്ലോ സോദര. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി കള്ളെല്ലാം കുടിച്ചു. 30, 60, 90 അപ്പം ഈ മധ്യാഹ്നത്തിൽ ഞങ്ങളുടെ ചാത്തന്നൂർ അവറാച്ചം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലെ, നമ്മുടെ സ്റ്റേ കമ്പി കെട്ടിപ്പിടിച്ച് കിടന്ന പോലെ കുടിലിൽ കിടന്നത്. അന്നേരം 3 പിള്ളേരും അവിടെ ചെന്ന് അപ്പൻ്റെ നഗ്നത കണ്ട. അയ്യോ അച്ചായം ട്രാക്ടൊക്കെ കൊടുത്തപ്പോൾ കിടക്കുക. അപ്പം കെട്ടുവിട്ടുണർന്ന് കണ്ടത് കനാൻ ശപിക്കപ്പെട്ടവൻ. കനാനെ അങ്ങ് ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ. അവൻ്റെ തലമുറകള് ഉൽപ്പത്തി 10 വരുന്നുണ്ട്. ഷേം, ഹാം, യാഫേത്ത്. നോഗയുടെ തലമുറ കൊച്ചുമക്കൾ ഷേം, ഹാം, യാഫേത്ത്. യാഫേത്തിന്റെ തലമുറയായി മാഗോഗ്. ഉൽപ്പത്തി 10:2 വീട്ടിൽ ചെന്ന് വായിക്കണം. ലോകരാജ്യങ്ങൾ. യാഫേത്തിന്റെ തലമുറയാ മാഗോഗ്, താതായി, യൂബാൽ. മാഗോഗ മംഗോളിയൻ സാമ്രാജ്യം. 5 അണ്ണന്മാര്. കറിയാച്ചാൻ, തോമാച്ചാൻ, അമറാച്ചാൻ, ശമുവേലച്ചാൻ, കൊച്ചിനുണിച്ചാൻ. 5 പേരാ. അവരാരൊക്കെയാന്ന് പറഞ്ഞുതരാം. 1 ഫിലിപ്പൈൻസ്, 2 കൊറിയ, 3 തൈവാൻ, 4 ജപ്പാൻ, 5 ചൈന. യവന്മാരെ കണ്ടാൽ 5 എണ്ണം നമ്മുടെ പരിപ്പുവട, ഉരുന്നുവട, ബോണ്ട, നെയ്യപ്പം 5 എണ്ണം ഒരുപോലെ ഇരിക്കുക. സ്വോത്രം. ഇവരുടെ പേരാ മാഗോഗ്. ഇത് മനസ്സിലാക്കണം. ഒറ്റ ആൾക്കാർ ഒരു ഇത് ലോകരാജ്യങ്ങൾ. ഇതിൽ നിന്നൊരു ചേട്ടൻ പോയി. അവന്റെ പേരാ ഇന്നത്തെ റഷ്യ. ഗോഗ്. മാഗോഗി നിറങ്ങിയവനാ ഗോഗ്. അതുകൊണ്ടാണ് കുഞ്ഞു വായിച്ച നീയോ മനുഷ്യപുത്ര ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ട. അടുത്ത വാക്ക് വായിച്ചാട്ടെ. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എല്ലാവരും കേൾക്കണം. സമാധാനത്തെ ഞാൻ പോകും. അതുകൊണ്ടാണ് സ്പീഡ് കൂട്ടാത്തത്. കേട്ടോണം. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ ഇന്നത്തെ റഷ്യ. അടുത്തത് മേശക്, അതാ മോസ്കോ തലസ്ഥാനം. അടുത്തത് ടൂബൽ, ടുബാസ്കോ സൈബീരിയയുടെ തലസ്ഥാനം. ഇതെല്ലാം ബൈബിൾ പേര് മാറി. പണ്ട് നമ്മുടെ തിരുവനന്തപുരത്തിന് വിളിക്കുന്ന ട്രിവാൻഡ്രം എന്നായിരുന്നു സായിപ്പ് വന്നിട്ട്. ഇപ്പൊ തിരുവനന്തപുരം ആയല്ലോ. സ്വോത്രം. അതാ പേര് മാറിയത്. പണ്ട് മരച്ചീനി പറിക്കാൻ സായിപ്പ് ചോദിച്ചു ഈ മരച്ചീനി എവിടാന്ന്. അന്നേരം ആരാണ്ട് പറഞ്ഞു ടപ്പി നോക്കിയാൽ താഴെ കാണുമെന്ന്. അന്നേരമായി സായിപ്പ് പറഞ്ഞ ടപ്പിയോക്കി. അങ്ങനെയായി മരച്ചീനിക്ക് ടപ്പിയോക്കി എന്ന് പേര് വന്ന. സ്വോത്രം. ആ കിടക്കുന്നത്. അതുപോലെ ചെന്നൈ എന്ന് പറയുന്ന പട്ടണം പണ്ട് മദ്രാസായിരുന്നു. ബാംഗ്ലൂർ, ബംഗളൂരു. ഇതുപോലെ ബൈബിൾ. രോഷ്, മേശക്, ട്രൂബൽ, റഷ്യ, മോസ്കോ, ടുബാസ്കോ. ക്ലിയർ ആയിരിക്കണം. നോട്ട് ചെയ്യണം. എന്നിവയുടെ പ്രഭുവായ വായിച്ചോട്ടെ മോളെ. എന്നിവയുടെ പ്രഭുവായ ഗോഹേ, ഇന്നത്തെ റഷ്യയെ ഞാൻ വായിച്ചാട്ടെ. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. 29 മാസമായിട്ട് ഉക്രൈനായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ലോകരാജ്യങ്ങൾ മൊത്തം വിരോധം. റഷ്യയുടെ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. എപ്പോഴാണ് അടി വീഴുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് UN വരെ റഷ്യക്കെതിരെ നിൽക്കുക. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ലാസ്റ്റ് 29 months in the COVID situation, 2 years and 5 months ongoing. The war is conducted Russia and Ukraine. എല്ലാ ദിവസവും ചാനലിലും കാണും, പത്രത്തിലും കാണും. ഈ യുദ്ധം എവിടെ ചെല്ലും? ക്ലിയർ ആക്കണം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ നിന്നെ വഴി തെറ്റിച്ച്. ഇന്നത്തെ റോഡ് മാറ്റും. മിണ്ടുന്നില്ല. വെള്ളറട ബസ് പോകുന്നത് തിരുവനന്തപുരം കാട്ടാക്കട, മണ്ഡപത്തിൻ കരവ്, ചെമ്പൂര്, വെള്ളറട. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഒരു തിരിയും. മണ്ഡപത്തിൻ കഴിവെന്ന് വാടിച്ചാൽ അമ്പൂരി, കൂട്ടപ്പൂ വഴി, വെള്ളറട. കണ്ടവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതിൻ്റെ മലയാളമാ. ഇന്നത്തെ വഴി മാറ്റി നിന്നെ വേറൊരു വഴി കൂടെ ഞാൻ കൊണ്ടുവരും. ആ വഴിയ അന്തിമയുദ്ധം. വായിച്ചിട്ട് മോളെ അടുത്ത വാക്ക്. നിന്നിൽ 6 ശേഷിപ്പിച്ച് 6 രാജ്യങ്ങളുടെ നടുവിൽ കൂടെ ഞാൻ പുറത്തു വരും. അപ്പ റഷ്യ വെട്ടിമുറിക്കപ്പെടും. 6 ഏതാ? താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ,
കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ 6ാമത്തെ രാജ്യത്തിൽ കൂടെ കൊണ്ടുവരും. അപ്പൊ റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന് സഖാവ് VMS അറിയാമായിരുന്നോ? AKGക്ക് അറിയാമായിരുന്നോ? സഖാവ് പിണറായി വിജയൻ അറിയാമായിരുന്നോ? തോമസ് ഐസക്കിന് അറിയാമോ? നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് VS അച്യുതാനന്ദൻ അറിയാമോ? കമ്മ്യൂണിസ്റ്റ് റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന് എവർക്കാർക്കും അറിയത്തില്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2650 കൊല്ലം മുമ്പ് എഴുതി വെച്ചിരിക്കുന്നു, റഷ്യ വെട്ടിമുറിക്കപ്പെടും. 6 രാജ്യത്തിൽ കൂടെ നിന്നെ ഞാൻ കടത്താൻ പോവുക. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണ ചായമ്മേ, വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. ഇത് പ്രസംഗിച്ചുകൊണ്ടാ ശശി തരൂർ എന്നെ കാണാമെന്ന്. ഞാൻ അങ്ങോട്ട് പോയതല്ല. സ്വോത്രം കണ്ടോ? അദ്ദേഹത്തിന്റെ നെഞ്ച് കത്തിപ്പോയി ഈ സന്ദേശം കേട്ടിട്ട്. 1-2 പ്രസംഗമല്ല, 16 പ്രസംഗം ശശി തരൂർ കേട്ടത് കർത്താവിന്റെ വരവിന്റെ. സ്വോത്രം. ലോക സംഭവങ്ങൾ, ബൈബിളിനകത്ത് ഇത്രയും രാജ്യങ്ങളുടെ പേരും ക്ലിയർ. എന്ന് രാത്രി കേട്ടോണേ. എന്നിട്ട് ഞാൻ നിന്നെ 6 ശേഷിപ്പിച്ച് വായിച്ചിട്ട് മോളെ, നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്, നിന്റെ വടക്കേ അറ്റമാ റഷ്യയുടെ വടക്കേ അറ്റ സിറിയ. ആ സിറിയയിലെ ഗോലാൻ കുന്നുകളിൽ നിന്ന് ഞാൻ പുറപ്പെടുവിച്ച് എവിടെ വരുത്തും? ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. കരമുയർത്തിയാട്ടെ അന്തിമമായിട്ട് ഇതെത്താൻ പോകുന്ന ഇസ്രായേൽ പർവ്വതനിരം. അതുകൊണ്ട് അച്ചായ 29 മാസമായിട്ട് ഈ അടി നടന്നുകൊണ്ടിരിക്കുക. രക്ഷയില്ല. വണ്ടി വിട്ടിട്ടേ ഉള്ളൂ. കളിക്കാവളവളി നാഗർകോവിൽ കന്യാകുമാരി വണ്ടി 1 പോയിന്റ് ആയിട്ടുള്ളൂ. ബാലരാമപുരം ഇനി അടുത്ത ചവിട്ടി വരാനുണ്ട്. ഇതാ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, സംഭവിക്കാനുള്ളത് തന്നെ. ഇതെല്ലാം ഇവിടെ നടക്കണം. അടുത്ത വാക്ക്, ഈ യുദ്ധം എവിടെ ചെല്ലും? വായിക്കാമോള് എസെക്കിയേൽ പ്രവചനം 38 അതിന്റെ 7-8 വാക്യങ്ങൾ. ചെറുപ്പക്കാരും പെൺപിള്ളാരും എല്ലാം ബൈബിൾ എടുത്തു പോയി. അടുത്ത ദിവസം നിങ്ങളുടെ പത്രത്തിൽ വരുന്ന വാർത്തയെല്ലാം ഇതിനകത്തുണ്ട്. എസെക്കിയേൽ 38:7-8 വായിക്കാം. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന 57 ഇസ്ലാമിക രാജ്യങ്ങൾ റഷ്യയോട് സഹകരിക്കുക. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. നീ അവർക്ക് മേധാവിയായിരിക്കാം. കിടക്കുന്ന റഷ്യ മേധാവിയായി. മോൾ അവിടെ നിർത്തിയാട്ടെ. കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചു. ഒരുപക്ഷെ ഇസ്രായേൽ അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലം. അദ്ദേഹത്തിന്റെ ശവമടക്ക് നടന്നപ്പോൾ, വിലാപയാത്ര നടന്നപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ടെലിവിഷനകത്ത് നോക്കണ ഏഷ്യാനെറ്റ് അളകനന്ദത് കാണിക്കുന്നുണ്ട്. ഖത്തറിന്റെ അമീർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി റഷ്യ നമ്മളെ നയിക്കും. കിടക്കുന്നു. അപ്പോൾ അടുത്ത വ്യക്തി പറഞ്ഞു, തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞു, നമ്മൾ റഷ്യയുടെ കീഴിൽ അണിനിരക്കാം. കരമുയർത്തുന്നവർക്കായി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. മക്കളെ, കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. നീ അവർക്ക് മേധാവിയായി തീരും. അടുത്ത വാക്ക്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. ലാറ്റർ ഡേയ്സ് റഷ്യ യു വിൽ വിസിറ്റ്. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. എവിടാ നീ സന്ദർശിക്കുന്നത്? അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ, മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ ചിതറിപ്പോയ യഹൂദൻ, പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. ആ പ്ലേറ്റ് ബോർഡ് വെച്ച് കഴിഞ്ഞ് ലോകം ഒരു രാജ്യത്തേക്ക്, കന്യാകുമാരി വണ്ടി ഫ്രണ്ട് ബോർഡ് വെച്ചോലെ ലോകം ബോർഡ് വെച്ചു. ഒരു രാജ്യത്തിലേക്ക് വന്നു ചേരും. ആ രാജ്യം എവിടെ? നിരന്തര ശൂന്യമായി കിടന്നിരുന്ന, അവിടെ നിൽക്കട്ടെ. 1948 മെയ് 14 വരെ ഇസ്രായേൽ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് അറബി ഒട്ടകം ഓടിച്ചും മൂളിയും കടന്നൊരു സ്ഥലമുണ്ട്. ആ ദേശത്ത് നീ വന്നു ചേരും. ആ ദേശം ബൈബിൾ സജുജാത്തന്നൂരല്ല, വിജയം പാസ്റ്റല്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ ദേശം എവിടെ? വായിച്ചിട്ട് മോളെ. നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. കരമുയർത്തിയാട്ടെ. റഷ്യയുടെ നേതൃത്വത്തിൽ അറബ് ലീഗ് മുഴുവൻ വരാൻ പോകുന്നത് ഇസ്രായേലിനകത്ത്. അതിനാസ്പദമായ ഈ കോവിഡ് വന്ന് ലോകം 2 ചേരിയിലായി. ആരോട്? റഷ്യയോട് കൂടെ ഉണ്ട്. വായിച്ചു തുടങ്ങാം ബൈബിൾ കൂടെ. സൺഡേ ക്ലാസ്സിൽ നിന്ന് പോലെ നോട്ട് എഴുതണം. അതുകൊണ്ട് പതിയെ പോന്ന എസെക്കിയേൽ പ്രവചനം 38:5-6 ആരൊക്കെ റഷ്യയുടെ കൂടെ നിൽക്കും? വായിച്ചിട്ട് മോളെ എസെക്കിയേൽ 38:5-6 വാക്യം. അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയും തലപ്പോരുകയും ധരിച്ച പാർസികൾ 2 രാജ്യമാ. അവിടെ നിൽക്കട്ടെ മോളെ. പാർസികൾ 2 രാജ്യം. ആ രാജ്യത്തിന്റെ പേരാ ഇറാനും അഫ്ഗാനിസ്ഥാനും. യവൻ ഒരിക്കലും ഇനി അമേരിക്കയോട് നിൽക്കത്തില്ല. അവന്മാർ 2 കോവിഡ് കാലത്ത് റഷ്യയോട് കൈ കൊടുത്തു. ഇറാനും അഫ്ഗാനിസ്ഥാനും. അടുത്ത വാക്ക്, കൂശ്യർ. ആ എത്യോപ്യ രാജ്യം. തമിഴ് ബൈബിളിൽ നല്ലോണം എഴുതിയിട്ടുണ്ട്. കൂശ്യർ എത്യോപ്യ. അത് കഴിഞ്ഞിട്ട് പൂത്യർ ലിബിയ രാജ്യം. അത് കഴിഞ്ഞിട്ട് ഗോമേർ എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയനാ. എല്ലാവരും കേൾക്കണം. എന്താ യൂറോപ്യൻ യൂണിയൻ? ആദ്യ ദിവസം ഞാൻ പറഞ്ഞു 12 രാജ്യങ്ങളാ വോട്ടവകാശമുള്ളത്. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്,
അത് കഴിഞ്ഞ് ബ്രിട്ടണിന് ഇപ്പൊ പോയി. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം UK നിൽക്കുന്നത്. ഇപ്പോൾ 11 രാജ്യങ്ങൾ, അതിനകത്തൊരെണ്ണം മതിൽ ചാടും. എവിടെ വരും? ഇന്ന് MP-മാര് മതിൽ ചാടുന്നത് പോലെ റഷ്യയുടെ കസ്റ്റഡിയിൽ വരുമ്പോൾ 10 രാജ്യമാവും. അവൻ മതിൽ ചാടുന്നതിന്റെ തലേ ദിവസം ഇവിടെ ഒരു കാര്യം നടക്ക്. എന്റെ കർത്താവ് വനമേഘത്തിൽ വരോ, അതാ 10 കൊമ്പും 7 തല. എത്ര ക്ലിയർ! ഒരെണ്ണം മതിലയാടും യൂറോപ്യൻ യൂണിയന്. അതിന്റെ കൂടെ ഒരു ലീഡർ ഉണ്ട്. വായിക്കാൻ മോളെ അടുത്തത്. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. അടുത്ത വാക്ക് വടക്കേ അറ്റത്തുള്ള തോഗർമാ ഗൃഹവും. എത്ര ക്ലിയർ! തോഗർമാ ഗൃഹം. അതാ ഇന്നത്തെ തുർക്കി. അവിടെ ഒരുവനുണ്ട്, ഇസ്രായേൽ അവനെ കണ്ടുവച്ചിരിക്കുക, രജബ് തോയ്ബ് എർദോഗൻ. അവൻ ആരാന്നറിയാമോ? എല്ലാവരും കേൾക്കണം. അവൻ ആരാ? യേശു വരുന്നതിന് മുമ്പ് ശ്രാവക യോഹന്നാൻ വന്നു. ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് വഴി ഒരുക്കുന്നവനാ തോയ്ബ് എർദോഗൻ. വന്നപ്പോ അവൻ എന്തുവാ ചെയ്തത്? ഒരു പള്ളി പിടിച്ചു, ഹാഗിയ സോഫിയ. എല്ലാരും കണ്ടതാ പത്രത്തിൽ. തുർക്കിയിലെ തോയ്ബ് എർദോഗൻ രണ്ടാമതൊരു പള്ളി പിടിക്കാവൻ പോയപ്പോൾ ദൈവം വിചാരിച്ചു അവനെ വെറുതെ വിടണ്ടെന്ന്. സ്വോത്രം. അന്ന് തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായി, അവന്റെ പള്ളി പിടുത്തവും തീർന്നു. സ്വോത്രം. അതിന്റെ കാര്യം പലരും വിചാരിക്കുന്ന ദൈവം അനുഗ്രഹത്തിന്റെ ദൈവം. ഇന്നിപ്പോ എവിടെ ചെന്നാലും അനുഗ്രഹം. തമിഴ്നാട്ടിൽ കഴിഞ്ഞ നാൾക്കല്ലേ ഞാൻ ഉലകത്തിന് മുടിവ് കടസിക്കാല ചെയ്തികളും പേசுகிறது കുമരി മാവട്ടത്തിൽ എങ്കയോ പോയിരിക്കുന്നത്. അവിടെ എങ്കെല്ലാം പാത്തിരിക്കുന്നത് ആശീർവാദം. അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പൊ കർത്താവ് ന്യായവിധിക്കാരനാന്ന് ആരും പറയുന്നില്ല. സ്വോത്രം. കർത്താവിൻ്റെ നല്ലൊരു വടിയുണ്ട്. അത് ഈ പെന്തിക്കോസുകാർക്ക് അറിയാത്തതുകൊണ്ട്. സ്വോത്രം. എന്താ കാര്യം എന്ന് എനിക്കറിയാം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 5 മക്കളായിരുന്നു. അന്നത്തെ കാലത്ത് പറമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് പറമ്പ് കിടപ്പുണ്ട്. അവിടെ ഞങ്ങൾ മരച്ചീനി കൃഷി. സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അമ്മ പറയും മരച്ചീനി എല്ലാം പൊടിതുകൊണ്ട് വരാൻ പറയും. ഞങ്ങൾ പടപടാ മരച്ചീനി പൊടിതുകൊണ്ട് വരും. ഒരു കുട്ടുവ എടുത്ത് വെക്കും. 2 ചരുവത്തിനകത്ത് ഇങ്ങനെ മരച്ചീനി കൊട്ടയിലും കൊണ്ടിടും. അന്നേരം ഞങ്ങളെ കൊണ്ട് ഈ മരച്ചീനി അമ്മച്ചി വട്ടത്തിൽ ഒരു തടി അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കും മരച്ചീനി. എന്നിട്ട് ഏകദേശം ചിരണ്ട് കഴിയുമ്പോൾ ഒരു പരിപാടിയോ ആ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ മരച്ചീനി മുറിക്കും. അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി ചട്ടയുടെ ഇടയ്ക്കൂടെ നമ്മുടെ ആ പിച്ചാത്തി വെച്ചൊന്ന് ചൊറിയുകയും ചെയ്യും. സന്തോഷമില്ലല്ലോ? കാര്യം പിടികിട്ടിയവർക്കായി. സ്വോത്രം. ഇതാ ദൈവത്തിന്റെ വചനം. ഒരു സമയത്ത് നിന്റെ മുതു ചൊറിയാനും കൊള്ളാം, മറുതലിച്ചാൽ നിന്നെ പീസാക്കാനും പറ്റും. 20 തലയുള്ള വാള്. സന്തോഷമില്ലല്ലോ? അതെന്നാരും പറയത്തില്ല, ഉപദേശിമാരാരും പറയത്തില്ല. കണ്ടോ? തുർക്കിയുടെ പ്രസിഡന്റിന്റെ മണ്ടയ്ക്ക് ദൈവം അടിച്ച് ഇന്നിനി പള്ളി പിടിക്കാൻ പറഞ്ഞു. ഇപ്പൊ അവന്റെ അസുഖം തീർന്നു. സ്വോത്രം. അവനായി അറബ് ലീഗിന്റെ ലീഡർ വടക്കേറ്റത്തുള്ള തോഗർമാഗ്രഹം ആരോട് ചേരും? റഷ്യയോട്. വായിച്ചിട്ട് മോളെ അടുത്ത വാക്ക്. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ 57 രാഷ്ട്രങ്ങൾ ആരോട് ചേരും? വായിച്ചട്ടെ. എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് കൂടെ പുറപ്പെടുമാറാക്കും. റഷ്യയുടെ കൂടെ ചൈന, റഷ്യ, 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. അതിന്റെ ലീഡേഴ്സായി തുർക്കിയിലെ തോയ്ബ് എർദോഗൻ. അഫ്ഗാനും ഇറാനും ഇറാഖും എല്ലാം സഹകരിക്കും. ഏതിനു വേണ്ടി? ഇസ്രയേലിനെ ആക്രമിക്കുവാൻ. അപ്പോൾ ഇസ്രയേലിന്റെ കൂടെ ആരൊക്കെയുണ്ട്? വായിക്കാം. എസെക്കേൽ പ്രവചനം 38-13 വാക്യം. കുഞ്ഞു വായിച്ചാട്ടെ. എസെക്കേൽ 38:13. ശെബയും ദെദാനും. അവിടെ നിൽക്കട്ടെ. ശെബയാരാ? ഇവിടെ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. മക്കളെ, ഇതൊന്നും ആരും പ്രസംഗിക്കത്തില്ല. സ്വോത്രം. എനിക്ക് വേണേ കാനാവിലെ കല്യാണം പ്രസംഗിക്കാം, അബ്രഹാം മലയിൽ പോയത് പ്രസംഗിക്കാം, 5 അപ്പവും 2 മീനും പ്രസംഗിക്കാം. കഴിഞ്ഞ ദിവസം ആരാണ്ട് കർത്താവിന്റെ വരവ് പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ചു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവർ ഞെട്ടിപ്പോയി. 4 ദിവസം വന്ന കുഞ്ഞാട്, നിന്ന കുഞ്ഞാട്, പോയ കുഞ്ഞാട്, മടങ്ങി വരുന്ന കുഞ്ഞാട്. അന്ന് ആരാണ്ട് പറഞ്ഞു പുള്ളി വെളിപ്പാട് മാറ്റിയെന്ന്. സ്വോത്രം. എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കുന്ന? ലോകം മാറണം. സ്വോത്രം. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ബൈബിളും പത്രവും എല്ലാം നോക്കണം. അതിനുവേണ്ടി ഇത് പ്രസംഗിക്കുന്നത്. അവരോടുകൂടെ ശബയും ദദാന്. ശബ ആരാന്നറിയാമോ? യമൻ രാജ്യം. ഇവിടെ വെളിനാട്ടിൽ പോയ പിള്ളേർ കാണും. സൗദി അറേബ്യയോട് ചേർന്ന് കിടക്കുന്നതായി യമൻ. അവിടെ ഒരു കൂട്ടുകാരുണ്ട്. അവരുടെ പേരാ ഹൂത്തി വിമതർ. അവന്മാർ ഭയങ്കര കടൽ കൊള്ളക്കാരാ. അവന്മാരുടെ കൈ ഇറാൻ കൊടുത്ത മിസൈൽ ഇരിപ്പുണ്ട്. അതാ ഈ സൗദിയിലെ ഓയിൽ കമ്പനിക്കും അടിക്കാറുണ്ട്, മക്ക മദീനയ്ക്കും അടിക്കാറുണ്ട്. ഇനി എല്ലാവരും കേൾക്കണം. സൗദിയിൽ ഒരു പ്ലാന്റ് ഉണ്ട്. അതിന്റെ പേര് അരംഗോയുടെ നേരെ ഹൂത്തി വിമതർ ഹമാസ് അടിച്ചതുപോലെ അടിച്ചാൽ ഇവിടെ എണ്ണ വില തകിടം മറിയും. ഇനി നാരകത്തിൻ കുഴിയിലോ അല്ലെങ്കിൽ വാവോടോ പെട്ടിപ്പാറ ഇടവാച്ചലോ പൂഴനാടോ രണ്ടാന്തോടോ ഇവിടെ എങ്ങും ഞാൻ വന്നില്ലെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്ന കാര്യം അമേരിക്കയും ബ്രിട്ടനോട് യമനെ ആടിച്ചൊതുക്കി കയ്യിലാക്കും. സ്വോത്രം. ഇപ്പൊ അമേരിക്കയുടെ കാശില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ നാവികസേനയെ വിളിച്ചേക്കുന്ന അമേരിക്ക. പത്രത്തിൽ വായിക്കത്തില്ലയോ? യമനിലെ കടൽ കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന നേരിടുന്നു. പത്രം വായിക്കത്തില്ലേ? എവിടെ വായിക്കാനാ? സ്വപ്നയുടെ സ്വർണം നോക്കിക്കൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് 1 ഗ്രാം കിട്ടിയില്ല. സ്വോത്രം. ആരും കിട്ടത്തില്ല. സ്വോത്രം. ഇത് അന്വേഷിച്ചൊക്കെ നല്ല CSIക്കാർ വിട്ടിട്ടുണ്ട്. അവരെ പോലീസ് ഓഫീസർമാരെ പലരും അന്വേഷിച്ച്. പലരും എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഒരു പുണ്ണാക്കം കിട്ടത്തില്ല, നിങ്ങൾ ചുമ്മാ സമരം ചെയ്യുമെന്ന്. സ്വോത്രം.
ഇതൊന്നും വായിക്കണ്ട. എത്ര നാൾ നിങ്ങൾ സമരം ചെയ്യാൻ പോയി? സ്വപ്നയുടെ സമരത്തിന് അടുത്ത സമയത്ത് ഞാൻ LMS ഒരു ആവശ്യത്തിന് പോയപ്പോൾ എത്രയോ നാൾ മുമ്പ് ആ മേയർ രാജിവെക്കണമെന്ന് സ്വോത്രം എല്ലാം കൂടെ കിടന്ന് ഭയങ്കര സമരം. ഞാൻ നോക്കിയപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മേയർ കൊച്ചുമായിട്ട് കാറിനകത്ത് കറങ്ങുന്ന സ്വോത്രം. ഇവരെല്ലാം ഒന്നാന്ന് ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടി. അതൊക്കെ നോക്കാതെ പത്രത്തിനകത്ത് നോക്ക്, കാലം തീരാറായി, കാന്തൻ വരാറായി. സ്വോത്രം. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടോ എന്താ? അതാ ഇന്ന് യമനിലെ കടൽ കൊള്ളക്കാരെ ഇന്ത്യയുടെ നാവികസേന വാർഷിപ്പുകൾ എവിടെ? സൗദിയുടെ ബോർഡറിൽ കിടപ്പുണ്ട്. മറ്റു രാജ്യങ്ങളെ കാശില്ല. അതുകൊണ്ട് മോഡി സാറിന് പറഞ്ഞിട്ട് അവിടെ 1 ശെബ. അടുത്തത് വരുമോളെ ദദാന, ഏഡൻ രാജ്യം, ആഫ്രിക്കൻ രാജ്യം. സൗദി കഴിഞ്ഞാൽ യമൻ കഴിഞ്ഞാൽ ഏഡൻ കഴിഞ്ഞാൽ ബോർഡർ ഈജിപ്റ്റ് കൂടി ഇസ്രായേലിൽ ഇറങ്ങാം. ഈ റോഡാ ചൈനയുടെ സിൽക്ക് പാത. അതൊക്കെ ഞാനിവിടെ നിങ്ങൾ വരുമ്പോൾ കനാൻ ഹിൽ വരുമ്പോൾ വരച്ചങ്ങോട്ട് പറഞ്ഞുതരാം. ബൈബിള് ക്ലിയർ ആക്കി തരാം. അങ്ങനെയെങ്കിൽ ശബയും ദദാനും. അടുത്തത് വായിക്കാം. തർശീശ് വർത്തകന്മാർ 5 ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ ആർക്ക് സപ്പോർട്ട് കൊടുക്കും? ആർക്കാ? ഇസ്രയേലിന്. അതാ അമേരിക്ക. 2 ഫ്രാൻസ്, 3 ബ്രിട്ടൻ, 4 കാനഡ, 5 ഓസ്ട്രേലിയ. ലോകത്തിലെ വൻ ശക്തികൾ ആർക്ക് സഹായം കൊടുക്കും? ഇസ്രയേലിന്. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? എന്താ പ്രശ്നം? നമ്മുടെ ഒക്ടോബർ 7-ാം തീയതി ഹമാസിന്റെ അടി ഇസ്രയേൽ വന്നപ്പോൾ ഒരമേരിക്കൻ പ്രസിഡന്റ് വരത്തില്ല. ജോ ബൈഡൻ ഒറ്റ വഴി നേരെ വന്ന് ഞങ്ങൾ കൂടെയുണ്ട്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് പേര് ഇമ്മാനുവൽ മാക്രോൺ. പുള്ളിക്കാരൻ പറഞ്ഞിട്ട് ഇസ്രയേലിനോട് പറഞ്ഞു ഞങ്ങൾ കൂടെയുണ്ട്. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഇന്ത്യക്കാരനാ, അദ്ദേഹം ഋഷി സുനക് അവിടെ ഓടിച്ചെന്നിട്ട് പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, അദ്ദേഹം പറഞ്ഞു ഞാനും കൂടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിക്ക് കോവിഡ് ആയിപ്പോയി. അദ്ദേഹം പറഞ്ഞു 4 കപ്പലും കുറെ അരിയും പലഞ്ഞോണവും വിട്ടിട്ടുണ്ടെന്ന്. ധൈര്യമായിട്ടിരിക്കുക. സ്വോത്രം. 5 ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ ആരോട് ചേർന്ന്? ഇസ്രയേലിനോട് ചേർന്നു. അതാ ഇസ്രയേലിൽ നിന്ന് ഗമിച്ച് നിൽക്കുന്നവൻ കരയാൻ പോവുക. അതിനാ ഞാൻ ഈ പ്രശ്നം കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ അപ്പുറത്ത് വേറൊരു ഭാഗമുണ്ട്. വായിച്ചാട്ട് മക്കളെ, അടുത്ത വാക്ക്. അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് കിടക്കുന്നു. 3 ബാലസിംഹങ്ങളെ ലോകത്തിലുള്ളു. സാമ്പത്തികമാനേ ഇല്ലാത്ത 1 ഇന്ത്യ, 2 ജപ്പാൻ, 3 തൈവാൻ. യവന്മാർ 3 ഇസ്രയേലിലൂടെ. ഇന്ത്യക്ക് ഒരു സാമ്പത്തിക മാന്യമില്ല, കോടിക്കണക്കിന് കിടക്കുക ബാങ്കുകൾ. സ്വോത്രം. അത് കഴിഞ്ഞ് ജപ്പാൻ ഏറ്റവും നല്ല സാമ്പത്തിക ഉള്ള രാഷ്ട്രം. അത് കഴിഞ്ഞ് തൈവാൻ, മൈക്രോ ചിപ്പും സാംസങ്ങും എല്ലാം അടിച്ചിറക്കുന്ന തൈവാനാണ്. ലോകത്തിലെ ഏറ്റവും ഉടുപ്പുകൾ ഉൽപ്പാദിപ്പിക്കാവുന്ന തൈവാന. ഒരു സാമ്പത്തിക മാന്യമില്ല. ഇത് 3 ആരുടെ? ഇസ്രയേലിൻ്റെ കൂടെ. അതിനാസ്പദമായി ഒക്ടോബർ മാസം 7-ാം തീയതി ഇവിടാണ് കേൾക്കേണ്ട ഇന്ത്യ ഇസ്രയേലും. ഒക്ടോബർ മാസം 7-ാം തീയതി നമ്മുടെ ഇസ്രയേലിന് നേരെ ഒരു ആക്രമണം നടന്നപ്പോൾ ആദ്യം ഫോൺ വിളിച്ചത് അമേരിക്കയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ത്യ ഇസ്രായേലിനോടൊപ്പം. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ ചാനലിലും വന്നില്ലേ? സ്വോത്രം. എല്ലാ ചാനലിലും വന്നില്ലേ? ഇന്ത്യ ഇസ്രായേലിനോടൊപ്പം. അതിന്റെ കാര്യം എന്താ? ഇന്ന് ഇന്ത്യയുടെ ആയുധപ്പുരകൾ മുഴുവൻ ഇസ്രായേലിൻ്റെത്. തീർന്നില്ല. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവോട് പറഞ്ഞു സാറേ ഹമാസുകാർ അവിടെ തുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഞങ്ങൾ ഒരു പ്ലെയിൻ വിടാം. പാകിസ്ഥാനിലും അതുപോലെ നമ്മൾ കാശ്മീരിലും നുഴഞ്ഞു കയറുന്നവരെ റാപ്പിഡായിട്ട് പിടിക്കാനുള്ള ടീം നമ്മുടെ കയ്യിലുണ്ട്, അങ്ങോട്ട് വിടാം. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെ അറിയിക്കാം. ഇന്ത്യ ഇസ്രായേലിലൂടെ ചേരുമോ? ഞാനിവിടെ 1300-ൽ പരം രാത്രി പ്രസംഗിച്ച ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. ഞാൻ പ്രസംഗിക്കാത്ത ഒരു കവലയില്ല, കമ്പോളവും ഇല്ല. 2009 ധനുവച്ചപുരത്ത് ലൂതറിന്റെ കൺവെൻഷൻ നടക്കുക, ITI ഗ്രൗണ്ട്. അവിടെ എന്ത് സഹോദരന്മാരും BJP-ക്കാരും കേൾക്കാതിരിക്കുക. ഞാൻ വല്ല കുറ്റം പറയുന്നു? ഞാൻ ആരെ കുറ്റം പറയുന്നു? ആകെ പറയുന്നത് നമ്മുടെ ബന്ധിക്കോസുകാരെ. ഒന്നുകൂടെ നന്നാവട്ടെ. സ്വോത്രം. അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു ഇന്ത്യയിൽ BJP ഭരണത്തിൽ വരും. ഇവരെല്ലാം ഞെട്ടിപ്പോയി. സ്വോത്രം. ഈ പാസ്റ്റർ എന്തുവാ പറയുന്നത്? ഞാൻ പറഞ്ഞു ഇന്ത്യ ഇസ്രായേലുമായിട്ട് ചേരണമെങ്കിൽ BJP ഭരണം. സംഭവിച്ചു. എന്താ? 2 MP-മാരെ ഉള്ളായിരുന്നു പാർലമെന്റിനകത്ത് BJP-ക്കകത്ത് ഒരു കാലത്ത്. അടൽ ബിഹാരി വാജ്പേയിയും LK അഡ്വാനിയും. എല്ലാവരും കേൾക്കണം ബൈബിളും ചരിത്രവും. വലിയ ഇന്ത്യയിൽ അവർ 200 സീറ്റ് നേടിയപ്പോൾ വാജ്പേയി ഭരണത്തിൽ വന്നപ്പോൾ ഒരു വിദേശകാര്യമന്ത്രി ഒന്നുണ്ടായിരുന്നു, ജസ്വന്ത് സിംഗ്, മരിച്ചുപോയി. അദ്ദേഹത്തെ നേരെ വിട്ടത് ഇസ്രായേലിനകത്താ. സ്വോത്രം. അന്നൊരു തോക്ക് കൊണ്ടുവന്നു. ആ തോക്കിന്റെ ഇസ്രായേലിന്റെ തോക്ക ടൈവർ TAR-21. മനോരമ വായിക്കണം. കാർഗിൽ യുദ്ധദിനം. അതിനകത്ത് മനോരമ എഴുതിയിട്ടുണ്ട് പാകിസ്ഥാന്റെ മണ്ടക്കിട്ട് അടിച്ച തോക്ക് ഇസ്രായേലിന്റെ തോക്ക, കാർഗിൽ യുദ്ധദിനം. ഇനി കേട്ടോ സ്വോത്രം. അത് കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്നു 2 വർഷം ഇവർ വാജ്പേയി മാറിയപ്പോൾ മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നു. മൻമോഹൻ സിംഗ് ഭയങ്കര ബുദ്ധിജീവിയാണ്. ആ മൻമോഹൻ സിംഗ് അമേരിക്കയായിട്ട് കരാർ ഒപ്പിട്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ റഷ്യയുടെ പക്ഷത്ത് നിന്ന് ഇന്ത്യ വ്യതിചലിക്കാൻ തുടങ്ങിയപ്പോൾ ദാ കിടക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി സാർ വന്നതിന് ശേഷം മുഴുവൻ സഹകരണം ഇസ്രയേലുമായി. ഇനി കാര്യങ്ങൾ അച്ചട്ടായി കേൾക്കണം.
നമ്പർ 1 ഇന്ത്യ ഇസ്രയേൽ. ഇതാ കിടക്കുന്നു ഏറ്റവും നിർണായകമായ ബാലാക്കോട്ട് ഭീകരാക്രമണം. പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് അടിച്ചത് ഇസ്രയേലിന്റെ ബോംബ, അതിന്റെ പേരാ സ്പാരോ. അതിടുന്നത് ഇസ്രയേലിലെ സാറ്റലൈറ്റ് കണ്ടിട്ടാ മോഡി സാറ് പാർലമെന്റ് ഇന്ന് ഇങ്ങനെ അന്നമ്മാമ കർത്തമുത്ത് കണ്ടുപോലെ പാകിസ്ഥാനെ ആക്രമിക്കുന്ന ഇങ്ങനെ കണ്ടത്. സ്വോത്രം. ഇതൊക്കെ TV കാണണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ തൊട്ടടുത്ത് ശംഖുമുഖം എയർപോർട്ട് എന്തൊരു മഴയാ, തമ്പാനും മൊത്തവും വെള്ളത്തിൽ എപ്പോഴും മുങ്ങക്കാ. സ്വോത്രം. നമുക്ക് കട്ടൻ ചായ കുടിക്കാൻ പറ്റുന്നില്ല, അതിലും വെള്ളം. ആ തിരുവനന്തപുരം എയർപോർട്ട് ഏതെങ്കിലും ഒരു പത്രത്തിൽ വാർത്തയുണ്ടോ ഇന്നൊരു വിമാനം തിരിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച പൈസ എൻ്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്, ഇപ്പം ഞാൻ ഫ്രീ ആയിട്ട് തരാം. സ്വോത്രം. ഒറ്റ വിമാനവും തിരിച്ചു വിട്ടിട്ടില്ല. ഇതാ കിടക്കുന്നു. എത്ര പെരുമഴ പെയ്താലും അമ്മിണിമാമ മീൻ കൊത്തുന്ന മീൻ വെട്ടുമ്പോൾ തല പറക്കാൻ കാക്ക ഇറങ്ങുന്ന പോലെ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങുന്ന. സ്വോത്രം. ഞാൻ പഠിപ്പിച്ച പയ്യൻ +2, അവനായിരുന്നു എയർപോർട്ടിൻ്റെ റൺവേയുടെ സൂപ്പർവൈസർ. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്ന് സാറേ, ഇവിടെ ലൈറ്റും വിളക്കും ഇൻസ്ട്രുമെൻറ്റേഷനും എല്ലാം ഇസ്രയേലിൻ്റെ. ഇനി യെല്ലോ വന്നാലും മാങ്കോ വന്നാലും ഒരു കുഴപ്പമില്ല, ഏത് സമയത്തും ഇറങ്ങാമെന്ന്. സ്വോത്രം. തിരുവനന്തപുരം എയർപോർട്ട്. അടുത്തത് ചാക്കേലം ബ്രഹ്മോസ് പ്ലാന്റ്. കേൾക്കണം, അത് ആദ്യം റഷ്യയുടെ ആയിരുന്നു, അതിപ്പോൾ ആരോട് ചേർന്നു? ഇസ്രയേലിലൂടെ ചേർന്നു. മൂന്നാമത്തെ സംഭവം 4 ഏറ്റവും നിർണായകമായി. കഴിഞ്ഞ ആഴ്ച എല്ലാവരും കേൾക്കണം, ആറാട്ടുപുഴ അവിടെ ഒരു സബ് ഇൻസ്പെക്ടർ റിട്ടയർ ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ നമ്മുടെ മുറ്റത്ത് 2 ദിവസം പ്രസംഗിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, തട്ടുമ്പുറം ആയാലും സന്തോഷമാണ്. ഇല്ലല്ലോ. സ്വോത്രം. പുള്ളി എന്നോട് പറഞ്ഞു ഒരു 250 പേരെ വരും. ഞാൻ പറഞ്ഞു 100 മതിയെന്ന് പറഞ്ഞു. സ്വോത്രം. അത് മർത്തോമക്കാരുടെ ഏരിയ. പുള്ളിക്കാരൻ റിട്ടയർമെൻറ്റിന് കഴിഞ്ഞ ദിവസമായിരുന്നു, അവർ മെയ് 31-ാം തീയതിയുടെ സമയമായിരുന്നു റിട്ടയർമെൻറ്റ്. അദ്ദേഹം റിട്ടയർമെൻറ്റിന് വേറെ പാർട്ടി ഒന്നും കൊടുത്തില്ല, 2 ദിവസം മുറ്റത്ത് കൺവെൻഷൻ. സ്വോത്രം. ഞാൻ പൊന്നുപോലെ കർത്താവിൻ്റെ പരവ് പ്രസംഗിച്ചു. നാട്ടുകാരും മർത്തോമക്കാരും എല്ലാം വന്ന് കേട്ടുകൊണ്ട് വരുന്നു. സ്വോത്രം. 2-ാം ദിവസം തീർന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കേൾക്കണം, ആറാട്ടുപുഴയിൽ നിന്ന് എന്നെ ചെങ്ങന്നൂരോട്ട് വണ്ടി കയറ്റാൻ ഒരു ഓഫീസറായിട്ട് മിലിറ്ററി ഓഫീസർ വന്ന്, ഈ SIയുടെ സഹോദരൻ. അദ്ദേഹം എന്നോട് പറഞ്ഞ്, സ്ഥിരം ഞങ്ങൾ പ്രസംഗം കേൾക്കും, പാസ്റ്റ് ഒരു കാര്യവും കൂടെ എല്ലാവരോടും പറയണം. ഞാൻ കാശ്മീരിൽ ഇന്ത്യൻ മിലിറ്ററിയുടെ വയർലെസ് കൺട്രോളിൻ്റെ ഓപ്പറേറ്ററാണ് പുള്ളി, സാധാരണ പുള്ളിയല്ല. സ്വോത്രം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ BJP ഭരണത്തിൽ വന്നപ്പോൾ, ഇപ്പം അദ്ദേഹവും പെൻഷനായി, അദ്ദേഹം പറഞ്ഞു BJP ഭരണം വന്നപ്പോൾ പഴയ വയർലെസ് സെറ്റ് എല്ലാം മാറ്റി ഇസ്രയേലിൻ്റെ വയർലെസ് സെറ്റ് കൊണ്ടുവച്ചിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, സാറേ അതിൻ്റെ പ്രത്യേകത എന്തോ? പാസ്റ്റ് പ്രസംഗര് അതിൻ്റെ പേരാ പെഗാസസ് സോഫ്റ്റ്വെയർ. ചൈനയെന്നോ പാകിസ്ഥാനിൽ നിന്നോ ആരെങ്കിലും മണാഗുണ സംസാരിച്ചാൽ അപ്പം പിടിച്ചെടുക്കും. സന്തോഷമില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് കാശ്മീരിൽ നിന്നും പഞ്ചാബിൽ നിന്നും തീവ്രവാദികൾ ഇറങ്ങാത്തത്. ഏറ്റവും നിർണായകമായി ആ സംഭവമാണ് നടക്കുന്നത്. കാശ്മീരിൽ നിന്നും പഞ്ചാബിൽ നിന്നും തീവ്രവാദികൾ വരാത്ത ഇന്ത്യയുടെ വയർലെസ് സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലായെന്നറിയാമോ? ഇസ്രയേലിന്റെ കയ്യിലായി. യേശു പറഞ്ഞു, അത്തി തളിർത്തു കൊമ്പിളതായി വേനലെടുത്തു. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാര്യം കേൾക്കണം. ഇവിടെ കോവിഡ് കാലത്ത് നാട്ടുകാരൻ കേൾക്കണം. കോവിഡ് കാലത്ത് നമ്മൾ ഇന്ത്യയും ചൈനയും കയ്യാലമാത്തൊക്കെ ഉണ്ടായിരുന്നു. സ്വോത്രം. 44 പട്ടാളക്കാരെ തട്ടിക്കളഞ്ഞു ഇന്ത്യക്കാർ. അപ്പൊ ചൈന പറഞ്ഞ എന്തുവെന്നറിയാമോ? ഇന്ത്യ ഞങ്ങൾ ശരിയാക്കുമെന്ന്. നമ്മുടെ ഇന്ന് ചായ കുടിച്ച് ഒറ്റ രാഷ്ട്രങ്ങളും മിണ്ടിയില്ല. ഇസ്രയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയെ ആക്രമിച്ചാൽ ചൈന ഭൂപടത്തിൽ കാണത്തില്ല. ഇസ്രയേൽ പറഞ്ഞതാ. സ്വോത്രം. അതുകൊണ്ട് മേജർ രവി അദ്ദേഹം 24 ചാനലിൽ അഭിമുഖം കൊടുത്തു. ഇന്ത്യയുടെ സകല ആയുധപ്പരകളും ഇസ്രയേലിന്റെ ആയുധമാണ്. സ്വോത്രം. അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ലോകത്തിലെ ഒരു പ്രധാനമന്ത്രി വന്നാൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അങ്ങനെയൊന്നും ഇറങ്ങി എയർപോർട്ടിൽ വന്ന് കൈ കൊടുക്കത്തില്ല. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി വന്നാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും, മേരാ ബായി ആഗയാ. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി കേട്ടോണം, ഇവിടെ ഹമാസിന്റെ പ്രശ്നം രൂക്ഷമായിട്ടുണ്ടായിരുന്നു. CPM എത്ര റാലി നടത്തി, കോൺഗ്രസ്സുകാർ എത്ര റാലി നടത്തി. പലരും പറഞ്ഞു ഇന്ത്യ ഇടപെടണം. മോഡി സാർ മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. സ്വതന്ത്രം. മിണ്ടത്തില്ല. കണ്ടോ? ആരാം കരോ. ഇന്ത്യ മിണ്ടത്തില്ല. ഇന്ന് ഇസ്രയേലുമായി നിലനിൽക്കുന്നത് ഇന്ത്യ. ഒന്ന് അവരുടെ ഭരണം, രണ്ടാമത്തെ ഭരണം അവരുടെ ഭരണം. ഇന്ന് മൂന്നാമതും BJP ഭരണത്തിൽ വരുമെന്ന് 2023 ഏപ്രിൽ മാസത്തിൽ ഞാൻ പ്രസ്താവിച്ചു. അടുത്തതൊരു കാര്യം, തൃശ്ശൂരിൽ മത്സരിച്ച K മുരളീധരൻ സാറ് ഞാനുമായിട്ട് നല്ല അടുപ്പോൾ. പുള്ളിയോട് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ് സാറ് തോറ്റു പോകുന്നു. സ്വോത്രം. പുള്ളി പറഞ്ഞ് ഏകദേശം ശരിയായിരിക്കുമെന്ന്, തോറ്റു പോകുന്നു പറഞ്ഞു. സ്വോത്രം. 2023 ഈ തെരഞ്ഞെടുപ്പിൽ BJP ഭരണത്തിൽ വരാൻ ഒരു കാര്യം നിങ്ങളെല്ലാവരും കേട്ടണം. ഇന്ന് ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ പെതിയെ ഇസ്രയേലിനോട് ബന്ധം മുറിക്കുക. അമേരിക്ക നല്ല സപ്പോർട്ടില്ല, അത് കഴിഞ്ഞിട്ട് കാനഡ സപ്പോർട്ടില്ല. ഇന്ന് നമ്മുടെ പ്രസംഗം ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രയേലിൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വന്നിട്ടുണ്ട് യുദ്ധം നിർത്താൻ.
അങ്ങനെയെങ്കിൽ ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ പതിയെ അമേരിക്കയുടെ കസ്റ്റഡിയിൽ നിന്ന് മാറിയാൽ അവനെ സഹായിക്കാൻ ആരെങ്കിലും വേണം. സ്തോത്രം. അതുകൊണ്ടാ സ്വർഗത്തിലെ ദൈവം ഈ തെരഞ്ഞെടുപ്പിൽ എന്തു ചെയ്തെന്നറിയാമോ? മനസ്സിലാക്കണം. അത്യാവശ്യം ഭൂരിപക്ഷം കൊടുത്ത് ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുവാൻ ഇന്ത്യയെ ബലപ്പെടുത്തി. ഇന്ത്യയിൽ BJP ഭരണം വന്നപ്പോൾ നമ്മുടെ പാർട്ടിക്കാരും ചാനൽ കൊടുത്തില്ല, BBC കൊടുത്തു. ബെഞ്ചമിനെ തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? ഒരു കാര്യം പറഞ്ഞു, അഭിനന്ദനങ്ങൾ മോഡിജി. ദാ കിടക്കുന്നു ഇന്ത്യയും ഇസ്രയേൽ അത്തിതളിർത്തു കൊമ്പിളതായി. ഇസ്രയേൽ ഇന്ത്യയെ സ്നേഹിക്കാൻ കാര്യം എല്ലാവരും കേട്ടോണം. ലോകത്തിലെ എല്ലാ സ്ഥലത്തും യഹൂദൻ ചിതറി. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്ക വരെ നൈജീരിയ. ചില യഹൂദനെ കൊന്നു, അവൻ്റെ ശരീരം വാർത്തെടുത്തു, സോപ്പുണ്ടാക്കി അവൻ്റെ ശരീരം കാട്ടാക്കട ഇറച്ചിക്കട വിൽക്കുന്ന പോലെ അവർ കിലോ കണക്കിന് തൂക്കി വിറ്റു. 60 ലക്ഷം യഹൂദന്മാരെ എന്തോ ഇതെന്നറിയാമോ? സ്തോത്രം. 60 ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ കൊന്നൊടുക്കി. പക്ഷേ ഇന്ത്യയിൽ വന്ന ഒരു യഹൂദനെ പോലും ഇസ്രായേലിൻ്റെ മക്കളെ ഇന്ത്യ തൊട്ടില്ല. അതുകൊണ്ട് ആ സ്നേഹം ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിൻ്റെ പഠന റൂം 9ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് ഇസ്രായേലിലെ 10 പേരുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്, 28 രാഷ്ട്രങ്ങളുമായിട്ട് നേരിട്ട് ഞാൻ സംസാരിക്കുന്നത്. ആ ഇസ്രായേലിലെ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്തുണ്ട്, ഇന്ത്യയെ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ആൾക്കാർ കൊച്ചി മട്ടാഞ്ചേരി മുതൽ മണിപ്പൂർ വരെ സഞ്ചരിച്ചിട്ട് ഒരു വ്യക്തികളെ കൊല്ലാത്ത ഒറ്റ രാജ്യം ഇന്ത്യയുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ അനുഗ്രഹിക്കപ്പെടും. ബൈബിളിലുണ്ടോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, കരമുയർത്തുന്നവർക്കായി. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ത്യ ഇസ്രായേൽ. എല്ലാവരും രാഷ്ട്രീയക്കാരെല്ലാം പറഞ്ഞ് 450 സീറ്റ് കിട്ടുമെന്ന്. സ്തോത്രം. ഇവിടെ കാട്ടാക്കട മോഡിജിയും പറഞ്ഞ് 400 കിട്ടുമെന്ന്. പക്ഷെ ഇവിടെ കേൾക്കണം ഒരു കാര്യം, 400 കിട്ടിയാൽ 300 കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതാൻ സാധ്യത. അപ്പൊ ദൈവം വിചാരിച്ച് അത്രയും കൊടുക്കണ്ട, തൽക്കാലം ഭരിക്കാൻ 230 ബാക്കിയുള്ളവരോട്. ഇപ്പം മിണ്ടുന്നില്ലല്ലോ ഭരണഘടനയുടെ കാര്യം. വലത്തും ഇടത്തും വരുന്നത് രാജ്നാഥ് സിംഗും അമിത്ഷായുമാ. 2 എണ്ണത്തിനെ മാറ്റി. ഇപ്പൊ നിതീഷും ഇരിക്കുന്നു, കാലുവാരുന്ന TDP കാരനും ഇരിക്കുന്നു. ഞാൻ ശരിക്ക് രാഷ്ട്രീയത്തിൽ ബിരുദമെടുത്ത ഇവിടെ എല്ലാവർക്കും അറിയാം. സതീഷിനറിയാം, കാട്ടാട MLA ചോദിച്ചാൽ സ്വത്രം. സതീഷിനറിയാം എന്താ കാര്യം എന്നറിയാമോ? ഈ ഭരണം ശാശ്വതമായി നിൽക്കുമെന്ന് എനിക്കും ഉറപ്പില്ല. പക്ഷേ ഭരണകൂടങ്ങളിൽ വാഴുന്നത് ദൈവത്തിന്റെ കരമാ. അതുകൊണ്ട് ഈ ഒരവസരവും കൂടെ മോഡി സാറിന് നാട്ടുകാർ പറഞ്ഞിട്ടും ദൈവം കൊടുത്തത്. ഇതിന്റെ പിൻപിൽ ദൈവത്തിന് ഒരു അജണ്ടയുണ്ട്. ആരൊക്കെ കൈവിട്ടാലും ഇസ്രയേലിന് തൽക്കാലം ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ ഇന്ത്യ വേണം. അതുകൊണ്ട് ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ ബലശാലികളെ സിംഹാസനത്തിൽ നിന്ന് മാറ്റിയിട്ട് തനിക്ക് ബോധിച്ചവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. നാട്ടുകാർ കേൾക്കട്ടെ. സ്വത്രം മനസ്സിലാക്കുക. സ്വത്രം. അതുകൊണ്ടാണ് കൊടുത്തത്. ഇനി ഭരണഘടനയൊന്നും മാറ്റി എഴുതാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ UP ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, യോഗി ആദിത്യനാഥ്. പുള്ളി ഇച്ചിരി കടുങ്കൈക്കാരനായിരുന്നു. സ്വത്രം. പുള്ളിയെ ദൈവം ഒതുക്കി, BJP ഒതുക്കി. സന്തോഷമില്ലല്ലോ. സ്വത്രം. പുള്ളിയുടെ കട്ടയമ്പടവും ശരിയായി. സ്വത്രം. എത്ര കിടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ UP-യിലായിരുന്നു. അവിടെ എല്ലാം പോയി സുവിശേഷം പ്രസംഗിച്ചതാണ്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം നല്ല ക്ലിയർ. പക്ഷേ ഇച്ചിരി കടുപ്പായിരുന്നു. ദൈവം വിചാരിച്ച് യവനൊരു താൽക്കാലികമായിട്ടൊരു ടെമ്പററി കുഴപ്പം കൊടുക്കണം. സ്വത്രം. അതാ 80 സീറ്റുള്ള UP-യിൽ രാഹുൽ പോലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും സീറ്റ് കിട്ടുമെന്ന്. സ്വതന്ത്രം. എങ്ങനെ അടിച്ചെന്നറിയത്തില്ല. മൺസൂൺ കേരള പോലെ. സ്വതന്ത്രം. ഇതെല്ലാം ദൈവത്തിന്റെ കരമാക്കോട്ടോ. അങ്ങനെയെങ്കിൽ ഇസ്രയേലുമായി ഇന്ത്യ ചേർന്ന് നിൽക്കും. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. അത്തിതളിർത്തു കൊമ്പിളതായി വേരലെടുത്തു. സ്വതന്ത്രം. പണ്ടത്തെ കാലത്ത് ഇന്ത്യയിൽ എത്ര പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു? നാട്ടുകാർ കേൾക്കട്ടെ. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, നെഹ്റു ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു. അവരാരെങ്കിലും പാകിസ്ഥാനെ വെല്ലുവിളിക്കുമോ? ചൈനയെ വെല്ലുവിളിക്കോ? ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്നറിയാമോ? സ്വത്രം. ആരൊക്കെയാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ, അമിത്ഷാ, രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ്റെ അടുത്ത് ചൈനയുടെ അടുത്ത് പറയാം, മര്യാദയ്ക്ക് ഇന്നില്ല നിനക്ക് അടി കിട്ടുമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വത്രം. ഓരോ ദിവസവും സീത ആംലോ ബാത്തിനെ കരേക അംലോ മാരേകാന്ന്. അതിൻ്റെ അർത്ഥം കുറേ ആളുണ്ടായിട്ടാ. സജു ചാത്തന്നൂർ സ്റ്റേജിൽ വെല്ലുവിളിക്കണമെന്നുണ്ട്. എൻ്റെ പിന്നിൽ പോലീസും കാണും, കുണ്ടുകാടിലുള്ള സകലമാണ് എൻ്റെ പിന്നിൽ കാണും. സ്വത്രം. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ പിൻപിൽ ആളുണ്ടായതുകൊണ്ട് ഇന്ന് ഇന്ത്യക്കാർ വെല്ലുവിളിക്കുന്നത്. ഇപ്പോൾ അറ്റാക്ക് ഉണ്ടോ പാകിസ്ഥാനിൽ നിന്ന്, ചൈനയിൽ നിന്ന് അറ്റാക്ക് ഉണ്ടോ? പേടി. ഇന്ത്യയുടെ ആയുധപ്പുര നിറയെ ഇസ്രായേലിൻ്റെ ആയുധം. കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ ഒരു റാലി നടന്നു. അവിടെ മോഡി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആനേവാല ദിൻമേ ആ മക്കൂമത്ത് മേ ബൈഠേഗ യേ കച്ചാ ചീസ് ലേക്കെ ആയേഗ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? ഇസ്രായേലിൽ നിന്ന് ലേസർ കൊണ്ടുവരാൻ പോകുന്നു. സ്വത്രം. കാട്ടാൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദാണ്ട് കതിനാവടി മുടക്കുന്ന പോലെ പാകിസ്ഥാൻ്റെ ചൈനയുടെ വിമാനം വന്നാൽ ക്യാൻസറിന് റേഡിയേഷൻ അടിക്കുന്ന ടെക്നോളജി ഇസ്രായേലിന് പുള്ളി കൊണ്ടുവരാൻ പോകുന്നു. കര ഉയരുന്നില്ലല്ലോ ചായ. അത്തി തളിർത്തു കൊമ്പിളതായി വേനലെടുത്തു ഇന്ത്യ ഇസ്രായേൽ. സ്വത്രം.
ഇനി അടുത്തത് മാത്രമല്ല, നാട്ടുകാരും കേൾക്കട്ടെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഴുവൻ സുരക്ഷയുടെ റൂട്ട് സംവിധാനം പലതും ക്രമീകരിക്കുന്ന ആരാന്നറിയാമോ? ഇസ്രയേലിന്റെ മൊസാദാ ക്രമീകരിക്കുന്ന. സ്വോത്രം. ഇതെല്ലാം കേൾക്കണം. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അവർ പറഞ്ഞ കാര്യമുണ്ട്, ലാപ്ടോപ്പ് പോലും കൈവെക്കരുത്, പുകയാൻ സാധ്യത. ഇതെല്ലാം മനസ്സിലാക്കണം. എത്ര ക്ലിയർ! ദ പാക്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഇസ്രായേൽ. ആരും കൈവിടത്തില്ല. ഈ ഇസ്രയേലുമായി ഇന്ത്യ ചേർന്ന് നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ നീ എന്തിനു വരും? റഷ്യ എന്തിനു വേണ്ടി ഇസ്രായേലിനെ ആക്രമിക്കും? ജാതി ആക്രമണമല്ല. അടുത്ത വാക്ക് വായിച്ചോട്ടെ മക്കളെ, അടുത്ത വാക്ക്. നീ കവർച്ചയിടുവാനോ, വായിച്ചോട്ടെ, നീ കൊള്ളയിടുവാനോ വന്നത്. നീ കൊള്ളയിടുവാനോ, നീ അടുത്തത് കവർച്ച ചെയ്യുവാനോ, വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും, വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകാനോ, കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും, ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ. 29 മാസമായി യുദ്ധം നടക്കുന്ന ചെറുപ്പക്കാരെ. റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി തകർന്നു. അവിടുത്തെ കാർ പ്ലാന്റ് പൂട്ടി. ഈ ഹോണ്ടയുടെ കാർ പ്ലാന്റ് ആയിരുന്നു അവര് ജപ്പാൻകാരൻ. അത് പൂട്ടി തമിഴ്നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് സാംസങ്ങിന്റെ കമ്പനി റഷ്യ തകർന്നു. നിങ്ങളുടെ തിരുവനന്തപുരം ചെമ്പൂര് വെള്ളറട എത്ര കുഞ്ഞുങ്ങളാ MBBS പഠിക്കാൻ പോയത്? റഷ്യയിൽ പോയി, ഉക്രൈനിൽ പോയി, അർമീനിയയിൽ പോയി, ജോർജിയയിൽ പോയി. എത്ര പിള്ളേർ ഇവിടുന്ന് പോയി? വല്ലവരും പോവോ? അപ്പച്ചനും അമ്മച്ചിയും വിടുവോ? അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, ഇന്നത്തെ ഈ അമേരിക്കയുടെ ബാങ്കിൽ കുറെ പേര് പൈസ കൊണ്ടിട്ടിട്ടുണ്ട്. അമേരിക്കയുടെ ബാങ്കിൽ ഡോളർ റഷ്യക്കാർ കൊണ്ടിട്ടിട്ടുണ്ട്. അതെല്ലാം അവർ ഫ്രീസ് ചെയ്ത് വെച്ച് കണ്ടല സർവീസുകാരന ബാങ്കിന്റെ കണക്കായി. സ്വോത്രം. ഒറ്റ പൈസ കിട്ടത്തില്ല. കാര്യം കൈവിടപ്പെട്ടു പോയി. അങ്ങനെയെങ്കിൽ ഇന്ന് റഷ്യ സാമ്പത്തികമായിട്ട് തളരുന്നു. റഷ്യയുടെ IFC കോഡ് ബാങ്കുകാർ വെട്ടി, വെസ്റ്റേൺ യൂണിയൻ ട്രാൻസ്ഫർ വെട്ടി. ഇതൊന്നും പത്രത്തിൽ വരുന്നില്ല. ഏഷ്യാനെറ്റിൽ അളകനന്ദ, 24 PP ജെയിംസ് മാത്രം, വേറെ ആരും വേണ്ടിയല്ല. അങ്ങനെയെങ്കിൽ റഷ്യ ഇന്ന് കുഴഞ്ഞു നിൽക്കുക. 29 മാസമായി ഉക്രൈനോട് അടിച്ചടിച്ച് എന്ത് സംഭവിച്ചു? അങ്ങനെയെങ്കിൽ റഷ്യ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. ഇതൊരു ജാതി ആക്രമണമല്ല. എല്ലാവരും കേൾക്കണം, മതത്തിന്റെ ആക്രമണമല്ല. ഇന്ന് ഇസ്രയേലിനകത്ത് 3 കാര്യമുണ്ട്. ഒന്ന്, ധാതു ലവണം. റഷ്യയിൽ ആണവ നിലയ ചൊർണോബ് ആണവ നില ഇപ്പൊ പെൻഡിങ്ങാ. അവിടെ കറക്കാൻ ധാതുലവണമില്ല. ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയ ഒരു കടലുണ്ട്, ചാവുകടൽ. ആ ചാവുകടലിനകത്ത് 4 ധാതുലവണമുണ്ട്. ലോകം റഷ്യക്കറിയാം. അതാ തോറിയം, ലിഥിയം, പ്രൊട്ടക്ടീനിയം, മഗ്നീഷ്യം. അത് കിട്ടിയാൽ ആണവ പ്ലാന്റ് ചാർജ് ചെയ്യാം. 2, ഇസ്രയേലിനകത്ത് ഏറ്റവും വലിയ ഗ്യാസ്. ആ ഗ്യാസ് എവിടെ? നെഗോ മരുഭൂമിയിൽ ദിമോണ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഖത്തറിലല്ല ഗ്യാസ്, അതാ ഇസ്രയേൽ ഗ്യാസ്. 3-മത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ അമേരിക്കയിൽ അരംകോ, സൗദിയിൽ അരംകോ അല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ദുബായ്, അബുദാബിയിൽ അഡിനോക്കല്ല. ഏറ്റവും കൂടുതൽ കുവൈറ്റിലല്ല എണ്ണ. വായിക്കാമോളെ, എണ്ണ എവിടെ കിടക്കുന്നു? ഇത് റഷ്യക്കറിയാം. ആവർത്തന പുസ്തകം 33:24 വായിക്കാം. ആവർത്തന പുസ്തകം 33:24 എണ്ണ എവിടെ കിടക്കുന്നു? വായിച്ചട്ടെ. ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. ദാണ്ടെ അപ്പൻ മക്കളെ അനുഗ്രഹിക്കുന്നു. ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. കരമുയർത്തട്ടെ. പാമോയിലല്ല, ഇതല്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന മണ്ണെണ്ണയല്ല. അതിന്റെ പേരാ ക്രൂഡ് ഓയിൽ. സ്വോത്രം. എല്ലാവരും കേൾക്കണം. ഈജിപ്തിന്റെ അതിർത്തിയിൽ ഇപ്പൊ അദാനി ഒരു പോർട്ടുണ്ട്, ഹൈഫ പോർട്ട്. അത് മോഡി സാർ ആ ഹൈഫ പോർട്ട് 1500 കോടിക്ക് ഈ അദാനിക്ക് ക്ലിയർ ആയി കൊടുത്ത ഇസ്രയേലുമായിട്ട്. 2 എണ്ണക്കിണറെ ഇസ്രയേൽ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അവരുടെ ആവശ്യത്തിന്. അവന് പണം ഇഷ്ടം പോലെ ഉണ്ട്. 2 എണ്ണക്കിണർ. ആ കിണറിന്റെ പേരാ ലവ്യാദാൻ താമാർ. ഇനി ഇഷ്ടം പോലെ എണ്ണ ഇസ്രയേലിൽ കിടപ്പുണ്ട്. ഇതറിയാവുന്നവനാ റഷ്യ. അപ്പൊ 3 കാര്യം. 1 എണ്ണ, 2 ഗ്യാസ്, 3 ധാതുലവണം. കിട്ടിയാ പുളിക്കുമോ? ഞങ്ങളുടെ അമ്പൂരിയിലെ തോമാച്ചാൻ. 1 റബ്ബർ. വില കുറയുമ്പോൾ 2-മത്തവനെ ചവിട്ടും. അവന്റെ പേരാ കുരുമുളക്. 3-മത്തവനെ പിടിക്കും ഏലം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുപോലെ ഈ റഷ്യക്ക് 3 കാര്യം കിട്ടിയാൽ അവൻ രക്ഷപ്പെടും. അതിനുവേണ്ടി അറബ് ലീഗിനെ ഒരുമിപ്പിച്ചുകൊണ്ട് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ആ യുദ്ധത്തിന്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. അന്ത്യത്തിലേക്ക് ഇന്ന് രാത്രി ഈ യുദ്ധം നടക്കുമോ? അതിനാസ്പദമായി ഇപ്പോൾ ഒരിടത്ത് റഷ്യ ഉക്രൈനെ ആക്രമിക്കുമ്പോൾ വേറെ 2 കാര്യം കൂടെ നടക്കുന്നു. വായിക്കാം. ഒക്ടോബർ 7 മുതൽ ഹമാസ് ഇസ്രായേൽ സംഘടനം. ബൈബിളിലുണ്ടോ? എടുത്താട്ടെ. മനോരമയിലല്ല, ബൈബിളിലുണ്ട്. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം മോള് വായിച്ചാട്ടെ. ആമോസ് 2:5. ഹമാസ് ഇസ്രായേൽ സംഘടനം. വായിച്ചാട്ടെ മോളെ. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. അത് യെരുശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. കരമുയർത്തിയാട്ടെ. ഒക്ടോബർ മാസം 7-ാം തീയതി 3000 റോക്കറ്റുകൾ
ഇസ്രയേലിനകത്ത് ഇറങ്ങി വന്നു. അരമനകൾ, പെങ്കൊച്ചുങ്ങള് അപ്പച്ചമാരെ അമ്മച്ചമാരെയും കൊണ്ട് ഓടി. ഇന്ന് രാത്രി യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? എത്ര ക്ലിയർ! ഒരിടത്ത് റഷ്യ ഉക്രൈൻ, മറ്റേ സ്ഥലത്ത് കിടക്കുന്നു. രണ്ടാമത്തെ സംഭവമായി ഒരടി നടക്കുന്നു ഹമാസ്. അടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നടക്കുന്ന അടി ഇസ്രയേലും സിറിയയും, ഇസ്രയേലും ലബനോനും. വായിക്കാം, ഇതും ബൈബിളിനകത്തുണ്ട്. യെശയ്യാ പ്രവചനം 17:1-2. സിറിയ പച്ചക്കിട്ടടിക്കും, ലബനോനെ അടിക്കും. വായിരുമോളെ യെശയ്യാ 17:1-2 വാക്യങ്ങൾ വായിച്ചട്ടെ. ദമ്മേശക്കിനെ കുറിച്ചുള്ള പ്രവാചകം. ഡമാസ്കസ് എന്ന് പറയുന്ന സിറിയയുടെ തലസ്ഥാനമാ ഈ ഡമാസ്കസ്. ഡമാസ്കസിനെ കുറിച്ചുള്ള പ്രവചനം കുഞ്ഞു വായിച്ചട്ടെ. ഇതാ ദമ്മേശക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയ ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അതാ മലയാള മനോരമ വാർത്ത. സിറിയയുടെ മണ്ടയ്ക്ക് ഇസ്രായേൽ അടിക്കുന്നു. 2 ലബനോൻ. വായിച്ചട്ടെ മോളെ അടുത്തത്. അത് ശൂന്യകൂമ്പാരമായി തീരും. അത് ശൂന്യകൂമ്പാരമായി തീരും. അരോവേർ പട്ടണങ്ങൾ, അരോവർ ഇന്നത്തെ ലബനോൻ, ഹിസ്ബുള്ള. ഇന്ന് രാത്രി 4 അടികൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ച് കാണിക്കോ. 1 റഷ്യ ഉക്രൈൻ, 2 ഇസ്രയേൽ സിറിയ, 3 ഇസ്രയേൽ ലബനോൻ, 4 ഇസ്രയേൽ ഹല്ലേലൂയ ഹമാസ്. ഇനി 2 അടിയും കൂടെ പുറകെ വരും. ഇസ്രയേൽ തുർക്കിയെ ആക്രമിക്കും, ഇസ്രയേൽ അടുത്തത് ഇറാനെ ആക്രമിക്കും. അങ്ങനെയെങ്കിൽ ലോകം ഒരന്തിമ യുദ്ധത്തിലേക്ക് പോകും. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളും റഷ്യയും ചൈനയും ആരുടെ പിൻപിൽ വരുമെന്നറിയാമോ? അറബ് ലീഗിന്റെ പിൻപിൽ വരും ഇസ്രായേൽ. ബാക്കി ഭാഗങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ അടി എവിടാ തുടങ്ങിയെന്നറിയാമോ? സ്വോത്രം. അബ്രഹാമിന്റെ വീട്ടിലെ 2 കുഞ്ഞുങ്ങളാ തുടങ്ങിയത്. ഒരുവന്റെ പേര് ഇസഹാക്കും, മറ്റവന്റെ പേര് ഇസ്മായേലും. പിന്നെ 2 പിള്ളകൾ ഒരമ്മച്ചയുടെ ഉദരത്തിൽ കിടന്ന് അടി തുടങ്ങി. അവന്മാരുടെ പേരാ ഏശാവും യാക്കോബും. സന്തോഷമില്ലല്ലോ. പിന്നെ 3ാമത്തവൻ അമ്പൂരി മലയിൽ അടി നടന്നു. അവന്റെ പേരാ ദാവീദും ഗോലിയാത്തും. സന്തോഷമില്ലല്ലോ. 4ാം ക്ലാസ്സിൽ പട്ടകുളത്ത് LP സ്കൂളിൽ പഠിക്കുന്ന ദാവീദ് ഒരു ദിവസം കാക്കി നിക്കറും ഇട്ടിട്ട് കള്ളിക്കാട് വഴി അമ്പൂരി മലയിൽ പോയി. നാട്ടുകാരി വെച്ച് പയ്യ നീ എങ്ക പോകത്? അവൻ പറഞ്ഞു ഫെലിസ്തീനെ കാണാൻ പോകത്. സ്വോത്രം. അപ്പം പറയാ 40 ദിവസമായിട്ട് ബറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫെലിസ്തീനെ കാണാനാ ആര് പോകുന്നത്? ദാവീദ്. ഇവിടെ പട്ടകുളത്തുകാരും വീരണക്കാവുകാരും വാഴിച്ചലുകാരും പന്തക്കാരും തിരിച്ചു. അമ്പൂരി മലയുടെ അവിടെ ചെന്നപ്പോൾ ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു എതുക്ക് വന്നിരിക്കത്? ഉടനെ ദാവീദ് പറഞ്ഞു ഉണ്മ എതുക്ക് വന്നിരിക്കുന്നു. സ്വോത്രം. കൈയിരിക്കുന്ന കമണയെടുത്ത് 4ാം ക്ലാസ്സുകാരൻ മണ്ടയ്ക്ക് ഒറ്റയടി കിടക്കുന്ന ഫെലിസ്തീൻ. സ്വോത്രം. അന്ന് 4ാം ക്ലാസ്സിലുള്ള ദാവീദ് ഗോലിയാത്തിനെ തകർത്തെങ്കിൽ ഇന്നത്തെ ഇസ്രയേൽ എന്തോ ആയിരിക്കും? കരമുയരുന്നില്ലല്ലോ അച്ചായ. സ്വോത്രം സ്വോത്രം സ്വോത്രം. എത്ര കാര്യം! ഞാൻ കുറ്റം പറയല്ലോ, യവനെ തോപ്പിക്കാമൻ കരയും. അങ്ങനെയെങ്കിൽ അത് സെമിയാ നടന്നത്. ഇനി ഒരു ഫൈനൽ യുദ്ധം നടക്കുക. യഹോശാഫാത്ത് താഴ്വര. അതിനുവേണ്ടി നാം പോകുന്നതിന് ഇടവേളയിലേക്ക് പോകാം. എന്നാൽ ഇന്ന് രാത്രി ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഏവരും കേൾക്കണം, ഏവരും കേൾക്കണം. ഇതാ ഞങ്ങളുടെ പ്രസംഗം. ഏവരും കേൾക്കണം. എന്താ ആ യുദ്ധം ആരംഭിക്കുന്നതിന് ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് 40 പാകിസ്ഥാന്റെ കോൺസുലേറ്റുമാരെ ന്യൂഡൽഹിയിൽ നിന്ന് കൊണ്ടുപോകും പഞ്ചാബിലെ വാഗാതിർത്തി ഒരു AC ബസ്സിൽ. അപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് 40 കോൺസുലേറ്റുമാർ ഇന്ത്യക്കാരെ കൊണ്ടുവരും. 2 വണ്ടിയും വരും. ഡോർ തുറക്കും, പാസ്പോർട്ട് കൊടുക്കും. 40 പേരെ അങ്ങോട്ട് കൊടുക്കും. പാകിസ്ഥാന് ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യും. ഈ കൈമാറ്റം ചെയ്തിട്ട് ഗേറ്റ് അടയ്ക്കും, പതാക താഴ്ത്തും. 8 മണിക്കൂർ കഴിഞ്ഞാൽ വെടിപ്പുന്നത് നടക്കുന്നെങ്കിൽ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നാരകത്തിൻ കുഴിയിലും കള്ളിക്കാടും പൂഴനാടും ഒരു കൈമാറ്റം നടക്കും. ആ കൈമാറ്റത്തിന്റെ പേര് യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറാ. ഇന്ന് രാത്രി നാരകത്തിൻ കുഴിയെ കള്ളിക്കാട്. കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സൂചേട്ടത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എവിടാ? താഴെ പോണം. താണ്ടെ 40 കുഴി താഴെ ഇട്ടില്ലണം. അവിടെ ഞാൻ പ്രസംഗിച്ച സ്ഥലമാണ് TPMന്റെ പൈത്തോമം. വിജയം ഭാഷക്ക് അറിയത്തില്ല, നെഞ്ച് കയറി പ്രസംഗിച്ച സ്ഥലം ഇന്ന് TPMന്റെ പൈത്തോമം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആമോസ് 4:12 ഇസ്രായേൽ, ഇസ്രായേൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ ഈ വരവിൽ ആര് പോകും? ഇന്ന് പകൽ, ഇന്ന് ഇടവേളയ്ക്ക് എന്നതിന് ഒരു കാര്യം, നമ്മുടെ ഇവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു സംഭവം വരുന്നുണ്ട്, പോളിയോ വാക്സിൻ. അത് കണ്ടുപിടിച്ചത് PSC ടെസ്റ്റ് എന്ന കുഞ്ഞുങ്ങൾ എഴുതിയാട്ട് അതിന് പ്രത്യേകം ചായ മേടിച്ചിരണം. അതിൻ്റെ പേരാ ജോൺ ലിറ്റിൽ വാക്സിൻ. ഒരു യഹൂദന പോളിയോ കണ്ടുപിടിച്ച വാക്സിൻ.
അതിൻ്റെ അർത്ഥം 5 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് കാലുമടന്തി കിടക്കാൻ സഖാവ് പിണറായി അനുവദിക്കുന്നില്ല, സഹോദരി വീണ ജോർജും അനുവദിക്കുന്നില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിജി അനുവദിക്കുന്നില്ല. പൂഴനാട് കിട്ടും, വെള്ളറട കിട്ടും, കള്ളിക്കാട് 2 പെങ്കൊച്ചുങ്ങൾ കൊടയും വെച്ചുകൊണ്ടിരിക്കുക. കൊണ്ടുവാ പോളിയോ വാക്സിൻ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ. അന്നേരം ആ ഷീല സിസ്റ്റർ ഈ കുഞ്ഞിനെ കൊടുക്കാതെ പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ എന്തോ തിന്നാൻ പോകും, ചിക്കൻ കാല് തിന്നാൻ പോകും. സ്വോത്രം. കുഞ്ഞിന് പോളിയോ കൊടുക്കാതിരുന്ന അവസാനം എന്തോ കുഞ്ഞ് കാലുമടന്തി വീട്ടിൽ കിടക്കും. സ്വോത്രം. അങ്ങനെയെങ്കിൽ അതെന്താ? മനുഷ്യകുലത്തിന് വരാനിരിക്കുന്ന പോളിയോയ്ക്ക് അഡ്വാൻസ് വാക്സിൻ. എന്നാൽ ഇന്ന് രാത്രി കള്ളിക്കാടും പൂഴനാടും മനുഷ്യനൊരു പോളിയോ വന്നു. അതിന്റെ പേരാ തിന്മയുടെ ശക്തി, പാപം. പാപത്തിന് നെയ്യാർ മെഡിസിറ്റി മരുന്നുണ്ടോ? പ്രസംഗം ഇന്ന് നിർത്താം. മമലിൽ മരുന്നുണ്ടോ? മെഡിക്കൽ കോളേജ് സർജറി ഉണ്ടോ? RCC ചെന്ന് ഓൺകോളജി ഡോക്ടറോട് പറയാം, സാറേ എനിക്ക് പാപമുണ്ട്, 4 റേഡിയേഷൻ തരാം. അയാൾ ചെവിക്ക് പിടിച്ച് പുറത്ത് കളയും. സ്വോത്രം. എന്നാൽ ഇന്ന് രാത്രി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു വാക്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഏതാ? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കിൽ നിന്ന് 6 ലിറ്റർ രക്തമൊഴുകിയെങ്കിൽ അവന്റെ ചങ്കിലെ ചോര കരമുയർത്തുന്നവർക്കായി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നിന്റെ സകല പാപമല്ല, സകല പാപവും ഇന്ന് രാത്രി ശുദ്ധീകരിക്കുന്നു. 1 more time. നാളെ യോഗമില്ല. അപ്പച്ച അമ്മച്ചി ഇന്ന് രാത്രി പ്രസംഗം കേൾക്കുന്ന തായെ തകർപ്പരെ തങ്കച്ചി இந்த ஒலி பக்கத்தில் எங்கேயோ அருமையான வேதம் சொல்கிறது. தேவ பிள்ளைகள் பார்க்குது கேட்குது. இந்த நாட்களில் நீ எங்க போக முடியாது. உங்க வீட்டுக்குள்ள இருந்த நெஞ்ச கை கொடுத்து கொண்டு இന്ന് രാത്രി பேச, യേശു എൻ്റെ ഏക രക്ഷക, യേശു എൻ്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഇന്ന് രാത്രി നീ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടാൻ കാലമായി. രക്ഷിക്കപ്പെട്ടവനെ ചേർക്കാൻ യേശു വരാറാണ്. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും അധികാരം. ചാനലുകൾ സഹിതം സകല ഗോത്രത്തിലും ഭാഷമേലും ജാതിമേലും അധികാരം. 4 വാക്യങ്ങൾ ഒലിവമല പിളരുന്ന സംഭവം പറയുമ്പോൾ ഈ രാത്രി അവസാനിപ്പിക്കാം. ബാക്കി കനാനുകളിൽ ഇന്ന് രാത്രി 7 അടി ഇവിടെ നടക്കുന്നു. 1 ഇസ്രായേൽ സിറിയ, 2 ഇസ്രായേൽ ലെബനോൻ, റഷ്യ ഉക്രൈൻ, ഇസ്രായേൽ ഹമാസ്, അടുത്ത വരുന്നു ഇസ്രായേൽ തുർക്കി, ഇസ്രായേൽ ഇറാൻ. ഇത് വരുന്നത് ഒരു അന്തിമ യുദ്ധത്തിലേക്ക്. അത് നടക്കണമെങ്കിൽ ഇവിടെ ഒരു കാര്യം നടക്കണം. രാഷ്ട്രീയം ബൈബിള് ശ്രദ്ധിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇതാ ഒരു വലിയ പ്രവചനം. ഇന്ന് ഇസ്രായേലിന്റെ കൂടെ സാമ്പത്തിക ശക്തികളായ ഇന്ത്യയുണ്ട്, യുണൈറ്റഡ് നേഷൻസും ഉണ്ട്. താമസം വിന ഇവര് വലിയ കുഴപ്പത്തിൽ ചാടും. ഇരമ്യ പ്രവചനം 22-ാം അധ്യായം 21-22 4 വാക്യം. 1-ാമത്തെ വാക്യം വായിച്ചാട്ട് ഇസ്രായേലിന്റെ പ്രത്യേകത വായിക്കാം. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. ലോകത്തെ ആര് പറഞ്ഞാലും ഇവൻ കേൾക്കത്തില്ല. അങ്ങനെ ഒരു സാധനം പണ്ട് കാലത്തെ ഇവ അനുസരിക്കത്തില്ല. ഞാൻ പോലും ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, യുദ്ധം ഒന്ന് തീരാൻ. കണ്ണ് നിറഞ്ഞു പോവുക. 14,000 കുഞ്ഞുങ്ങളെ അവന്മാര് കണ്ണി ചോരയില്ല കൊന്നത്. 12,000 അമ്മമാരെ കൊന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം 36,000 പേരാ മരിച്ചു വീണത്. ചോരക്കളി തീർന്നിട്ടില്ല. ആശുപത്രിയിലും സ്കൂളിലും എല്ലാം ബോംബെടും. കണ്ണി ചോരയില്ലാത്തവന്മാരാ യഹൂദന്മാർ. സ്വോത്രം. അവൻ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. അതുകൊണ്ട് ഇന്ന് എല്ലാ രാജ്യങ്ങളും പറഞ്ഞു. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി രാത്രി ഏഷ്യാനെറ്റ് കാണുന്ന ആന്റണി ബ്ലിങ്കൻ. ഇന്ന് രാവിലെ ഞാൻ ബസ് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ടെല്ലവീവിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ആന്റണി ബ്ലിങ്കൻ ഇവിടെ കുത്തിയിരിക്കുക ഈ അടി തീർക്കാൻ. അറബ് രാജ്യങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നു എത്രയും പെട്ടെന്ന് അടി തീർക്കാൻ. ഇവൻ കേൾക്കത്തില്ല. അതാ പറഞ്ഞ ബൈബിൾ, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി പല കാര്യവും പറഞ്ഞു, നീ കേൾക്കത്തില്ല. അടുത്ത വാക്ക് ബാല്യം. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത്, എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അത് പണ്ട് കാലത്തെ നീ വാക്ക് കേൾക്കത്തില്ല. ശൗല് കഴുതി അന്വേഷിച്ചു പോയി, അവസാനം അവിടെ തീർന്നു. ദാവീദ് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചവന് ദൈവ വഴി വിട്ടു. പിന്നെ നാദാം വന്ന ഒരു പരുവത്തി അവനെ ശരിയാക്കിയതാ. ഇവന്റെ വല്യപ്പന്മാര് തൊട്ട് കുഴപ്പക്കാരാന്നാ ഈ പറയുന്നത്. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി, നീ എന്റെ വാക്ക് കേൾക്കയില്ല. അടുത്ത ബാല്യം മുതൽ ശേലം. നിന്നെ മേയിക്കുന്നവരെ വായിച്ചിട്ട് മോളെ അടുത്ത മേയിക്കുന്നവരൊക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. വാക്യം മാറ്റല്. നിന്നെ മേയിക്കുന്നവരെ കൊടുങ്കാറ്റ് മേയിക്കും. കൊടുങ്കാറ്റ് സാമ്പത്തിക മാന്യം. 5 ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ സാമ്പത്തിക മാന്യത്തിൽ. അമേരിക്ക ഭയങ്കര പ്രതിസന്ധിയാണ്. 2ാമത്തെ രാഷ്ട്രമാണ് കാനഡ. അവിടെ പിള്ളേർക്ക് പാർട്ട് ടൈം ജോലിയില്ല. ബ്രിട്ടനിൽ അതിലും പ്രശ്നമാണ്. കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ ഒരു ചക്ക
കുഞ്ഞുങ്ങളോട് വെട്ടിയരിഞ്ഞ് ചുള എടുക്കാൻ പറഞ്ഞാൽ പറയും അത് പണ്ടത്തെ കാലം അപ്പനും അമ്മ ആ ജോലി നോക്കിക്കോളാൻ പറയും. കുഞ്ഞുങ്ങൾ ചക്കയും തുടങ്ങത്തില്ല, ചക്കയിറക്കും തുടങ്ങത്തില്ല. ഇപ്പം എല്ലാം കൂടെ ബ്രിട്ടനിൽ പോയിട്ട് ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ കാർട്ടൂൺ തലയിൽ ചുമന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തിന്നാൻ കാശ് കിട്ടത്തില്ല. സ്വതന്ത്രം വരാൻ പറ്റത്തില്ല. ഇവിടുന്ന് ലോൺ എടുത്ത് പോയതാണ് 20 ലക്ഷം രൂപയായിട്ട്. അപ്പച്ചി അമ്മച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ തീർന്നോ, ഞങ്ങൾ ഇവിടെ റീത്ത് വെച്ചേക്കാന്ന്. അതുകൊണ്ട് അവൻ അവിടെയില്ല ഇവിടെയില്ല. അവസാനം ഉച്ച കഴിഞ്ഞ് പഠിക്കുന്ന പിള്ളേരെല്ലാം വീഡിയോ വേണം ഞാൻ ആർക്കും അയച്ചു തരാം, പിള്ളേർക്ക് അയച്ചു തരാം. ഇവരെൻ്റെ സൗകര്യങ്ങൾ ബ്രിട്ടനിൽ നിന്ന് ആൾക്കാർ എനിക്ക് അടുത്ത് അയച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരും പെൺപിള്ളേർ ഇവിടെ ഒരു ജോലി ചെയ്യാൻ പറയത്തില്ല, മൊബൈൽ കുത്തുന്നവർ. ഇപ്പം ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ കാർട്ടൂൺ എടുത്ത് വെച്ച് ഗോഡവണി ചുമക്കുന്നെന്ന് മലയാളി മനസ്സിലാക്ക്. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് അടുത്ത സംഭവം കേട്ടോണം. അടുത്ത ഏറ്റവും നിർണായകമായ സംഭവം ഫ്രാൻസും കുലുങ്ങുന്നു. പിന്നെ പറ്റിയ ഒരു രാഷ്ട്രമുണ്ട്, പോകാൻ പറ്റിയവർ പോകണം. അതിൻ്റെ പേരാണ് ഓസ്ട്രേലിയ. നേഴ്സുമാർക്ക് 4 ലക്ഷം, IT എഞ്ചിനീയർമാർക്ക് 5 ലക്ഷം. പോയിട്ട് അവിടെ പോകുന്നവർ എന്നെയും കൂടെ ഓർത്തോണം, ഒരു ചായക്ക് കാശും തരണം. സന്തോഷമില്ലല്ലോ. മര്യാദയുള്ളൊരു സ്ഥലമാണ് ഓസ്ട്രേലിയ. വേറെ ഒരു കുഴപ്പമില്ല. ചെന്നാൽ ഭൂമി ഫ്രീ, ബാങ്ക് ലോൺ, വളരെ നല്ലൊരു ക്രൈസ്തവ രാഷ്ട്രമാണ് ഓസ്ട്രേലിയ. വലിയ കുഴപ്പങ്ങളില്ല. ബാക്കിയെല്ലാം നിന്റെ സ്നേഹിതർ, നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് വയ്ക്കുക, സാമ്പത്തിക മാന്ദ്യം. ഇതാണ് സുവിശേഷ പ്രസംഗം. ഇവിടെ നിങ്ങൾ കേൾക്കണം. ഇന്ന് UN-നകത്ത് സെക്യൂരിറ്റി കൗൺസിലിൽ 5 രാജ്യങ്ങളാണ് ഉള്ളത്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. അതിനോടൊപ്പം അടുത്ത ഒരു രാജ്യമുണ്ട്, റഷ്യ ചൈന ആർക്കാ സപ്പോർട്ട്? പലസ്തീനും അതാ ഇറാനും ആ സപ്പോർട്ട്. അപ്പൊ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും. അപ്പൊ ലോക കോടതിയിൽ ഒരുവരും ഇന്ന് വെടി നിർത്തണം. അപ്പൊ യോമാര് 3 പേരും പറയും ആ പ്രമേയം അവിടെ നിൽക്കട്ടെ. അതിന്റെ പേരാ വീറ്റോ. UN-ൽ വീറ്റോ. ഇന്ന് അവർ സാമ്പത്തിക മണ്ഡലം തകർന്നാൽ ലോകത്തെ ഒരു സംഭവം വരാൻ പോവാം. എല്ലാവരും കേൾക്കണം, ബുദ്ധിയുള്ളവർ. ഇന്ന് എണ്ണവില ഡോളറിനകത്താ. ഇപ്പൊ ഈ ചൈനക്കാരന് റഷ്യക്കാരന് സൗദിയെ പിടിച്ചിരിക്കുക. നമ്മൾ ചാക്കിടുന്നത് പോലെ ചാക്കിട്ടിരിക്കുക. എന്നിട്ട് സൗദിയോട് പറയാം ഈ എണ്ണവില റഷ്യയുടെ റൂബിളിലാക്കണമെന്ന്. അങ്ങനെ ആക്കിയാൽ പാസ്റ്റർമാരെ അമേരിക്കയുടെ കാര്യം കട്ടപ്പോക. ഡോളർ വെറും ഫിയറ്റ് കറൻസി ആവും. പണ്ടത്തെ 2000 നോട്ട് ചില അമ്മാമ്മമാരെ ഇപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട്, ഒരു പ്രയോജനമില്ല, കരം ഉയരുന്നില്ലല്ലോ സോദരം. അതുപോലെ അമേരിക്കയുടെ കറൻസി മാറും. ഞാനല്ല പറഞ്ഞത്, അമേരിക്ക കരയും. അമേരിക്കയിൽ ഒരു സുവിശേഷകനുണ്ട്, അത് ബില്ലി ഗ്രഹാം. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ബില്ലി ഗ്രഹാം അമേരിക്കയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാപം സോദോമിന്റെ മ്ലേച്ഛത. ബില്ലി ഗ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. സോദോമിനകത്തെ മ്ലേച്ഛത കണ്ട് ദൈവം സോദോമിനെ ന്യായം വിധിച്ചെങ്കിൽ ഇന്നത്തെ അമേരിക്കയുടെ മ്ലേച്ഛത കണ്ട് ദൈവം അമേരിക്കയെ ന്യായം വിധിക്കുമോ? ഇല്ല. അല്ലെങ്കിൽ സ്വർഗ സോദോമിൽ പോയി മാപ്പ് പറയണം. അതൊരിക്കലും ഉണ്ടാകത്തില്ല. അങ്ങനെയെങ്കിൽ സോദോമിനെ ന്യായം വിധിച്ച സ്വർഗത്തിലെ ദൈവം അമേരിക്കയെ ന്യായം വിധിക്കും. സ്വോത്രം. ഇപ്പം അമേരിക്ക നിലനിൽക്കുന്നത് കുറച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുറച്ച് ദൈവസന്ധി മുട്ടുമടക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ പള്ളികളും എല്ലാം വിറ്റവന്മാർ കാശാക്കുന്നത്. സ്വോത്രം. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ കറൻസി ഫിയറ്റ് കറൻസി ആവും. ഇന്ന് അമേരിക്കയുടെ കടം എത്രയാണെന്നറിയാവും? ചെറുപ്പക്കാർക്ക് നോട്ട് ചെയ്യാൻ 32 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. 32 ട്രില്യൺ ഡോളർ. പിന്നെ അവൻ പിടിച്ചു നിൽക്കുന്നത് എണ്ണവില സ്വർണ്ണവില ഡോളറിലായോണ്ട് ഇന്നത്തെ ഡോളർ. അങ്ങനെയെങ്കിൽ അടുത്ത വാക്കാ നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. ഈ കൊടുങ്കാറ്റ് മേയ്ക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സംഭവം നടക്കും. വായിച്ചാട്ട് മോളെ അടുത്ത വാക്ക്. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. കിടക്കുന്നു. നിന്റെ കൂട്ടുകാർ പ്രവാസത്തിലേക്ക് പോകും. സാമ്പത്തികം തകരുമ്പോൾ ഒരു വാക്ക് ഇവിടെ ശ്രദ്ധയോടെ ഇരിക്കണം. അതാ വളരെ സ്ലോയിൽ ഞാൻ പോകുന്നത്, മനസ്സിലാക്കണം. യെരുശലേമിലാക്കാ വരുന്നത്. ഇന്ന് സ്തോത്രം. നമ്മുടെ ഇവിടെ കള്ളിക്കാട് ഒരു പയ്യൻ, അവൻ സൗദിയിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഐസ്ക്രീം കട. ആ കറബി കട ഏറ്റെടുത്ത് പൈസ സ്തോത്രം എന്തോ ചെയ്തു, ഇവന് കൊടുത്ത് നാട്ടി വിട്ടു. അവൻ്റെ പാസ്പോർട്ടും എല്ലാം റെഡിയാക്കി. അവൻ കള്ളിക്കാട്ട് വന്നൊരു പച്ചക്കറി തോടെ കടന്നെങ്കിൽ കടയുടെ പേര് പ്രവാസി പച്ചക്കറി കട. 1, 2 ഒരു ആട്ടോയും എടുത്ത്, ഇലക്ട്രിക് ആട്ടോ. അതിൻ്റെ പേരാ പ്രവാസി ആട്ടോ. ഈ 2 എണ്ണം കണ്ട് വന്നിട്ട് 3 മാസമായി. വിജയം പാസ്റ്റർ അതുവഴി പോയപ്പോൾ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ നീ ഇനി സൗദിക്ക് തിരിച്ചു പോകുന്നില്ലേ? അപ്പോൾ വിജയം പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ബോർഡ് കണ്ടില്ലേ, പ്രവാസി തട്ടുകട, പ്രവാസി ആട്ടോ. കരം ഉയരുന്നില്ലല്ലോ, ഇനി അങ്ങോട്ട് പോകണ്ടെന്ന്. സ്വോത്രം. അതുപോലെ ഇന്നത്തെ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തകരുമ്പോൾ ഒരു സംഭവം നടക്കും. ഇസ്ലാമിക രാജ്യങ്ങളെ അനുകൂലിക്കുന്നവർ എവിടെ വരുമെന്നറിയാമോ? UN സെക്യൂരിറ്റി കൗൺസിലിൽ വരും. അപ്പോൾ ഈ ഒരു സംഭവം അവർ കൊണ്ടുവരും. ദാണ്ടേ ജെറുസലേം പഴയതുപോലെ ആർക്ക് കൊടുക്കണം? ജോർദാന് കൊടുക്കണം, UN കൊടുക്കണം. യഹൂദൻ ഇത് വിട്ടുകൊടുക്കത്തില്ല.
ഇതിനു വേണ്ടി അന്തിമ യുദ്ധം. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക്. വായിച്ചാട്ട് മോളെ അടുത്ത വാക്ക്. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും ഇസ്രയേൽ നിലവിളിക്കും. UN-നകത്ത് ഇപ്പൊ യവനെ നിർത്തിയത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുവാ. അതിൽ ഒന്നോ രണ്ടോ പോയാൽ റഷ്യ ചൈന അവിടെ നിൽക്കും. ഇസ്ലാമിന് ഭൂരിപക്ഷമുള്ള ഒരുവൻ വന്നാൽ അവൻ യെരുശലേമിന് വേണ്ടി കരമുയർത്തിയാൽ UN ഓർഡർ. അങ്ങനെയെങ്കിൽ ജെറുസലേം ഭാരമുള്ളൊരു കല്ലായി മാറും. കരമുയർത്തുന്നവർക്ക് ഇതാ സുവിശേഷ പ്രസംഗം. അന്നാളിൽ ജെറുസലേമിന് ഞാൻ ഭാരമുള്ള ഒരു കല്ലായി വെക്ക്. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. യെരുശലേമേ, യെരുശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ചതുപോലെ നിന്റെ മക്കളെ മറച്ചു കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെതിരെ പ്രമേയം വരുമ്പോൾ ഈ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയും ചൈനയും ചേർന്ന് ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. 3-ാം ലോക മഹായുദ്ധം. ശ്രദ്ധയോടെ വായിക്കുക. എസെക്കിയേൽ പ്രവചനം 38, 15, 16. ബൈബിൾ എല്ലാവരും എടുത്താട്ടെ. 2 വാക്യം കഴിയുമ്പോൾ അവസാനിക്കുക. എസെക്കിയേൽ 38, 15, 16 വായിച്ചട്ടെ. പെടപെടാ വായിച്ചു. നീയും നിന്നോട് കൂടെ പല ജാതികളും, റഷ്യയുടെ കൂടെ ചേർന്ന പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി, ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. സിറിയയിലെ ഗോലാൻ കുന്നിൽ നിന്ന് നീ ഇസ്രായേലിലേക്ക് വരും. അടുത്ത വാക്ക്. ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തിയാട്ടെ. അപ്പൊ എവിടാ വരുന്ന അന്തിമയുദ്ധം? ഇന്ത്യയിലും പാകിസ്ഥാനിലും. എന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. റഷ്യയെ വായിച്ചോ. ഗോഗേ വായിക്കേ. ഗോഗേ അന്ത്യകാലത്ത് ജാതികൾ കാൺകെ, അന്ത്യകാലത്ത് ഉലകം കാൺകെ, ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്ന് നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. സംഭവിക്കാൻ പോകുന്നു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറാൻ പോകുന്നു. കരമുയർത്തുന്നവർക്കായി ഇതാ സുവിശേഷ പ്രസംഗം കേട്ടോ. ഇന്ന് രാത്രി എന്തായി മേഘം? 2 മിനിറ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ബൈബിളിനകത്ത് കാർമേഘവും മിന്നലുള്ള മേഘവും ഒക്കെ ഉണ്ട്. ആ മേഘമല്ല ഈ മേഘം. ഇത് യുദ്ധവിമാനം. റഷ്യയും അറബ് രാഷ്ട്രങ്ങളും ആക്രമിക്കുന്നു. ഈ ശംഖുമുഖത്ത് എയർ ഷോ ഉണ്ട്. എയർ ഇന്ത്യയുടെ വിമാനം വെള്ളയും ചുവപ്പും ഒക്കെ വരും. എമിറേറ്റ്സ് പച്ച വരും, ഇൻഡിഗോ നീല വരും, അത് കഴിഞ്ഞ് വിസ്താര ചന്ദന കളർ വരും. എന്നാൽ ശംഖുമുഖത്ത് എയർ ഷോയിൽ ഒരു വിമാനം വരും, നാവികസേനയുടെ വ്യോമസേനയുടെ ചാരക്കളർ വിമാനം. അതെവിടെ വരും? റഷ്യയുടെയോ ഹല്ലേലൂയ അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ വരും. അപ്പോൾ വിമാനം എന്നാ കണ്ടുപിടിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ PSCക്ക് വരുന്ന ക്വസ്റ്റ്യൻ. 1903 അമേരിക്കയിൽ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച ഇർബിയിലും ഓർബിയിലും. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് അറ്റ്ലസ് ഒരു സൈക്കിൾ കണ്ടുപിടിക്കുന്നതിന്, ഹെർക്കുലിസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 2600 കൊല്ലം മുമ്പ് എഴുതി, അന്തിമ യുദ്ധം, യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുക. കരമുയർത്തുന്നവർക്കായി വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്ത്. ഇതാ ബൈബിളിന്റെ തനിമ. സ്വത്രം. അപ്പൊ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ലോകത്തിലെ 2 വൻശക്തി. ഇസ്രായേൽ ആര്? എല്ലാവരും കേൾക്കണം. 2 വാക്യം കൊണ്ട് നിർത്താം. ഇസ്രായേൽ കേരളത്തിന്റെ 6 ഡിസ്ട്രിക്റ്റേ ഉള്ളൂ. 1 കോടി ജനം. ഇപ്പം ബാക്കി ഇനി വന്നാൽ എത്ര? 1.5 കോടി നോക്കാം. 6 ഡിസ്ട്രിക്റ്റേ ഉള്ളൂ ഇസ്രായേൽ. 1 ടെലവീവ്, 2 ജെറുസലേം, 3 അഷ്കലോൻ, 4 അഷ്തോദ്, 4, 5 ഹൈഫ, 6 യാഫ. 6 ഡിസ്ട്രിക്റ്റ്, 1 കോടി പേരേ ഉള്ളൂ ഇസ്രായേൽ. ഈ 57 രാജ്യങ്ങൾ അവൻ്റെ നേരെ വന്നാൽ അതിൻ്റെ ഇടയ്ക്ക് റഷ്യയും ചൈനയും വന്നാൽ എന്തോ ചെയ്യും? ഇന്ത്യയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊരു വിമാനം ഇസ്രായേലിൽ എത്തണേ നോൺ സ്റ്റോപ്പ് 6 മണിക്കൂറാണ്. അമേരിക്കയിൽ നിന്ന് 8 മണിക്കൂർ വേണം. ഈ ഒരു വിമാനം പച്ചോളം കിട്ടത്തില്ല. നാടൻ ഭാഷയെ പറഞ്ഞാൽ ഇന്ന് നിലവിളിക്കുന്ന, ഇന്ന് ലോകത്ത് ഹല്ലേലൂയ വെല്ലുവിളിക്കുന്ന യഹൂദൻ. അതാ കുഞ്ഞ് വായിച്ചത്. നിന്റെ ശുഭകാലത്ത് നിന്നോടരുളി വാക്ക് കേൾക്കുകയില്ല. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിൽ പോകുമ്പോൾ ഇസ്രയേൽ നിലവിളിക്കുന്ന കാലം വരാറായി. നാരകത്തിൽ കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, സൈന്യങ്ങൾ യെരൂശലേമിന് വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തുപോയി. കരമുയർത്തുന്നവർക്കായി എന്താവും? പാണ്ടിലോറിയുടെ കീഴിൽ തവള കയറിയോലായിപ്പോ. സ്വോത്രം. അന്നവന്റെ അയൺഡോമും ഇല്ല. ഇപ്പൊ 400 വാർപ്ലെയിനാണ് ഇസ്രായേലിനുള്ളത്. 70 യുദ്ധക്കപ്പലും ഉണ്ട്. ഇതൊന്നും അനങ്ങത്തില്ല മക്കളെ. അവിടെ ലിബിയയും ഈജിപ്തും ജോർദാനും റഷ്യയും ചൈനയും. അന്നൊരു സംഭവം നടക്കും.
അതിനു മുമ്പ് ദൈവസഭ വായിക്കാൻ മക്കളെ അവർ നിലവിളിക്കാൻ പോകുന്നു. സെഖര്യാ പ്രവചനം 12:9-10 വായിച്ചിട്ട് മോളെ. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന ദാണ്ടെ ലിബിയായും ഇറാനും സിറിയ ഒന്നുമല്ല, ഇതാ വിഷയം. അതാ ഞാൻ കാണിക്കുന്നത്. യുദ്ധം അവസാനം വരാൻ പോകുന്ന ഭാഷമാരെ യെരൂശലേമിലേക്കാ. സ്തോത്രം. അവിടെ ഈ അന്തിമ ദിനം വരുന്നത്. യെരൂശലേമിനെ വായിച്ചിട്ട് മോളെ. യെരൂശലേമിന്റെ നേരെ വരുന്ന സർവ്വജാതികളെ സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. അടുത്ത വാക്ക്, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും. ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്ന കാലം വരാറായി. ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെ ആത്മാവിനെ പകരും. യഹൂദൻ നിലവിളിക്കാൻ തുടങ്ങും. അടുത്ത വാക്ക്, അവർ കുത്തിയവങ്കലേക്ക്. വായിച്ചിട്ട് മോളെ. കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. പീലാത്തോസിന്റെ അരമനയിൽ 2 കോടികൾ, ഒന്ന് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു, മറ്റേത് ബറബാസ്. ബറബാസിനെ വിട്ടുതരുക, യേശുവിനെ ക്രൂശിക്കുക. കരമുയർത്തിക്കാട്ട് മക്കളെ. കാൽവരിയുടെ കൊലക്കളത്തിൽ പടയാളി ചങ്കത്ത് കുത്തി. അവർ ആ കുത്തിയവങ്കിലേക്ക് നോക്കും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നു. അവർക്കറിയാൻ തുടങ്ങും, യേശുവേ യേശുവേ ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ല. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല്. അടുത്ത വാക്ക്, അവർ അവനെ കുറിച്ച് വിലപിക്കും. ഏകജാതനെ ചൊല്ലി വിലപിക്കും. ഒറ്റ വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും. അവർ നിലവിളിക്കുമ്പോൾ യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. കരമുയർത്തുന്നവർക്കായി പൗലോസ്ലീഹ പറഞ്ഞു, തന്റെ ജനത്തെ അവൻ ഒരു നാളും കൈവിടുമോ? ഇല്ല ഇല്ല. എബ്രായരിൽ നിന്ന് എബ്രായൻ അതുപോലെ തന്റെ ജനത്തെ കൈവിടത്തില്ല. അന്ന് സംഭവം നടക്കും. അവന്റെ കാൽ ഒലിവുമലയിൽ, യഹൂദന്റെ നിലവിളിയുടെ മുൻപിൽ അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടു. എന്റെ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം. അങ്ങനെയെങ്കിൽ യഹൂദൻ നിലവിളിക്കും. ഇന്ന് മറുതലിച്ച യഹൂദൻ നിലവിളിക്കും. കണ്ണുനീരിന്റെ മറുപടി പകരുന്നവൻ ആ സ്വർഗത്തിലെ ദൈവം. പാളയത്തിനകത്ത് നിലവിളി തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, സ്വർഗത്തിന്റെ കരമിറങ്ങി വരും. എവിടെ കണ്ണുനീരുണ്ട് അവിടെ വിതയ്ക്കുകയല്ല, അവിടെ ആർപ്പോടെ കൊയ്യുന്ന ഒരു കാലം വരും. കണ്ണുനീരിനെ മറികടക്കുന്ന ഒരു ദൈവമുണ്ടോ? ഇതാ പ്രോമിസ്. എല്ലാവരും ഈ വാക്ക് കേൾക്കണം. വാഗ്ദത്തമുള്ള ജനതയെ തകർക്കാൻ, വാഗ്ദത്തമുള്ള ദൈവവേലക്കാരനെ തകർക്കുവാൻ, വാഗ്ദത്തമുള്ള പൈതലിനെ തകർക്കുവാൻ ഒരു നൈൽ നദിക്കും കഴിയത്തില്ല. ഇനി ബാക്കി നിങ്ങൾ കേട്ടോണം. പഴയ നിയമത്തിന്റെ ഒരു വിമോചകൻ മോശ ജനിക്കുന്നതിന് മുമ്പ് കൽപ്പന, എബ്രായ കുടിലിൽ പിറന്ന ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ കൊല്ലുവാനായിട്ടുള്ള കൽപ്പന. അമ്മയും പെങ്ങളും യവന് മുലപ്പാലും ചോക്ലേറ്റും ഒക്കെ കൊടുത്ത് ഒരു പരുവത്തി കുറുക്കൊക്കെ കൊടുത്ത് 3 മാസം ഒളിച്ചു വെച്ചു. മോശയുടെ കരച്ചിൽ വഴിയെ പോകുന്ന പട്ടാളക്കാർ കേൾക്കും. അന്ന് എന്തോ ഓഫറോ അവധിയും കണ്ടായിരുന്നു. അമ്മയും പെങ്ങളോട് ഒരു ഞാങ്ങടപ്പെട്ട ഉണ്ടാക്കി കുഞ്ഞിന് മയങ്ങാനായിട്ട് ഇച്ചിരി മുലപ്പാലും കൊടുത്തു, കുപ്പിപ്പാലും കൊടുത്തു. എന്നിട്ട് എന്തോ ഇത് നൈൽ നദി കൊണ്ട് പെട്ടകത്തിൽ ഒഴുക്കി വിട്ടു. കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞത് എഴുന്നേറ്റപ്പോൾ ഈ പെട്ടകത്തിനകത്ത് ഇരുട്ട. ഈ കുഞ്ഞിന്റെ നിലവിളി നൈൽ നദിയിൽ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. പെട്ടകത്ത് സ്വർഗത്തിന്റെ കരം എവിടെ ഇറങ്ങി? ക്യാമറ പറവൂന്റെ കൊട്ടാരത്തിൽ ചെന്നിറങ്ങി. ആരോട് പറഞ്ഞു? ഓളോട് പറഞ്ഞു, പെട്ടെന്ന് വണ്ടിയെടുത്ത് കുളിക്കടവിൽ കഴിഞ്ഞാണ്. ആരാ? വാഗ്ദത്തമുള്ളവൻ നിലവിളിക്കുന്നു. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം. സഹോദരി, ഇന്ന് രാത്രി പറയണം, വാഗ്ദത്തമുള്ളവന്റെ തലമുറ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. വാഗ്ദത്തമുള്ളവൻ നൈൽ നദിക്ക് തീരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാണ്, നിന്റെ പെട്ടകം തകരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നൈൽ നദി നിനക്ക് പ്രതികൂലമായിരിക്കും. തിരമാല നിന്റെ പേടകത്തിന് നേരെ ആഞ്ഞടിക്കും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ആര് കൽപ്പന എഴുതിയോ അവന്റെ കൊട്ടാരത്തിൽ നിന്ന് ഫറവോന്റെ മകളെ കുളിക്കടവിൽ അയച്ചെങ്കിൽ നാരകത്തിൻ കുഴിയുള്ള കൽമറ്റന്റെ അവകാശം രാത്രി പറയണം, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി, വചനം മനസ്സിലാക്കുന്നവർക്കായി എത്ര പേർ കാര്യം മനസ്സിലാകുന്നു? നമ്മുടെ ഇവിടെ പന്തയിലും തേക്കുപാറയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മക്കൾ കുളിക്കാൻ വരുമോ? വരത്തില്ല മോളെ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ മക്കൾ ഈ പന്തേ കുളിക്കാൻ വരുമോ? ഉമ്മൻചാണ്ടി സാറിന്റെ മക്കൾ വരുമോ? വരത്തില്ല. എന്നാൽ പിന്നത്തതിൽ ചെങ്കടലിനെ വിഭജിക്കുവാൻ അഭിഷേകത്തിന്റെ കോല് കയ്യിൽ ലഭിക്കേണ്ട മോശ ചെങ്കടലിൽ മുങ്ങുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ. ഫറവോന്റെ പുത്രിയെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. എവിടെ കൊണ്ടുപോയി? മോശക്കുഞ്ഞ് കൽപ്പന എഴുതിയ കൊട്ടാരത്തിൽ വളർന്നു. എൻ്റെ പ്രസംഗം അതുമല്ല. ഒരമ്മ തൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് ശമ്പളം മേടിച്ചത് ഞങ്ങളുടെ ബൈബിളിനകത്ത്. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറ, എൻ്റെ പെട്ടകം തകരുവാ, വാഗ്ദത്തമുള്ളവൻ്റെ പെട്ടകം തകരുവാ. ഇസ്രയേലിൻ്റെ പാളയത്തിലേക്ക്, ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ നയിക്കുവാൻ അഭിഷേകത്തിന്റെ കോൽ ലഭിച്ച മോശ വെള്ളത്തിനകത്ത് മുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതാ യഹൂദന്റെ കണ്ണുനീർ. കേട്ടോ. എന്താ ഇവിടെ നമ്മുടെ കാട്ടാക്കട, മമല്, അതുപോലെ തന്നെ എത്ര ആശുപത്രി, താലൂക്കും എല്ലാം കിടക്കുന്നു.
എത്ര സ്കാൻ കിടക്കുന്ന മെട്രോയോ DDRCയോ എല്ലാം അവിടെ എല്ലാം ഇന്ന് മനുഷ്യന്റെ കണ്ണ്, കാല്, മൂക്ക്, പല്ല്. കഴിഞ്ഞ ദിവസം ആലുവായിൽ ഒരു അമ്മച്ചി മരിച്ചു. യഹോവ സാക്ഷി തലമുടി നോക്കിയിട്ട് ആ മോൻ്റെ ബ്ലഡ് കൂടെ എടുത്ത് DNA കണ്ടുപിടിച്ചു. എവിടെയെങ്കിലും കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് ഉണ്ടെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ കണ്ടാൽ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. അപ്പച്ചാമ്മച്ചി അങ്ങനെ ഒരു ലാഭമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അരുമயான കുഞ്ഞുങ്ങൾ സ്റ്റേജിക്കുള്ള പാടൽ കൊടുക്കുക. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ എൻ സഹായം എവിടെ നിന്ന് വരും. ആ ലാഭ സ്വർഗീയ സന്നിധി ആഴ്ചയിൽ 7 ദിവസം 24 മണിക്കൂറും വർക്ക് ചെയ്യുക. അമ്മമ്മ അവിടെ ലോക്ക്ഡൗണും ക്വാറന്റൈനും ഇല്ല. 365 ദിവസം വർക്ക് ചെയ്യുന്ന ഒരു ലാബ് ഉണ്ടെങ്കിൽ അതിനെ നോക്കി യാത്ര ചെയ്യുക. ബഹുമാന്യനാം ആചാര്യനാൽ വാനിലവൻ വാഴുകയാൽ ഇന്ന് രാത്രി പറയണ മോശ കുഞ്ഞിന്റെ പെട്ടകത്തിന് മാത്രമല്ല, നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഒരു പക്ഷേ നൈൽ നദി നിന്റെ തലമുറകളെ ഹല്ലേലൂയ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അതിന്റെ നടുവിൽ മോശ കുഞ്ഞിന്റെ പെട്ടകത്തെ ചുമക്കുക. ഫറവോന്റെ പുത്രി അയച്ചതുപോലെ എന്റെ തലമുറയുടെ ജീവിതത്തിലും വഴികളെ തുറക്കുക. യേശുവിന്റെ രക്തത്താൽ ജയ. ഇന്ന് രാത്രി മക്കളെ ചൊല്ലി വിലപിക്കുന്ന തലമുറകൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്ന രാത്രിയാണ്. ഏറ്റെടുത്തുകൊണ്ടേ പോകാവൂ. നിന്റെ മക്കൾ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഏതൊക്കെ തിരമാലകൾ പോരാടിയാലും നൈൽ നദികൾ മുക്കാൻ പദ്ധതി വച്ചാലും അതിന്റെ നടുവിൽ നിന്ന് പെട്ടകത്തെ ഉയർത്തുവോ. സ്വർഗത്തിന്റെ കരം ഇറങ്ങിയെങ്കിൽ ആ കരം എനിക്ക് വേണ്ടി കൺവെൻഷനിൽ വെളിപ്പെട്ടു വരൂ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം. ദ ബ്ലഡ് ഓഫ് ജീസസ് ഗിവിംഗ് വിക്ടറി. തീരാൻ പോകുന്നു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി സംഭവിക്കുന്നു. അന്നാളിൽ അവന്റെ കാൽ. അവസാന ഭാഗം സക്കറിയ 14:4-5. വൈൻഡിങ് ദാറ്റ് മെസ്സേജ്. സക്കറിയ 14:4-5 വായിച്ചിട്ട് മോളെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമലയിൽ നിൽക്കും. അടുത്ത ഭാഗം. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. എല്ലാവരും ഈ ഭാഗം ഒന്ന് നോട്ട് ചെയ്യണം. 2009 ഒലിവുമലയിൽ ഒരു റിസോർട്ടുള്ള 7 ആർച്ച്. അത് കഴിഞ്ഞിട്ട് ഹിൽട്ടൺ, ഷെറാട്ടൺ അവരൊരു കാര്യം ചെയ്തു. ഒരു നല്ല ഹോട്ടൽ പണിയാൻ വന്നു. നമ്മുടെ കള്ളിക്കാട് വീട് വെക്കാൻ ആശാരി, മേശരി, JCB, കുറ്റി. പക്ഷേ കാട്ടാക്കട ബിൽഡിങ് പണിയണമെങ്കിൽ പൈലിങ് ചെയ്യണം. അവർ പൈൽ ചെയ്തു. ഹോട്ടലിന് വേണ്ടി പൈൽ ചെയ്തപ്പോൾ ഒലിവുമലയുടെ താഴത്ത് ചെറിയ വിള്ളൽ. അവർ പരിപാടി അവിടെ നിർത്തി. എൻഡോസ്കോപ്പി കാരക്കോണത്തിടുന്ന പോലെ ഒരു ക്യാമറ. അവരുടെ കമ്പനിയുടെ പേര് ഹാൽക്രോ. ഭൂമി സെർച്ച് ചെയ്യുന്ന കമ്പനിയാണ്. ഏറ്റവും വലിയ കൺസൾട്ടിങ് ഇസ്രായേൽ ഹാൽക്രോ. അവർ കൊണ്ടുവന്ന ഒരു ക്യാമറ ഇട്ടു. കേൾക്കണോ? അവരുടെ ക്യാമറ ഇട്ടപ്പോൾ ഭയങ്കര മുരൾച്ച സൗണ്ട്. ക്യാമറ വലിച്ചു. ഒലിവുമലയുടെ അടിയിൽ മുരൾച്ച തുടങ്ങി. ഇന്ന് രാത്രി ഇവിടെ പെന്തിക്കോസുകാരെ അവിടെ മുരൾച്ച തുടങ്ങി. നമ്മളിപ്പോഴും ലോത്തിന്റെ ഭാര്യയെ പോലെ ഇരിക്കുന്നു. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്ര. ഇന്ന് രാത്രി രക്ഷപ്പെട്ടോളൂ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. പ്രാണപ്രിയൻ വരവിനായി. അതാ ഒലിവുമല. അങ്ങനെ ഒരു പാട്ടൊക്കെ ഇല്ലായിരുന്നു പണ്ട് കൺവെൻഷൻ കൂട്ടങ്ങൾ. അരിമയാണ് പാടുകൾ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടി. ജിമ്മി സാറും പാടും. ഒലിവുമല ഒരുങ്ങി കഴിഞ്ഞു, പ്രാണപ്രിയൻ വരാറായി. പ്രാക്കളെ പോലെ നാം പറന്നിടുമേ, ഭരണ കൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. അങ്ങനെ വല്ല പാട്ടും ഉണ്ടായിരുന്നോ? പാസ്റ്റർമാർ മിണ്ടുന്നില്ല. സ്റ്റീഫൻ പാസ്റ്റർ മിണ്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ പാടി. ചൂള പോലെ കത്തുന്ന നാൾ വരുന്നിതാ. ഇന്ന് ചട്ടിയും കലവും വരുമെന്നാ. ചൂള കത്തുന്ന നാളല്ല. സ്വോത്രം. പിന്നെ പെന്തിക്കോസുകാർ അടുത്ത പാട്ട് വന്ന് പാലാപ്പള്ളി, തിരുപ്പള്ളി, രാക്കുളിരേറിൻ്റെ ആവാണ് നീ പാടിക്കൊണ്ടിരി. സ്വോത്രം. കർത്താവിൻ്റെ വരവ് കൈവിടപ്പെട്ടു. സ്വോത്രം. അതുവരായി കണ്ടോ. അതുകൊണ്ടാ ചൂള പോലെ കത്തുന്ന നാൾ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് മുരൾച്ച തുടങ്ങി. വളരെ താമസമില്ല അവൻ്റെ കാൽ ചവിട്ടാറായി. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം നടക്കാൻ പോകുന്ന. അതിനു മുമ്പ് സഭ എടുക്കപ്പെടും. മോള് വായിച്ചാട്ടെ. 6000 kilometer earthquake simultaneously. The earthquake is landing Iraq to Mozambique. ബൈബിൾ വായിച്ചാട്ടെ. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. ദാണ്ട് അവന്റെ കാല് ചവിട്ടാ. താഴ്വരയുടെ പേര് റിഫ്റ്റ് വാലി. വലിയ താഴ്വര. അടുത്തത് ഭൂകമ്പത്തിൽ. മലയുടെ ഒരു പാതി വടക്കോട്ടും. അതാ ഇറാഖ്. അടുത്തത് മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. സൗത്ത് ആഫ്രിക്ക. അടുത്ത റോഡ്. 6000 kilometer ഭൂമി പിളരാൻ പോവാ. അടുത്ത വാക്ക്. എന്നാൽ മലകളുടെ താഴ്വര. ഈ ഭൂകമ്പത്തിന്റെ ലാസ്റ്റ് എൻഡ് മൊസാംബിക്ക്. വായിച്ചാട്ട് മോളെ. ആസൽ വരെ എത്തുന്നു. അതാ പ്രവചന ഭാഷ. സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ എത്തുന്നു. ഇവിടുത്തെ ജോഗ്രഫിക്കാര്, ഇവിടുത്തെ സാറന്മാർക്കെല്ലാം അറിയാം 6000 kilometer ഭൂമി കീറാൻ പോവാന്ന്. അവന്റെ കാലവിടെ ചവിട്ടുന്നു. ഒലിവുമല പിളരും. 6000 kilometer ഗർത്തം. വടക്ക് ഇറാഖ് മുതൽ എവിടം വരെ? ആസൽ വരെ. 4 സംഭവങ്ങൾ ഇസ്രയേലിൽ നടക്കും. 1, അറബ് രാഷ്ട്രങ്ങളും ചൈനയും റഷ്യയും ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ വരും. 2, ആയിരക്കണക്കിന് വിമാനങ്ങൾ ഇസ്രയേലിന്റെ മേളിൽ. 3, യഹൂദൻ നിലവിളിക്കും. 4,
ഒലിവുമലയിൽ എൻ്റെ നാഥന്റെ കാൽ ചവിട്ടും. പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം. 5 ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പിളരും. 6 ഒരു താഴ്വര, 6000 കിലോമീറ്റർ ഭൂകമ്പം. ഇത്രയും സംഭവം നടക്കുന്നത് ഒലിവുമലയിൽ, ഇസ്രായേലിൽ. അവിടെ ഒലിവുമല പിളരുന്ന ശബ്ദം ഉലകം കേൾക്കുന്നതിന് മുമ്പ് നാരകത്തിൻ കുഴിയും പൂടനാടും മറ്റൊരു ശബ്ദം കേൾക്കും. അതാ നമ്മുടെ കൺവെൻഷൻ. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ ചേർക്കുവാൻ. കരമുയർത്താൻ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ. മക്കളെ, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ. ബാക്കി കനാനിൽ ഇതുവരെയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞെ, കാലം അധികമില്ല. ഇത് പെന്തക്കോസിന്റെ പ്രസംഗമല്ല, ഇത് CSIയുടെ പ്രസംഗമല്ല, ഇത് നിത്യതയിലെത്തിക്കുന്ന വചനമാണ്. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മൃത്യു. ഇന്ന് രാത്രി ഒരു ഭാഗം കൂടെ യോസഫിന്റെ കാര്യം പറഞ്ഞു. എന്താ യോസഫിന്റെ കാര്യം നിങ്ങൾക്കറിയാമോ? യോസഫ് മിസ്രൈമിൽ ഉപപ്രധാനമന്ത്രിയായി. ചേട്ടന്മാരതൊരു നിഴല, ധാന്യം മേടിക്കാനാ ചെന്ന് സഹോദരങ്ങളെ കണ്ടു. ചേട്ടന്മാർക്ക് വിസയും കൊടുത്തു, ടിക്കറ്റും കൊടുത്തു, ചേട്ടത്തിമാരെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ 72 പേര്. അതുപോലെ യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ തന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് രഥങ്ങൾ ഇറങ്ങി വരാറായി. കരമുയർത്തുന്നവർക്കായി. ഈ തലമുറയിൽ അത് സംഭവിക്കാൻ പോകുന്നു. ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാട്ടെ. നാളെ നമുക്ക് സമയമില്ല. ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എൻ്റെ ഭാഗത്തിൻ്റെ അവസാന ഭാഗം ഈ ദിവസങ്ങൾ നിങ്ങൾ കണ്ടു. എന്താ കണ്ടതെന്നറിയാമോ? ഹല്ലേലൂയ. ടൈറ്റാനിക് കപ്പലിനെ അന്വേഷിച്ച് ആര് പോയി? 5 പണക്കാർ പോയി, സൗദിക്കാരൻ പോയി, കാനഡക്കാരൻ, ദുബായ്ക്കാരൻ, പാകിസ്ഥാൻ. ഒരു ചെറിയ പേടകം, ഓഷ്യൻ ടൈറ്റാനിക്, നേരെ എവിടെ ചെന്നെന്നറിയാമോ? ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 450 മീറ്റർ ഇരുമ്പിന്റെ അടുത്ത് ചെന്നു. ഇവരുടെ പേടകം പൊട്ടി. പത്രത്തിനകത്ത് മൊത്തം വാർത്ത എല്ലാവരും വായിച്ചു. ധനവാന്മാർ തീർന്ന 5 പേര്. മകനെ, മകള്. ഒരുവൻ ധനവാനായി തീർന്നാൽ അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും അതോടുകൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. 5 പേര്. വേറൊരു കഥയുണ്ടായിരുന്നു വായിച്ചവർക്കായി. ഒരമ്മ, 4 പിഞ്ചു കുഞ്ഞുങ്ങൾ, 14, 11, 9, 3 പെങ്കൊച്ചുങ്ങൾ, 9 മാസം കുഞ്ഞുള്ള ഒരു അപ്പനെ തേടി യാത്രയെ ഒരു വിമാനം, സെസ്ന വിമാനം. അതെവിടെ കയറി? ആമസോൺ, കൊളംബിയൻ കാടുകളിൽ. രാത്രി മഴ, വിമാനം തകർന്നു. എല്ലാവരും ഈ കഥ കേൾക്കണം. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ വിമാനത്തിൽ നിന്ന് 4 കുഞ്ഞുങ്ങൾ തെറിച്ചു വീണു. അമ്മ മരിച്ചു, പൈലറ്റ് മരിച്ചു. രക്ഷപ്പെടുത്താൻ വന്ന ആര് മരിച്ചു? ആദിവാസി മൂപ്പന് മരിച്ചു. കുഞ്ഞുങ്ങൾ 3 ഡെഡ് ബോഡിയും കണ്ട് ഇട്ട ഡ്രസ്സുമായിട്ട് യാത്രയായി. എത്ര ദിവസം? സകല പത്രത്തിലും ഉണ്ടായിരുന്നു. 40 ദിവസം യാത്രയായി. കാട്ടിലെ വെള്ളവും കുടിച്ച് കനികളും കുടിച്ചു. ഏകദേശം റോഡിന്റെ ചരിവായപ്പോൾ 40-ാം ദിവസം പട്ടാളക്കാർ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടു. അവർ ഓടി വന്നു. ഈ 4 കുഞ്ഞുങ്ങളെ പടപടാ പിടിച്ചു. ആംബുലൻസ് കയറ്റി മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മനോരമയിലെല്ലാം വാർത്തയുണ്ട്. 14, 11, 9, 9 മാസമുള്ള 3 പെങ്കൊച്ച്, 1 ആങ്കൊച്ച്. കൈ ട്രിപ്പ് കൊടുത്തു. ബാക്കി നമ്മുടെ പേപ്പറുകാർ വിടത്തില്ല. അതിന് BBC വിട്ടു. അതിനകത്തൊരു പെൺകുട്ടി ഓടി വന്നു. BBCയുടെ പത്രത്തിലേക്ക് പട്ടാളക്കാരോട് പറഞ്ഞാൽ മൂത്ത കുഞ്ഞിനോട് എനിക്കൊന്ന് സംസാരിക്കണം. 40 ദിവസമായിട്ട് അവർ വനാന്തരത്തിൽ കടന്നതാ. എങ്ങനെ ആരവരെ വഴി നടത്തി? പെൺകുട്ടി ഓടിച്ചെന്നു. ആ 14കാർ ട്രിപ്പ് കയറുമ്പോൾ ആ കൊച്ചിനോട് ചോദിച്ചു, ലാസ്റ്റ് 14 days ആമസോൺ ഫോറസ്റ്റ്, സൈമിൾട്ടേനിയസ് സ്നേക്സ് ആൻഡ് ഹെവി റെയിൻ ഫാൾസ്, വലിയ മഴയും പാമ്പും ഉണ്ട്. 40 ദിവസം ആരാ നിങ്ങളെ വഴി നടത്തിയ? ആ കുഞ്ഞു കരമുയർത്തിയിട്ട് പറഞ്ഞു, മാം, I don't know everything, but one thing I say, an unseen power rooted everything. ഒരദൃശ്യ ശക്തി ഞങ്ങളെ വഴി നടത്തി. കരമുയർത്തുന്നവർക്കായി. ലോകത്തിലെ ധനവാന്മാർ ടൈറ്റാനിക്കിന്റെ ഇരുമ്പ് തേടി പോയപ്പോൾ അവർ താഴെ കപ്പലിനകത്ത് വീണ് അവർ തീർന്നെങ്കിൽ 4 പിഞ്ചു കുഞ്ഞുങ്ങളെ 40 ദിവസം വഴി നടത്തുവാൻ കാട്ടിനകത്തൊരു കരമിറങ്ങി വന്നെങ്കിൽ അപ്പച്ചാമ്മച്ചി, ആ കരം തളർന്ന കരമല്ല. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം. വയലച്ചടിക്ക് പ്രകാശം കൊടുക്കുന്ന ദൈവം. അവസാനിപ്പിക്കാൻ പോകുന്ന എനിക്ക് ശ്വാസവും ക്ലിയർ ആവുന്നില്ല. പ്രിയ മക്കളെ, ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്ന ആരെ ചേർക്കാൻ? പാറയുടെ പിളർപ്പിലും കടുത്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ,
നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. നിർത്താൻ പോവാ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. അതിൽ കാല് കെട്ടിയിരിക്കുക. ഒരു പ്രാവിന്റെ മുഖം മഹാപുരോഹിതൻ നോക്കും. നല്ല മേധസ്സുള്ള പ്രാവിന് പെതിയെ പിടിക്കും, കത്തി കൊണ്ട് അതിന്റെ തലയിറക്കും, എന്നിട്ട് ഞെക്കും യാഗപീഠത്തിൽ. അപ്പൊ ഉടൽ കടന്ന് പിടയ്ക്കുക. ഉടലിലെ രക്തം മറ്റേ കുറുപ്രാവിന്റെ പുറത്തങ്ങ് തെറിക്കുക. ഇദ്ദേഹം ലേവ്യരുടെ യാഗപ്രകാരം കുറുപ്രാവിന്റെ രക്തം കഴുകും, യാഗപീഠം വൃത്തിയാക്കും. യാഗം കഴിയുമ്പോൾ ആ കത്തിയും കൂടെ കഴുകും. അദ്ദേഹത്തിന്റെ മാർപതക്കം, നമ്മുടെ ജുബ്ബ പോലെ മാർപതക്കത്തെ ഇടാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രാവിന്റെ ഉടൽ ഇങ്ങനെ കടന്ന് ചലിക്കുക, അറത്തതിന്റെ ബാക്കി ഭാഗം. മറ്റവൻ ഇങ്ങനെ രക്തം തെറിച്ച് കണ്ണുകൊണ്ടേക്കോ. അദ്ദേഹം വിചാരിക്കും ഇനി യാഗം കഴിഞ്ഞു, ഉടലിന്റെ ആവശ്യമില്ല, എടുത്തു കളയാം, കെട്ടഴിച്ചാൽ മറ്റവൻ പോകും. പെതിയെ ആ മാർപതക്കത്തിലിരിക്കുന്ന കത്തി ഇങ്ങോട്ട് വലിച്ചെടുക്കും, പെതിയ കെട്ടടിക്കും. കെട്ടഴിഞ്ഞ പ്രാവ് ജീവനും കൊണ്ട് സ്ഥലം വിടും. എവിടാ? പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. കരമുയർത്തുന്നവർക്കാ ഇന്ന് രാത്രി പൂഴനാട് 2-ാം തോട് നാരകത്തിൻകുഴി വചനമേറ്റെടുത്ത ദൈവമക്കൾ പറയണം, ആരും ഞങ്ങളുടെ മുഖം കണ്ടില്ലെങ്കിലും ഞങ്ങളുടെ മുഖം കാണുന്ന ദിനം വരാറായി. തന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കാൻ യേശു വരാറായി. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയാകുന്ന കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു വരാറായി. സഹോദരങ്ങളെ, കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. അന്തിമദിനം അടുത്തുപോയി. ഇസ്രായേലിനെതിരെ രാജ്യങ്ങൾ ഒരുമിക്കുന്നു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ക്ഷാമവും ഭൂകമ്പവും. യേശു പറഞ്ഞു, യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത് മകനെ മകളെ, അത് സംഭവിക്കാനുള്ളത് തന്നെ. എന്നാൽ അത് അവസാനമല്ല, ഈ നോവിന്റെ ആരംഭം. ഇതെല്ലാം കണ്ണുകൊണ്ട് കാണുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 3-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നവന് അവന്റെ ചങ്കിലെ ചോരയാൽ കടികൾ പ്രാപിച്ച കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ കാന്തൻ മടങ്ങി വരും.